ഹായ് സ്റ്റുഡൻസ്, ആപ്പിൾ ബി അക്കാഡമിയുടെ മറ്റൊരു വീഡിയോ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ നമുക്കറിയാം ഇത്തവണത്തെ ഡിസംബർ 2021 ജൂൺ 2022 മെർജ്ഡ് സൈക്കിളിൽ കൊമേഴ്സിന് 3 ഷിഫ്റ്റുകളായിട്ടാണ് എക്സാം നടന്നത്. ആദ്യത്തെ 2 ഷിഫ്റ്റുകൾ 29 സെപ്റ്റംബറിലും മറ്റൊരു ഷിഫ്റ്റ് ഒക്ടോബർ 14 ആയിട്ടായിരുന്നു നടന്നിരുന്നത്. 29 സെപ്റ്റംബറിലെ ഷിഫ്റ്റ് 1 ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുക 29 സെപ്റ്റംബറിലെ ഷിഫ്റ്റ് 2 ക്വസ്റ്റ്യൻസും അതോടൊപ്പം ആൻസേഴ്സും ആയിരിക്കും. സോ ഈ ഒരു വീഡിയോയുടെ ഉദ്ദേശം എന്ന് പറയുന്നത് എങ്ങനെയാണ് ഓരോ ടോപ്പിക്സിൽ നിന്നും ക്വസ്റ്റ്യൻസ് വരുന്നത്, ക്വസ്റ്റ്യൻ്റെ പാറ്റേൺ എന്താണ്, ഏത് രീതിയിലാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്, ഏതൊക്കെ ടോപ്പിക്കിനാണ് നമ്മൾ പ്രാധാന്യം കൊടുത്ത് പഠിക്കേണ്ടത്, ഓരോ മൊഡ്യൂൾ വൈസ് നോക്കുകയാണെങ്കിൽ എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരിക, ഇങ്ങനെയുള്ളൊരു ടോട്ടൽ ഐഡിയ കിട്ടുക എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയുടെ ഉദ്ദേശം. സോ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ഈ ക്വസ്റ്റ്യൻസിനെ എടുത്ത് അനലൈസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കാണാം ഇപ്പോൾ ചോദിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ എണ്ണം ധാരാളം വർദ്ധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ എക്സാമിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഈ വർഷം കുറച്ച് കൂടുതൽ സ്റ്റേറ്റ്മെൻറ്റ് ഓറിയൻറ്റഡ് ക്വസ്റ്റ്യൻസ്, അതായത് നിങ്ങൾക്ക് ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യനിൽ നിന്ന് 2-3 സ്റ്റേറ്റ്മെൻറ്റുകൾ ശരിയാണോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് കറക്റ്റ് ആൻസറിലേക്ക് വരാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ്. അതുപോലെ തന്നെ മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് കൂടിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ പ്രോസസ്സ്, നമുക്കറിയാം നമ്മൾ പഠിക്കുന്ന എല്ലാ സബ്ജക്റ്റുകളിൽ തന്നെ നമുക്ക് പല പ്രോസസ്സുകൾ, ഇപ്പോൾ ബിസിനസ് ഫിനാൻസിലേക്ക് വരികയാണെങ്കിൽ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് പ്രോസസ്സ് തുടങ്ങിയ ഓരോ പ്രോസസ്സുകൾ നിങ്ങൾക്ക് അറേഞ്ച് ചെയ്യാനായിട്ട് വരും. പ്രോപ്പറായിട്ട് അതിൻ്റെ ഓർഡറിൽ അറേഞ്ച് ചെയ്യുക തുടങ്ങിയ ക്വസ്റ്റ്യൻസ് ഇപ്പോൾ കൂടുതലായിട്ട് ചോദിക്കുന്നു എന്നുള്ളതാണ്. സോ ഇങ്ങനെയുള്ള ടോപ്പിക്കുകൾക്ക് പ്രാധാന്യം കൊടുത്ത് നമ്മൾ പഠിക്കണം. അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ടോപ്പിക്ക് പഠിക്കുമ്പോൾ നമ്മൾ വളരെ കാര്യമായിട്ട് അല്ലെങ്കിൽ നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാമായിരിക്കണം ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് വരാം എന്നുള്ളതിനെക്കുറിച്ചൊരു വ്യക്തമായ ധാരണ നമുക്ക് കിട്ടണം. സോ അതിനെ നിങ്ങളെ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ സഹായിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സോ നമുക്ക് ഇന്നത്തെ ഷിഫ്റ്റ് 2 ക്വസ്റ്റ്യൻസും അതോടൊപ്പം അതിൻ്റെ ആൻസർ ഡിസ്കഷനിലേക്കും പോകാം. സോ ഡിസംബർ 2021 ജൂൺ 2022 സൈക്കിൾസിൽ സെപ്റ്റംബർ 29 ഷിഫ്റ്റ് 2 ചോദിച്ച ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ മൂവിങ് ടു ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. സോ ഈ ഒരു ക്വസ്റ്റ്യൻ ബിസിനസ് ഫിനാൻസിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. എന്തിനെക്കുറിച്ചിട്ടാണ് ചോദിച്ചിരിക്കുന്നത്? ഗോർഡൻസ് ഡിവിഡൻഡ് മോഡലിനെ കുറിച്ച്. സോ നമുക്കറിയാം ഡിവിഡൻഡ് മോഡലുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഡിവിഡൻഡ് തിയറീസുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് റിലവൻറ്റ് തിയറീസും ഇറലവൻറ്റ് തിയറീസും പഠിക്കാനുണ്ട്. സോ റിലവൻസ് തിയറിയുടെ കാറ്റഗറിയിൽ വരുന്നതാണ് ഗോർഡനും വാൾട്ടറും. സോ എപ്പോഴും നിങ്ങളോട് തിയറിയെക്കുറിച്ച് പഠിക്കുമ്പോൾ ഞാൻ എപ്പോഴും പറയാറുള്ളതാണ് അസംഷൻസ് നിർബന്ധമായിട്ടും പഠിക്കണം, അസംഷൻസ് പ്രത്യേകം ചോദിക്കാം എന്നുള്ളത്. സോ ഈ ഒരു ക്വസ്റ്റ്യനിൽ നമ്മളോട് ചോദിച്ചിരിക്കുന്ന ഗോർഡൻസ് അപ്രോച്ചുമായിട്ട് ബന്ധപ്പെട്ട അസംഷൻസ് ഐഡൻറ്റിഫൈ ചെയ്യാനാണ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ആർ ദ key assumptions of Gordon's dividend model? Cost of equity is greater than BR, that is growth rate. Then R and K are changing. Cost of equity റേറ്റും എന്ത് ചെയ്യുന്നുണ്ട്, റിട്ടേണും ചേഞ്ച് ചെയ്യുന്നുണ്ട്. Then the firm is not an all equity firm. The firm has perpetual life. The retention ratio once decided is constant. Okay? So നമുക്ക് തന്നിരിക്കുന്ന ഇൻഫർമേഷൻ അല്ലെങ്കിൽ നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻസ് യൂസ് ചെയ്തിട്ട് ഇതിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെൻറ്റ്സുകളാണ് അല്ലെങ്കിൽ ഇതിൽ ഏതൊക്കെയാണ് ഗോർഡൻ്റെ അസംഷൻ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം. സോ നമ്മൾ ഫസ്റ്റ് ഓപ്ഷനിലേക്ക് വരികയാണെങ്കിൽ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ഇസ് ഗ്രേറ്റർ ദാൻ ബി മൾട്ടിപ്ലൈഡ് ബൈ ആർ. ഓക്കെ, സോ നമുക്കറിയാം അത് നമ്മൾ വളരെ ഡയറക്റ്റ് ആയിട്ട് അസംഷനിൽ പഠിക്കുന്ന ഒരു പോയിന്റ് തന്നെയാണ് അല്ലേ. കോസ്റ്റ് ഓഫ് ഇക്വിറ്റിയും അതുപോലെ തന്നെ ഗ്രോത്ത് റേറ്റും കമ്പയർ ചെയ്യുമ്പോൾ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി അതിലും കൂടുതലായിരിക്കണം എന്നുള്ളത്. സോ എ തീർച്ചയായിട്ടും ഓപ്ഷനിൽ വരണം. ദെൻ ആർ ആൻഡ് കെ ഇ ആർ ചേഞ്ചിങ്, അല്ല നമ്മളിത് കോൺസ്റ്റൻ്റ് ആണെന്നാണ് ഡിസ്കസ് ചെയ്തത്. സോ ബി എന്താണെങ്കിലും നമ്മുടെ ഓപ്ഷനിൽ വരാനായിട്ട് പാടില്ല. ദ ഫേം ഈസ് നോട്ട് ഓൾ ഇക്വിറ്റി ഫേം, അല്ല ഫേം ഓൾ ഇക്വിറ്റി ഫേം ആണ്. അവർ യൂസ് ചെയ്യുന്നത് ഇക്വിറ്റി ഷെയർസ് മാത്രമാണ്, മറ്റൊരു സോഴ്സിനെയും അവരെന്ത് ചെയ്യുന്നില്ല, ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. സോ സിയും തീർച്ചയായിട്ടും വരാനായിട്ട് പാടില്ല. ദെൻ ഫേം ഹാസ് എ പെർപച്വൽ ലൈഫ്. യെസ്, നമ്മൾ ഫേമിന് ഒരു ലോങ് ടേം ലൈഫ് ഉണ്ട്, ഒരു ഇൻഫിനിറ്റ് ലൈഫ് ഉണ്ടെന്നാണ് പറയുന്നത്. സോ യെസ്, ഇയും ഡിയും വരണം. ആൻഡ് ഡി, ദ റിറ്റൻഷൻ റേഷ്യോ വൺസ് ഡിസൈഡഡ് ഈസ് കോൺസ്റ്റന്റ്. യെസ്, റിറ്റൻഷൻ റേഷ്യോ ഒരിക്കൽ നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിൽ പിന്നെ ചേഞ്ച് വരുന്നില്ല. സോ എ, ദെൻ വി ഹാവ് ഡി ആൻഡ് ഡി. എ, ഡി, ഇ ആണ് ഓപ്ഷൻസ് ആയിട്ട് വരേണ്ടത്. സോ ഡയറക്റ്റ്ലി നമുക്ക് ആൻസറിലേക്ക് പോകാം. കറക്റ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ എ, ഡി, ഇ ഓൺലി. ഓക്കെ, സോ മൂവിങ് ടു ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ. എഗെയിൻ ബിസിനസ് ഫിനാൻസിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. പ്രിഫറൻസ് ഷെയർ ഇൻ ഇന്ത്യ ഈസ് ഇഷ്യൂഡ് ബൈ എ കമ്പനി ഫോർ എ മാക്സിമം പീരീഡ് ഓഫ്. വളരെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ഇന്ത്യയിൽ പ്രിഫറൻസ് ഷെയർസ് എത്ര കാലത്തേക്കാണ്, എത്രയാണ് ഇതിൻ്റെ ഒരു മാക്സിമം പീരീഡ് ഓഫ് മെച്യൂരിറ്റി എന്ന് പറയുന്നത്? മാക്സിമം ആണ് ചോദിച്ചിരിക്കുന്നത്. 10 years, 15 years, 20 years, അൺലിമിറ്റഡ് പീരീഡ്. ഓഫ് കോഴ്സ് വിച്ച് ഇസ് 20 years. വളരെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു. സോ ദാറ്റ് ഇസ് ഓപ്ഷൻ സി.
Moving to another question, question number 3. From the following, select the right option with reference to working capital. So, ഇവിടെ നമുക്ക് ഏത് ടോപ്പിക്കിൽ നിന്നാണ്? Again, ഇത് ബിസിനസ് ഫിനാൻസിൽ നിന്നാണ് ആൻഡ് ഇവിടെ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റിനാണ്. സോ അതുമായിട്ട് ബന്ധപ്പെട്ട കറക്റ്റ് ഓപ്ഷൻ ആണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യേണ്ടത്. Higher net working capital leads to higher liquidity and higher profitability. According to hedging approach, current assets should be financed from long-term sources. There is an inverse relationship between the length of operating cycle and its working capital requirement. Trade-off plan in general is considered an appropriate financing strategy for a working capital. സോ നമ്മൾ ഈ ഓരോ ഓപ്ഷൻസുകളിലേക്ക് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഹയർ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ അവിടെ ഹയർ ലിക്വിഡിറ്റി അല്ലെങ്കിൽ ഹയർ പ്രോഫിറ്റബിലിറ്റി ഉണ്ടായിരിക്കണം എന്നില്ല. നമുക്ക് ആവശ്യമായിട്ടുള്ള വർക്കിംഗ് ക്യാപിറ്റൽ മതി. ആവശ്യത്തിൽ കൂടുതലാണ്. നമ്മളിപ്പോൾ എക്സസീവ് ക്യാപിറ്റൽ ആണെങ്കിലും അതുപോലെ തന്നെ ഇന്നാഡിക്വേറ്റ് വർക്കിംഗ് ക്യാപിറ്റലും രണ്ടും നമുക്ക് എന്താണ് ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം നെഗറ്റീവ് എഫക്റ്റ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ നമുക്ക് ആവശ്യത്തിൽ കൂടുതൽ ഹയർ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ എന്നാണ് പറയുന്നത്, ധാരാളം ഉണ്ട്. സോ ഉറപ്പായിട്ടും അവിടെ എന്താ സംഭവിക്കുക? നമ്മൾ നമ്മുടെ പ്രോപ്പറായിട്ട് നമ്മൾ വർക്കിംഗ് ക്യാപിറ്റലിനെ മാനേജ് ചെയ്യില്ല. നമുക്ക് കാരണം ആവശ്യത്തിന് ഫണ്ടുണ്ട്. സോ അൾട്ടിമേറ്റ്ലി അത് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ നിങ്ങളുടെ പ്രോഫിറ്റിനെ അത് കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. സോ ഉറപ്പായിട്ടും കറക്റ്റ് ആൻസർ ആയിട്ട് വരില്ല. ആൻഡ് ഹെഡ്ജിങ് അപ്രോച്ചിൽ പറയുന്നത് കറണ്ട് അസറ്റ് ഫിനാൻസ് ചെയ്യുന്നത് ലോങ് ടേം സോഴ്സ് യൂസ് ചെയ്തിട്ടാണെന്നാണ്. സോ നമുക്ക് പലതരത്തിലുള്ള അപ്രോച്ചുകളുണ്ട്. ഹെഡ്ജിങ് അപ്രോച്ച്, കൺസർവേറ്റീവ് അപ്രോച്ച് തുടങ്ങിയ അപ്രോച്ചുകളൊക്കെ തന്നെയും നമ്മൾ ഈ ഒരു വർക്കിംഗ് ക്യാപിറ്റലുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കാറുണ്ട്. സോ ആ ഓരോ അപ്രോച്ചിലും ഡിസ്കസ് ചെയ്യുന്നത് എങ്ങനെയാണ് നമ്മൾ കറണ്ട് അസറ്റ് അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ലോങ് ടേം അസറ്റ് ഫിനാൻസ് ചെയ്യുന്നത്, സോഴ്സ് ഏത് സോഴ്സ് ഫണ്ടിനെയാണ് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത്, ഷോർട്ട് ടേം ആണോ ലോങ് ടേം ആണോ എന്നുള്ളതാണ്. സോ ഹെഡ്ജിങ് അപ്രോച്ചിൽ നമ്മൾ കറണ്ട് അസറ്റ് ഷോർട്ട് ടേം ആയിട്ടുള്ള ഫണ്ടുകൾ യൂസ് ചെയ്ത് ഫിനാൻസ് ചെയ്യുക എന്നാണ് പറയുന്നത്, ലോങ് ടേം സോഴ്സ് അല്ല. സോ അതുകൊണ്ട് തന്നെ ബിയും തെറ്റാണ്. ദെൻ സിയിലേക്ക് വരുമ്പോൾ ദർ ഇസ് എൻ ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ലെങ്ത് ഓഫ് ഓപ്പറേറ്റിംഗ് സൈക്കിൾ ഓഫ് ദ ഫേം ആൻഡ് ഇറ്റ്സ് വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെന്റ്. അപ്പം നമ്മുടെ ഓപ്പറേറ്റിംഗ് സൈക്കിളും അതുപോലെ തന്നെ വർക്കിംഗ് ക്യാപിറ്റലും തമ്മിലൊരു ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നോ, ദർ ഇസ് എ ഡയറക്റ്റ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ. അത് നോക്കിയിട്ടാണ് നമ്മൾ എത്ര നാളെടുക്കുന്നുണ്ട് നമ്മുടെ ഫണ്ട് തിരിച്ച് നമ്മളിലേക്ക് ക്യാഷ് ആയിട്ട് വരാൻ. സോ അതനുസരിച്ചിട്ട് വേണം നമ്മൾ നമ്മുടെ ക്യാപിറ്റൽ റിക്വയർമെൻറ്റ് തീരുമാനിക്കാൻ. സോ സിയും തെറ്റാണ്. വെൽ കമ്മിങ് ടു ഡി, ട്രേഡ് ഓഫ് പ്ലാൻ ഇൻ ജനറൽ ഇസ് എൻ അപ്രോപ്രിയേറ്റ് സ്ട്രാറ്റജി, ഫിനാൻസിങ് സ്ട്രാറ്റജി ഫോർ വർക്കിംഗ് ക്യാപിറ്റൽ. ട്രേഡ് ഓഫ് പ്ലാൻ അതായത് നമ്മുടെ റിസ്ക് തുടങ്ങിയ കാര്യങ്ങളൊക്കെ മിനിമൈസ് ചെയ്ത് നമ്മൾ എത്തുന്ന ഒരു പ്ലാൻ അല്ലെങ്കിൽ ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത് വളരെ യൂസ്ഫുൾ ആണ് വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റിൽ. സോ തീർച്ചയായിട്ടും ഇതിൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്. ബാക്കിയുള്ള ഓപ്ഷൻസ് എല്ലാം തന്നെയും തെറ്റാണെന്നുള്ളതാണ്. ഓക്കെ, സോ മൂവിങ് ടു അനദർ ക്വസ്റ്റ്യൻ. The current market price per share of New Age Limited is rupees 80. The dividend expected a year from now is rupees 4. And it is expected to grow at a constant rate of 10%. The flotation, that is issue cost for the new issue, will be 8%. What is the cost of new equity? So നമുക്ക് ഈ ഒരു ടോപ്പിക്കും ബിസിനസ് ഫിനാൻസിൽ തന്നെയാണ് വരുന്നത്. സോ നമുക്ക് അവിടെ അറിയാം, നമ്മൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്ന ടോപ്പിക്ക് പഠിക്കുമ്പോൾ നമുക്ക് ഓരോന്നിൻ്റെയും കോസ്റ്റ് സെപ്പറേറ്റ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാനുണ്ട്. കോസ്റ്റ് ഓഫ് ഡെറ്റ് ആയിക്കോട്ടെ, കോസ്റ്റ് ഓഫ് പ്രിഫറൻസ് ഷെയർസ്, കോസ്റ്റ് ഓഫ് ഇക്വിറ്റി, കോസ്റ്റ് ഓഫ് റീറ്റെയിൽ ഏർണിങ്സ് ഒക്കെ തന്നെയും പഠിക്കാനുണ്ട്. സോ അതുമായിട്ട് ബന്ധപ്പെട്ട ഇക്വേഷൻസും നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. കാരണം ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളതാണ്. ഒന്നെങ്കിൽ ഡെറ്റ് ആകാം, ഇത്തവണ അവർ ചോദിച്ചത് ഇക്വിറ്റിയാണ്. സോ അങ്ങനെ മാറി മാറി ഈ ടോപ്പിക്കിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട് എന്നുള്ളതാണ്. സോ ഐദർ ഒരു തിയറി അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്രോബ്ലം ക്വസ്റ്റ്യൻ ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് കാണാം. ഇത്തവണ ഏതായാലും ഒരു പ്രോബ്ലം ആണ് ചോദിച്ചിരുന്നത്. സോ ഇത് ഡയറക്റ്റ്ലി നിങ്ങൾക്ക് ഇക്വേഷൻ യൂസ് ചെയ്താൽ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. ഓക്കെ, നമുക്കിവിടെ വേണ്ടുന്ന എല്ലാ ഇൻഫർമേഷനും തന്നെ തന്നിട്ടുണ്ട്. മാർക്കറ്റ് പ്രൈസ് തന്നിട്ടുണ്ട്, ദെൻ എക്സ്പെക്റ്റഡ് ഡിവിഡൻഡ് എത്രയാണ് തന്നിട്ടുണ്ട്, ഡിവിഡൻറ്റിൻ്റെ ഗ്രോത്ത് റേറ്റ് തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ നമുക്ക് പുതിയൊരു ഷെയർ ഇഷ്യൂ ആണെങ്കിൽ അതുമായിട്ട് വരുന്ന ഫ്ലോട്ടേഷൻ കോസ്റ്റും തന്നിട്ടുണ്ട്. സോ നമുക്ക് ഡയറക്റ്റ്ലി ഇക്വേഷൻ യൂസ് ചെയ്ത് വളരെ ഈസി ആയിട്ട് തന്നെ കാൽക്കുലേറ്റ് ചെയ്യാവുന്ന ഉത്തരമാണ്. സോ നമ്മൾ ഇതിൻ്റെയൊക്കെ സൊല്യൂഷൻ എങ്ങനെയാണ് പ്രോബ്ലം ചെയ്യുക അല്ലെങ്കിൽ ഇതിൻ്റെ സൊല്യൂഷനിലേക്ക് എങ്ങനെയാണ് എത്തുക എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പിന്നീട് മറ്റു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ ഇവിടെ നമ്മൾ ജസ്റ്റ് ക്വസ്റ്റ്യൻസ് ആൻഡ് അതിൻ്റെ ആൻസേഴ്സ് ആണ് ഡിസ്കസ് ചെയ്യുക. സോ ഇവിടെ ഇപ്പം കറക്റ്റ് ഓപ്ഷൻ നമ്മൾ ഈ ഒരു കാൽക്കുലേഷൻ വഴി നമുക്ക് കിട്ടുക ഓപ്ഷൻ എ ആയിരിക്കും, വിച്ച് ഇസ് 15.43%. ഓക്കെ, സോ മൂവിങ് ടു ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ. സോ നമുക്കിവിടെ ഒരു അസേർഷൻ റീസണിങ് ക്വസ്റ്റൻ ആണ് തന്നിരിക്കുന്നത്. ബിസിനസ് ഫിനാൻസിൽ നിന്ന് തന്നെയുള്ളൊരു ക്വസ്റ്റൻ ആണ്. സോ അസേർഷനിലേക്ക് വരികയാണെങ്കിൽ, ക്യാപിറ്റൽ സ്ട്രക്ചർ ഇസ് ഡിറ്റർമിൻഡ് വിത്തിൻ ഡെറ്റ് കപ്പാസിറ്റി ഓഫ് എ കമ്പനി ആൻഡ് ഇറ്റ് ഷുഡ് നോട്ട് ബി എക്സീഡഡ്.
Reason: debt capacity of a company depends on its ability to generate cash flows. It should generate cash enough to pay lenders fixed charges and principal sum. So ഈ ഒരു അസേർഷൻ റീസണിങ് ആക്ച്വലി ക്യാപിറ്റൽ സ്ട്രക്ചറുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. എപ്പോഴും നമുക്ക് അസേർഷൻ റീസണിങ്ങിന് വരുന്നത് പോലെ തന്നെയുള്ള ഓപ്ഷൻസ് ആണ്. ബോത്ത് എ ആൻഡ് ആർ ആർ കറക്റ്റ് ആൻഡ് ആർ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടോ എ, അല്ലെങ്കിൽ ആർ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ ഡിസ്കസ് ചെയ്യുക. ഓക്കെ, സോ അസേർഷനിലേക്ക് വരികയാണെങ്കിൽ ക്യാപിറ്റൽ സ്ട്രക്ചർ ഇസ് ഡിറ്റർമിൻഡ് വിത്തിൻ ഡെറ്റ് കപ്പാസിറ്റി ഓഫ് എ കമ്പനി ആൻഡ് ഇറ്റ് ഷുഡ് നോട്ട് ബി എക്സീഡഡ്. ഓക്കെ, അതായത് നമ്മളിവിടെ പറയുന്നത് എന്താണ്, ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് നമ്മുടെ കമ്പനിയുടെ ഡെറ്റ് കപ്പാസിറ്റിയെ മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മൾ തീരുമാനിക്കാൻ. നമുക്ക് എത്രത്തോളം ഡെറ്റ് യൂസ് ചെയ്യാനുള്ള ക്യാപ്പബിലിറ്റി ഉണ്ട് ആ കമ്പനിക്ക്, അതനുസരിച്ചിട്ട് വേണം നമ്മൾ ക്യാപിറ്റൽ സ്ട്രക്ചർ തീർച്ചയായിട്ടും തീരുമാനിക്കാൻ. വളരെ കറക്റ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് അവിടെ പറഞ്ഞിരിക്കുന്നത്, അല്ലേ? യെസ്, നമ്മൾ ക്യാപിറ്റൽ സ്ട്രക്ചർ തീരുമാനിക്കും നമ്മുടെ കമ്പനിക്ക് എത്രത്തോളം ഡെറ്റ് ക്യാപ്പബിലിറ്റി ഉണ്ട് അത് നോക്കിയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, ഫണ്ട് ആ ഒരു ഡെറ്റിനെ യൂസ് ചെയ്ത് ഫിനാൻസ് ചെയ്യാനായിട്ട്. ദെൻ റീസണിലേക്ക് വരികയാണെങ്കിൽ ഡെറ്റ് കപ്പാസിറ്റി ഓഫ് എ കമ്പനി ഡിപ്പെൻഡ്സ് ഓൺ ഇറ്റ്സ് എബിലിറ്റി ടു ജനറേറ്റ് ക്യാഷ് ഫ്ലോസ്. ഇറ്റ് ഷുഡ് ജനറേറ്റ് ക്യാഷ് ഇനഫ് ടു പേ ലെൻഡേഴ്സ് ഫിക്സഡ് ചാർജസ് ആൻഡ് പ്രിൻസിപ്പൽ സം. അപ്പോൾ ഡെറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും, അവർക്ക് ക്യാഷ് ജനറേറ്റ് ചെയ്യാനുള്ള ഒരു ക്യാപ്പബിലിറ്റി. അതായത് അവർക്ക് ഒരു ഡെറ്റ് എടുക്കുകയാണ്, നമ്മൾ മറ്റൊരു ഡെറ്റ് ഫണ്ടിനെ ഡിപ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ അതിനുള്ള ഇൻട്രസ്റ്റും അവരുടെ ആ ഒരു പ്രിൻസിപ്പൽ എമൗണ്ടും തിരിച്ച് പേ ചെയ്യുവാനായിട്ടുള്ള ഒരു റിട്ടേൺ നമുക്ക് കിട്ടുമോ, അല്ലെങ്കിൽ എത്രത്തോളം നമുക്ക് ക്യാഷ് ഫ്ലോസ് ഉണ്ടോ, എങ്കിൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, പ്രോപ്പറായിട്ടൊരു ഡെറ്റ് ഫണ്ടിനെ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുക. സോ റീസൺ പറഞ്ഞിരിക്കുന്നതും എക്സാക്ട്ലി കറക്റ്റ് ആണ്. സോ നമുക്ക് അസേർഷനും റീസണും ശരിയാണെന്ന് പറയാം. നൗ ഇവിടുത്തെ മറ്റൊരു ക്വസ്റ്റൻ എന്താണ്, റീസൺ അസേർഷനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ്. റീസൺ അസേർഷനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? സി, റീസൺ എന്ന് പറയുന്നത് ഡെറ്റ് കപ്പാസിറ്റി എന്താണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അസേർഷനിൽ പറഞ്ഞിരിക്കുന്നത് ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് നമ്മൾ ഡെറ്റ് കപ്പാസിറ്റി നോക്കി ഡിറ്റർമിൻ ചെയ്യണം എന്നുള്ള, അല്ലെങ്കിൽ കമ്പനിയുടെ ഡെറ്റ് കപ്പാസിറ്റി നോക്കി നമ്മൾ ഡിറ്റർമിൻ ചെയ്യണം എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. സോ രണ്ടാമത്തെ പോയിന്റിൽ ഡെറ്റ് കപ്പാസിറ്റി എന്താണെന്നും പറഞ്ഞിരിക്കുന്നു. അപ്പം ഇത് ഈ അസേർഷൻ നമുക്ക് തന്നിരിക്കുന്നതിൻ്റെ ഒരു റീസൺ അല്ല നമ്മൾ റീസൺ ആയിട്ട് കാണുന്നത്. അതായത് ക്യാപിറ്റൽ സ്ട്രക്ചർ എന്തുകൊണ്ട് ഡെറ്റ് കപ്പാസിറ്റി നോക്കി ചെയ്യുന്നു, അല്ലെങ്കിൽ എന്തുകൊണ്ട് എന്നുള്ള ഉത്തരം നമുക്ക് റീസണിൽ കിട്ടുന്നില്ല, അല്ലേ? റീസണിൽ ജസ്റ്റ് പറയുന്ന എന്താണ് ഡെറ്റ് കപ്പാസിറ്റി എന്ന് മാത്രമാണ്. സോ നമുക്കിവിടെ പറയാൻ പറ്റുക അസേർഷൻ ആൻഡ് റീസൺ ബോത്ത് ആർ കറക്റ്റ് ആൻഡ് ആർ ഇവിടെ അസേർഷനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കത്തില്ല. ഓക്കെ, സോ നമുക്ക് ഓപ്ഷൻ വൈസ് നോക്കുകയാണെങ്കിൽ ഇവിടെ ഏത് ഓപ്ഷൻ ചൂസ് ചെയ്യാൻ പറ്റും? ഓപ്ഷൻ ബി, ബോത്ത് എ ആൻഡ് ആർ ആർ കറക്റ്റ് ബട്ട് ആർ ഇസ് നോട്ട് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് A. So correct answer will be option B. Moving to the sixth question. Which are the major factors that leads to capital rationing? So capital rationing എന്ന് പറയുന്ന സിറ്റുവേഷനിലേക്ക് എത്തുന്ന അല്ലെങ്കിൽ അതിലേക്ക് വരുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. സോ ക്യാപിറ്റൽ റേഷനിങ് എന്ന് പറയുന്ന ഈ ടേം നമുക്കറിയാം, നമ്മൾ ബിസിനസ് ഫിനാൻസിൽ ഡിസ്കസ് ചെയ്യുന്ന ഒരു ടേമാണ്. ഈ ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, ലിമിറ്റഡ് ഫണ്ടുകളെ നമ്മൾ എങ്ങനെ യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള റിസോഴ്സസ് ആയിരിക്കും, അല്ലെങ്കിൽ ലിമിറ്റഡ് ആയിട്ടുള്ള ഫണ്ടായിരിക്കും. ഇതിനെ നമ്മൾ പ്രോപ്പറായിട്ട് എങ്ങനെ അലോക്കേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. സോ ഓപ്ഷൻസിലേക്ക് നമുക്ക് വരാം. ഇംപെർഫെക്ഷൻ ഓഫ് ക്യാപിറ്റൽ മാർക്കറ്റ്, റിലക്റ്റൻസ് ടു ബ്രോഡൻ ഇക്വിറ്റി ഷെയർ ബേസ് ഫോർ ദ ഫിയർ ഓഫ് ലൂസിംഗ് കൺട്രോൾ, inability to manage, deficiencies in the market information which might affect the availability of capital, and we have efficiency of capital market. സോ നമ്മൾ ഈ ഒരു ക്യാപിറ്റൽ റേഷനിങ്ങിൻ്റെ ഫാക്ടേഴ്സിലേക്ക് നോക്കുകയാണെങ്കിൽ ക്യാപിറ്റൽ മാർക്കറ്റ് എഫിഷ്യൻ്റ് ആണ് എങ്കിൽ അങ്ങനെ ഒരു സിറ്റുവേഷൻ, അല്ലെങ്കിൽ അതുമായിട്ട് ക്യാപിറ്റൽ റേഷനിങ്ങിനെ നമുക്ക് കണക്ട് ചെയ്ത് പറയാനായിട്ട് പറ്റില്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു സിറ്റുവേഷനിലേക്ക് അത് വരില്ല എന്നുള്ളതാണ്. ആൻഡ് വെൻ യു ആർ കൺസിഡറിങ് ഓൾ അതർ ഓപ്ഷൻസ്, യെസ്, ഇതെല്ലാം എന്താണ്, ഒരു ക്യാപിറ്റൽ മാർക്കറ്റ് ഇംപെർഫെക്റ്റ് ആണ് എങ്കിൽ, അല്ലെങ്കിൽ നമുക്കവിടെ ഇക്വിറ്റി ഷെയർ നമുക്ക് വീണ്ടും ഇൻക്രീസ് ചെയ്യണമെന്നുണ്ട്, പക്ഷേ നമുക്ക് എന്താണ്, നമ്മുടെ കൺട്രോൾ ഡൈല്യൂട്ട് ആയി പോകും, കൂടുതൽ ആൾക്കാരിലേക്ക് അത് ഷെയർ ചെയ്ത് പോകും എന്നുള്ളൊരു തടസ്സമുണ്ട് എങ്കിൽ, അല്ലേ, നമുക്ക് ഫണ്ടില്ല, നമുക്ക് വീണ്ടും ഇക്വിറ്റി ഷെയറുകൾ ഇഷ്യൂ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പക്ഷേ ഇക്വിറ്റി ഷെയർ ഇനിയും ഇഷ്യൂ ചെയ്താൽ എന്താണ്, ഇനി പുതിയ കുറേ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് കൂടി വരും. സോ ഓൾറെഡി ഉള്ള ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിൻ്റെ കൺട്രോൾ എന്ത് ചെയ്യും, കുറയും. സോ അതുകൊണ്ട് തന്നെ അതിനൊരു തടസ്സമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അത് ചെയ്യാനായിട്ട്, അങ്ങനെ വീണ്ടും ഇക്വിറ്റി ഷെയറുകൾ ഇഷ്യൂ ചെയ്യാനായിട്ട് അവർ റിലക്റ്റൻ്റ് ആണ് എങ്കിൽ, അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ, മാർക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട ഇൻഫർമേഷൻസ് നമുക്ക് ധാരാളമായി കിട്ടുന്നില്ല എങ്കിൽ, അതിലൊരു ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ, ഇതെല്ലാം ക്യാപിറ്റൽ റേഷനിങ്ങിനൊരു സിറ്റുവേഷൻ തന്നെയാണ്. സോ നിങ്ങൾ ആ ഓപ്ഷൻ ഡി വരെയുള്ള ഓപ്ഷൻസ് നോക്കി എല്ലാം ഒരു നെഗറ്റീവ് എഫക്റ്റിലാണ് പറഞ്ഞിരിക്കുന്നത്, അല്ലേ, എക്സെപ്റ്റ് ഓപ്ഷൻ ഇ. സോ നമുക്കറിയാം ആ ബാക്കിയുള്ള ഓപ്ഷൻസ് എല്ലാം തന്നെയും വരും. സോ എ, ബി, സി, ഡി, യെസ്, ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി.
Now, moving to the seventh question. A spot sale of currency combined with the forward repurchase of same currency is called which one of the following? So, actually, നിങ്ങൾക്ക് ഈ ഒരു പെർട്ടിക്കുലർ പോയിന്റ് നമുക്ക് ഇന്റർനാഷണൽ ഫിനാൻസുമായിട്ടും കണക്ട് ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ ഫസ്റ്റ് യൂണിറ്റ് ആയിട്ടുള്ള ബിസിനസ് എൻവയോൺമെന്റ് ആൻഡ് ഇന്റർനാഷണൽ ബിസിനസ്സുമായിട്ടും കണക്ട് ചെയ്ത് പറയാവുന്ന ഒരു ഏരിയ ആണ്. സോ ഈ ഒരു പോയിന്റിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ്? സ്പോട്ട് സെയിൽ ഓഫ് കറൻസി വിച്ച് ഇസ് കമ്പൈൻഡ് വിത്ത് ഫോർവേഡ് റീപർച്ചേസ് ഓഫ് സെയിം കറൻസി. അതേ കറൻസിയാണ്, സെയിം കറൻസി ആണ് എങ്കിൽ അവിടെ എന്താണ് നടക്കുന്നത്? വിച്ച് ഇസ് ഇവിടെ നടക്കുന്ന രണ്ട് കറൻസികൾ, അതായത് സ്പോട്ട് സെയിൽ ഓഫ് കറൻസി കമ്പൈൻഡ് വിത്ത് ഫോർവേഡ് റീപർച്ചേസ് ഓഫ് സെയിം കറൻസി വിച്ച് ഇതിലേതാണ്? അപ്പോൾ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? എക്സ്ചേഞ്ച് ആണ് സംഭവിക്കുന്നത് അല്ലേ? സോ ഇവിടെ ഒരു സ്വാപ്പിങ്ങും നടക്കുന്നുണ്ട്, രണ്ട് കറൻസികൾ തമ്മിലാണ്, അത് നമ്മൾ സ്വാപ്പ് ചെയ്യുകയാണ്. സോ സ്വാപ്പാണ് ഏതായാലും ഓപ്ഷനിലേക്ക് വരിക. സോ സ്വാപ്പിലേക്ക് വരുമ്പം നമുക്ക് സ്വാപ്പ് റേറ്റും ഫോറെക്സ് സ്വാപ്പും ഉണ്ട്. സോ ഏതായിരിക്കും കറക്റ്റ് ആൻസർ? ഓപ്ഷൻ എ, ഫോറെക്സ് സ്വാപ്പ്. Moving to another question, arrange the following steps in the process of GDR issues. ഇതും ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് നമ്മുടെ ഫസ്റ്റ് യൂണിറ്റ് ആയിട്ടും അതുപോലെ തന്നെ ബിസിനസ് ഫിനാൻസുമായിട്ടും കണക്ട് ചെയ്ത് പറയാവുന്ന ഒരു ഏരിയ ആണ് GDR എന്ന് പറയുമ്പോൾ, വിച്ച് ഇസ് ഗ്ലോബൽ ഡെപ്പോസിറ്ററി റെസീപ്റ്റ്സ്. സോ ഇവിടെ നോക്കിയാൽ നമ്മളോട് പ്രോസസ്സ് അറേഞ്ച് ചെയ്യാനായിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഇവിടെ ചോദിച്ചിരിക്കുന്നത് GDRന്റെ ഇഷ്യൂമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു പ്രോസസ്സ് നിങ്ങൾ പ്രോപ്പറായിട്ട് അലോക്കേറ്റ് ചെയ്യണം. സോ നമുക്കതിൽ ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ ഓപ്ഷൻസുകൾ ഇങ്ങനെയായിരിക്കും നമുക്ക് തരിക, അതിനെ പ്രോപ്പറായിട്ട് നമ്മൾ അറേഞ്ച് ചെയ്യണം എന്നുള്ളതാണ്. ഓക്കെ, സോ ഓപ്ഷൻസിലേക്ക് വരികയാണെങ്കിൽ എ, രജിസ്ട്രേഷൻ വിത്ത് പ്രിസ്ക്രൈബ്ഡ് അതോറിറ്റി, ബി, അപ്പോയിൻമെന്റ് ആൻഡ് വെസ്റ്റിംഗ് ഓഫ് ഷെയർസ് വിത്ത് ദ കസ്റ്റോഡിയൻ, സി, അപ്രൂവൽ ഓഫ് റെഗുലേറ്ററി അതോറിറ്റീസ് ആൻഡ് ലിസ്റ്റിംഗ് ഓഫ് JDR, ആൻഡ് ഫൈനലി ഇറ്റ്സ് അബൌട്ട് GDR allotment. സോ ഫസ്റ്റ് ഓപ്ഷൻ എന്താണെങ്കിലും നമ്മൾ രജിസ്റ്റർ ചെയ്യണം അല്ലേ? സോ തീർച്ചയായിട്ടും ഫസ്റ്റ് എന്തേ വരുള്ളൂ? ഓപ്ഷൻ എ വരുള്ളൂ. നിങ്ങൾ ഓപ്ഷൻസിലേക്ക് നോക്കുകയാണെങ്കിൽ ഓപ്ഷൻ എ സ്റ്റാർട്ട് ചെയ്യുന്ന രണ്ട് ഓപ്ഷൻസ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. സോ ഓപ്ഷൻ എയും ഓപ്ഷൻ ഡിയും നിങ്ങൾക്ക് എലിമിനേറ്റ് ചെയ്യാം. ഓപ്ഷൻ ബിയോ ഓപ്ഷൻ സിയോ ആകും തീർച്ചയായിട്ടും ആൻസർ. ദെൻ അടുത്തയിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ രജിസ്റ്റർ ചെയ്തു, ഇനി നമുക്ക് എന്ത് ചെയ്യണം? അവരിൽ നിന്ന് അപ്രൂവൽ കിട്ടണം അല്ലേ? യെസ്. സോ നെക്സ്റ്റ് വൺ സി ആയിരിക്കണം. സോ രജിസ്ട്രേഷൻ ദെൻ അപ്രൂവൽ. സോ എ വരും ദെൻ സി വരും. അതിനുശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കസ്റ്റോഡിയനെ അപ്പോയിന്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. സോ വിച്ച് ഇസ് അബൌട്ട് ബി. സോ എ, സി, ബി. ദെൻ നമുക്ക് എന്തായിരിക്കും വരിക? ഇറ്റ് ഇസ് അബൌട്ട് GDR allotment. അലോട്ട് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്കത് ലിസ്റ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. സോ ഓപ്ഷൻ ഡി ആയിരിക്കണം ലാസ്റ്റ് വരുന്നത്. ഓപ്ഷൻ ഡിയിൽ എൻഡ് ചെയ്യണം, ഓപ്ഷൻ എയിൽ സ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ, സോ അങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരേ ഒരു ഓപ്ഷനേ എങ്ങനെയുള്ളൂ? എ, സി, ബി, ഇ, ഡി. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി. ഇതൊക്കെ നിങ്ങൾക്ക് അത്യാവശ്യം ഒരു ലോജിക്കലി യൂസേജ് ഒന്ന് ആലോചിച്ചാൽ തന്നെ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോസസ്സാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത് അല്ലേ? സോ യെസ്, സോ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി. Moving to the ninth question, which one of the following is false with respect to interest rate structure in the Indian money market? Again, Indian money മാർക്കറ്റുമായിട്ട് ബന്ധപ്പെട്ടാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഈ ടോപ്പിക്ക് നമുക്ക് കമ്പൈൻ ചെയ്ത് പറയാം. ഞാൻ ഓൾറെഡി പറഞ്ഞ ഇതും ബിസിനസ് ഫിനാൻസിലും അതുപോലെ തന്നെ ബാങ്കിങ്ങുമായിട്ടും നമുക്ക് കണക്ട് ചെയ്ത് പറയാവുന്ന ഒരു ടോപ്പിക്കാണ് ഇന്ത്യൻ മണി മാർക്കറ്റ് എന്ന് പറയുന്നത്. സോ നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത് തെറ്റായിട്ടുള്ള പോയിന്റ് ഇതിൽ നിന്ന് ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. A very tight liquidity position will increase call rates while excess liquidity will give fairly low stable rate. Correct ആണ് അല്ലേ? ഓപ്ഷൻ ബിയിലേക്ക് നോക്കിയേ. If the liquidity crunch of the bank is passed on to the system, it may lead to high volatility in the call rates. Yes, that is also correct. Call rates under normal liquidity condition are the cap rate for the term money market. Yes. So ഈ ഒരു സ്റ്റേറ്റ്മെന്റിലേക്ക് വന്നേ. Call rates under normal liquidity condition are the cap rate for the ആണോ? അതാണോ നമ്മൾ മണി മാർക്കറ്റിന്റെ ക്യാപ് റേറ്റ് ആയിട്ട് എടുക്കുന്നത്? നോ. സോ ഓപ്ഷൻ സി എന്ന് പറയുന്നത് തെറ്റാണ്. ആൻഡ് ഓപ്ഷൻ ഡിയിലേക്ക് വരികയാണെങ്കിൽ ഇൻ എ വോളറ്റൈൽ കോൾ മാർക്കറ്റ് സിറ്റുവേഷൻ ലെൻഡിംഗ് വിൽ yield higher return and by selling interbank participation the bank will have more money to play in the call market. Yes, that is also correct. So ഇതിൽ എന്തായിരിക്കും നിങ്ങൾ കറക്റ്റ് ആൻസർ ആയിട്ട് ചൂസ് ചെയ്യേണ്ടത്? ഇതിൽ തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ്. സോ വിച്ച് ഇസ് ഓപ്ഷൻ സി. Moving to the 10th question, break-even point is not affected with the changes in which one of the following? So break-even pointനെ അഫക്റ്റ് ചെയ്യില്ലാത്തത് ഇതിലേതാണെന്നുള്ളതാണ്. സെയിൽസ് പെർ യൂണിറ്റ്, സെയിൽസിൽ ചേഞ്ച് വരികയാണ്. ഓഫ് കോഴ്സ് അത് break-even pointനെ എഫക്റ്റ് ചെയ്യും. ആൻഡ് കാരണം നമ്മൾ PV റേഷ്യോ ഒക്കെ കണ്ടുപിടിക്കുമ്പോൾ അതിൽ ചേഞ്ച് വരും അല്ലേ? ദെൻ വേരിയബിൾ കോസ്റ്റ്, യെസ്, അതിലും ചേഞ്ച് വന്നാൽ തീർച്ചയായിട്ടും break-even pointനെ അത് എഫക്റ്റ് ചെയ്യും.
യൂണിറ്റ് സോൾഡ്, നിങ്ങൾ എത്രത്തോളം വിൽക്കുന്നുണ്ട് എന്നുള്ള ആ ഒരു യൂണിറ്റ്സിൽ ചേഞ്ച് വന്നാൽ അത് എഫക്റ്റ് ചെയ്യുമോ? ഉറപ്പായിട്ടും എഫക്റ്റ് ചെയ്യത്തില്ല. ജസ്റ്റ് നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ഇക്വേഷൻ അറിയാമെങ്കിൽ തന്നെ നിങ്ങൾക്ക് വളരെ ഈസി ഇത് ആൻസർ ചെയ്യാം. നമുക്കറിയാം ബ്രേക്ക് ഈവൻ പോയിന്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡ് ബൈ പി വി റേഷ്യോ ആണ് അല്ലേ? അല്ലെങ്കിൽ നിങ്ങൾ യൂണിറ്റ്സിലാണ് കണ്ടുപിടിക്കുന്നതെങ്കിൽ ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡ് ബൈ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ്. സോ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ സെയിൽസിലോ വേരിയബിൾ കോസ്റ്റിലോ ചേഞ്ച് വന്നാൽ അതിൽ മാറ്റം വരും. സോ സെയിൽസും വേരിയബിൾ കോസ്റ്റിലും പെർ യൂണിറ്റ് കോസ്റ്റിലും ചേഞ്ച് വന്നാൽ ഉറപ്പായിട്ടും അവിടെ മാറ്റം വരും. അതുപോലെ തന്നെ ഫിക്സഡ് കോസ്റ്റിൽ എന്തെങ്കിലും മാറ്റം വരികയാണെങ്കിൽ അതും എന്ത് ചെയ്യും? ബ്രേക്ക് ഈവൻ പോയിന്റിനെ എഫക്റ്റ് ചെയ്യും. പക്ഷേ എത്ര യൂണിറ്റ്സ് സെല് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ബ്രേക്ക് ഈവൻ പോയിന്റിൽ വരുത്തുന്ന ഒരു ചേഞ്ച് അല്ല. ഓക്കെ, സോ നമുക്ക് തീർച്ചയായിട്ടും പറയാം കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ സി. 11th question, answer the correct material usage variance from information given below. So standard material cost for manufacturing 1000 units of an output of 400 kgs of material at rupees 2.50 per kg. When 2000 units are produced, it found that the actual consumption was 825 kgs materials at price of 2.70 per kg. സോ നമുക്കറിയാം അക്കൗണ്ടിങ് ആൻഡ് ഓഡിറ്റിംഗ് എന്ന് പറയുന്ന യൂണിറ്റിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ആൻഡ് ഇവിടെ ചോദിച്ചിരിക്കുന്നത് മെറ്റീരിയൽ യൂസേജ് വേരിയൻസ് അല്ലെങ്കിൽ മെറ്റീരിയൽ ക്വാണ്ടിറ്റി വേരിയൻസ് കാൽക്കുലേറ്റ് ചെയ്യാനാണ്. സോ നിങ്ങൾക്ക് ഇക്വേഷൻ അറിയാമെങ്കിൽ വളരെ ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാവുന്ന ഒരു ഏരിയ ആണ്. നമ്മൾ ഓൾറെഡി തന്നെ മെറ്റീരിയൽ വേരിയൻസ് ഒക്കെ എന്താണെന്നുള്ളത് ഡിസ്കസ് ചെയ്തിരുന്നതായിരുന്നു. സോ ഈ ഒരു ക്വസ്റ്റ്യനിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, നമുക്ക് ഇതിൻ്റെ ഒരു കാൽക്കുലേഷനുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് വേണ്ടുന്ന ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആക്ച്വൽ പ്രൈസ് വേണം, സ്റ്റാൻഡേർഡ് പ്രൈസ് വേണം, ആക്ച്വൽ ക്വാണ്ടിറ്റി, സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി, ഇത്രയും ഐഡൻറ്റിഫൈ ചെയ്താൽ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ഇതിൻ്റെ ഒരു കാൽക്കുലേഷനിലേക്ക് വരാം. ഓക്കെ, സോ യെസ്, ഞാനിവിടെ ജസ്റ്റ് ഡയറക്റ്റ് ആൻസർ മാത്രമാണ് പറയുന്നത്. ഓൾറെഡി പറഞ്ഞ പോലെ ഇതിൻ്റെ കാൽക്കുലേഷൻ ഇതെങ്ങനെ ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മറ്റൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ ഇത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഓപ്ഷൻ ഡി ആയിരിക്കും. 62.50 അഡ്വേഴ്സ് ആണ്. സോ നമുക്ക് നെഗറ്റീവ് ആയിട്ടുള്ള ആൻസർ ആണ് കിട്ടുന്നത്. സോ 62.50 അഡ്വേഴ്സ് ആയിരിക്കും ആൻസർ. സോ മൂവിങ് ടു ദ 12th question. എഗെയിൻ നിങ്ങൾക്ക് ചോദിച്ചിരിക്കുന്ന അക്കൗണ്ടിങ്ങിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്, വിച്ച് ഇസ് റിലേറ്റഡ് ടു മാർജിനൽ കോസ്റ്റിംഗ്. വളരെ പ്രധാനപ്പെട്ട ഒരു കോസ്റ്റിംഗ് ടെക്നിക്കാണ്. സോ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും വാലിഡ് ആയിട്ടുള്ള വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡിസിഷൻ ചോയ്സസ് ആർ വാലിഡ് ഇൻ റിലേഷൻ ടു മാർജിനൽ കോസ്റ്റിംഗ്. മാർജിനൽ കോസ്റ്റിംഗുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ശരിയായി എന്ന് പറയാവുന്ന സ്റ്റേറ്റ്മെൻറ്റ്സുകളാണ് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്. മുമ്പേ പറഞ്ഞ പോലെ തന്നെ നമുക്കിവിടെ ഒരു കോമ്പിനേഷൻ ഓഫ് ആൻസേഴ്സ് ആണ് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടതായിട്ടുള്ളത്. ഓക്കെ, സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റിലേക്ക് വരാം. കോസ്റ്റിംഗ് സ്പെഷ്യൽ ഓർ വൺ ഓഫ് ഓപ്പർച്യൂണിറ്റീസ്. യെസ്, നമുക്കിതൊരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് കോസ്റ്റിംഗ് മെത്തേഡാണ് നമ്മൾ പറയാറുണ്ട് അല്ലേ. സോ നമുക്കൊരു പെർട്ടിക്കുലർ ഡിസിഷനൊക്കെ എടുക്കാൻ, ഇപ്പോൾ ഒരു പെർട്ടിക്കുലർ പ്രൊഡക്റ്റ് ആണെങ്കിൽ അത് പർച്ചേസ് ചെയ്യണോ വേണ്ടയോ, നമ്മൾ ലീസിന് എടുക്കണോ തുടങ്ങിയ ഒരു വിച്ച് ഇസ് ബെസ്റ്റ് എന്നൊരു ഓൾട്ടർനേറ്റീവ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ എപ്പോഴും നല്ലൊരു മെത്തേഡാണ് മാർജിനൽ കോസ്റ്റിംഗ്. സോ തീർച്ചയായിട്ടും നിങ്ങളുടെ ഓപ്ഷനിൽ വരണം എന്നുള്ളതാണ്. വാട്ട് അബൌട്ട് ബി ഡിസൈഡിങ് വെദർ ടു മേക്ക് ഓർ ബൈ എ പ്രൊഡക്റ്റ്. നിങ്ങളൊരു പ്രൊഡക്റ്റ് നിങ്ങളുടെ കമ്പനിയിൽ തന്നെ നിങ്ങൾ മാനുഫാക്ചർ ചെയ്യുകയാണോ നല്ലത്, അതെയോ മറ്റൊരിടത്ത് നിങ്ങൾ പർച്ചേസ് ചെയ്യുകയാണോ നല്ലത്, ഏതാണ് നിങ്ങൾക്ക് ബെനിഫിഷ്യൽ? യെസ്, സോ ദാറ്റ് ഈസ് ഓൾസോ അതും മാർജിനൽ കോസ്റ്റിങ്ങിൻ്റെ ഒരു ആപ്ലിക്കേഷൻ തന്നെയാണ്. സോ ബിയും തീർച്ചയായിട്ടും വരണം. വാട്ട് അബൌട്ട് സി മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ടെക്നിക് ബിക്കോസ് ആപ്ലിക്കേഷൻ ഓഫ് മോർ ഓട്ടോമേഷൻ ഇൻ ഇൻഡസ്ട്രി. മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ടെക്നിക്ക് തന്നെയാണ്, പക്ഷെ അവരതിന് റീസൺ പറഞ്ഞിരിക്കുന്നത് നമ്മൾ ഇൻഡസ്ട്രിയിലുള്ള അല്ലെങ്കിൽ കുറച്ചുകൂടി ഓട്ടോമേഷൻ നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നു എന്നതുകൊണ്ടാണ്. അങ്ങനെ ഒരു പോയിന്റ് നമുക്ക് മാർജിനൽ കോസ്റ്റിംഗുമായിട്ട്, മാർജിനൽ കോസ്റ്റിംഗ് എന്ന് പറയുന്നത് എക്സാക്റ്റ് ആപ്ലിക്കേഷനാണ്. നമ്മളിവിടെ ചെയ്യുന്നത് എന്താണ്, നമ്മൾ കോസ്റ്റിങ്ങിൻ്റെ പല രീതിയിൽ നമ്മളതിനെ അനലൈസ് ചെയ്യാണ്. കോസ്റ്റിംഗ് ബെനിഫിഷ്യൽ ആണോ അല്ലയോ തുടങ്ങിയ കാര്യങ്ങൾ. സോ സി എന്ന് പറയുന്ന ഒരു ഓപ്ഷനെ നമുക്ക് ആക്ച്വലി ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് പറ്റത്തില്ല എന്നുള്ളതാണ്. ഓക്കെ, ദെൻ കമ്മിങ് ടു ഓപ്ഷൻ ഡി, ചൂസിങ് ബിറ്റ്വീൻ കോമ്പീറ്റിംഗ് ഓൾട്ടർനേറ്റീവ് ആക്ഷൻ. യെസ്, രണ്ടെണ്ണത്തിൽ ഏതാ ബെറ്റർ എന്ന് നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ എപ്പോഴും നല്ലതായിരിക്കും മാർജിനൽ കോസ്റ്റിംഗ്. ആൻഡ് ഫൈനലി ഇറ്റ് ഈസ് അബൌട്ട് എംപ്ലോയിങ് എ പെനട്രേഷൻ ഓർ ഡിസ്ട്രോയർ പ്രൈസിങ് സ്ട്രാറ്റജി. നിങ്ങൾക്ക് പ്രൈസൊക്കെ ഫിക്സ് ചെയ്യാൻ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള, നമുക്ക് കോസ്റ്റ് എത്രയാണ് എന്നുള്ളത് പ്രോപ്പറായിട്ട് അറിയാമെങ്കിലാണ് നമുക്ക് പ്രോപ്പറായിട്ട് പ്രൈസ് സെറ്റ് ചെയ്യാൻ പറ്റുക. സോ നമുക്ക് പെനട്രേഷൻ പ്രൈസിങ് ആണോ, ഏത് തരത്തിലുള്ള പ്രൈസിങ് ആണ്, പെനട്രേഷൻ, സ്കിമ്മിങ് പോലെയുള്ള പ്രൈസിങ്ങുകളെ കുറിച്ച് നമ്മൾ ഇക്കണോമിക്സിലും അതുപോലെ തന്നെ നമ്മുടെ മാർക്കറ്റിങ്ങിലും ഒക്കെ നമ്മൾ പഠിക്കുന്ന ഒരു ടോപ്പിക്കാണ്. സോ ഏത് പ്രൈസിങ് സ്ട്രാറ്റജി നമുക്ക് യൂസ് ചെയ്യാം തുടങ്ങിയ കാര്യങ്ങൾ അറിയുവാനും നമുക്ക് ഒരു മാർജിനൽ കോസ്റ്റിംഗ് യൂസ് ചെയ്യാൻ പറ്റും. സോ എ, ബി, ഡി, ഇ ഇത്രയുമാണ് ഓപ്ഷനിൽ വരേണ്ടത്. യെസ്, ആൻഡ് കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ, ബി, ഡി, ഇ. ഓക്കെ,
മൂവിങ് ടു ക്വസ്റ്റ്യൻ നമ്പർ 13. ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് 2 ലിസ്റ്റുകളാണ് ഉള്ളത്. ഇതും നമുക്കറിയാം ചോദിച്ചിരിക്കുന്നത് അക്കൗണ്ടിങ് മൊഡ്യൂളിൽ നിന്നാണ്. സോ എപ്പോഴും നമ്മൾ പറയാറുള്ളതാണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സുകൾ മാച്ച് ദ ഫോളോയിങ് ആയിട്ട് ചോദിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്ന്. സോ ഈ ഒരു എക്സാമിനും അവർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമ്മളോട് ചോദിച്ചിരിക്കുന്ന ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡുകൾ 1, 12, 24, 38 ആണ്. സോ വളരെ സിമ്പിളാണ്, നമുക്കെല്ലാം തന്നെയും അറിയാവുന്നതാണ്, വളരെ പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിരുന്നതാണ്. സോ ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 1 എന്ന് പറയുമ്പോൾ എന്തുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കും? വിച്ച് ഇസ് റിലേറ്റഡ് ടു പ്രസൻറ്റേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. സോ A4 അറിയാമെങ്കിൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യാമായിരുന്നോ? ഇല്ല, A4 ഉള്ള 2 ഓപ്ഷൻസ് ഉണ്ട്. സോ നമുക്ക് വീണ്ടും തിരിച്ചു വരാം. ദെൻ B, ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 12 എന്ന് പറയുന്നത് എന്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്? വിച്ച് ഇസ് റിലേറ്റഡ് ടു ഇൻകം ടാക്സ്. സോ A4 കിട്ടി, B2 കിട്ടി. A4, B2. A4, B2 ഉള്ള എത്ര ഓപ്ഷൻസ് ഉണ്ട്? A4, B2 ഉള്ള A4, B1 ആണ് അല്ലേ? A4 ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 12 എന്ന് പറയുന്നത് നമുക്ക് ഇൻകം ടാക്സുമായിട്ടല്ലേ കണക്ട് ചെയ്യാൻ പറ്റുക. സോ B1 എന്നാണ് വരേണ്ടത്. സോ A4, B1 ഉള്ള ഒരു ഓപ്ഷനേ ഉള്ളൂ. ഓക്കെ, ദെൻ വി ഹാവ് ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 24. 24 റിലേറ്റഡ് പാർട്ടി ഡിസ്ക്ലോഷേഴ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. ആൻഡ് 38 വെരി സിമ്പിൾ, വിച്ച് ഇസ് റിലേറ്റഡ് ടു ഇൻടാഞ്ചിബിൾ അസറ്റ്സ്. സോ നമുക്ക് പ്രോപ്പറായിട്ട് മാച്ച് ചെയ്യാൻ പറ്റും. A4, B1, C2 and D3. Okay, so yes, correct answer ഏതാണ്? Option B. Moving to another question, which of the following are key features of prudent accounting concepts and convention? See, accounting വളരെ ബേസിക് ആയിട്ടുള്ള ടോപ്പിക്കിൽ നിന്നുള്ള ക്വസ്റ്റൻ ആണ് ചോദിച്ചിരിക്കുന്നത്. സോ ഈ ഒരു ഷിഫ്റ്റിൽ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഒരു അക്കൗണ്ടിങ് കോൺസെപ്റ്റ്സിൻ്റെ അല്ലെങ്കിൽ കൺവെൻഷൻ്റെ ഫീച്ചേഴ്സുകളെ കുറിച്ചിട്ടാണ്. നമ്മളവിടെ എക്സാമിന് മണി മെഷർമെൻറ്റ് കോൺസെപ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് മറ്റൊരു ഷിഫ്റ്റ് 1 ഒരു ക്വസ്റ്റ്യൻ നമ്മൾ കണ്ടതാണ്. സോ ഏകദേശം ഒരേ ടോപ്പിക്കുകൾ അവർ പല ഷിഫ്റ്റുകൾ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. സോ ഈ ഒരു ടോപ്പിക്ക് വളരെ പ്രധാനപ്പെട്ടാണ്. പലപ്പോഴും ബേസിക്സ് ആയിട്ടുള്ള ടോപ്പിക്കുകളല്ലേ, വളരെ സിമ്പിൾ അല്ലേ, നമുക്കറിയാവുന്നതാണ്, അല്ലെങ്കിൽ ആ ഒരു ടോപ്പിക്കിൽ നിന്ന് ക്വസ്റ്റ്യൻസ് കുറവായിരിക്കും എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വളരെ ഈസി ആയിട്ട് സ്കിപ്പ് ചെയ്ത് കളയുന്ന ഏരിയാസാണ് ഈ ബേസിക്സ് ഓഫ് അക്കൗണ്ടിങ് എന്നൊക്കെ പറയുന്നത്. പക്ഷേ ബേസിക്സ് ഓഫ് അക്കൗണ്ടിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട് എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. സോ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യനിലേക്ക് വരാം. ഇവിടെ ചോദിച്ചിരിക്കുന്നത് അക്കൗണ്ടിങ് കോൺസെപ്റ്റ്സിൻ്റെയും കൺവെൻഷൻ്റെയും ബേസിക് ആയിട്ടുള്ള ഫീച്ചേഴ്സുകളാണ്. സോ ഇവിടെയും ഞാൻ തൊട്ട് മുമ്പ് പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് കോമ്പിനേഷൻ ഓഫ് ആൻസേഴ്സ് ആണ് ചൂസ് ചെയ്യുക എന്നുള്ളത്. സോ നമുക്ക് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റിലേക്ക് വരാം. ഇറ്റ് ഇൻക്ലൂഡ്സ് റവന്യൂസ് ആൻഡ് പ്രോഫിറ്റ് ഇൻ ദ അക്കൗണ്ട്സ് വെൻ ദേ ആർ റിയലൈസ്ഡ്. യെസ്, നമ്മൾ കോൺസെപ്റ്റുകളിൽ ഡിസ്ക്ലോസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന എന്താണ്? റവന്യൂവിനെ കുറിച്ചും പ്രോഫിറ്റിനെ കുറിച്ചും. നമ്മൾ എപ്പോൾ അത് റിയലൈസ് ചെയ്യുന്നുണ്ട്, അപ്പോൾ നമ്മളതിനെ റവന്യൂ ആയിട്ടും പ്രോഫിറ്റ് ആയിട്ടും ഇൻക്ലൂഡ് ചെയ്യണം എന്ന് പറയും. യെസ്, അത് കോൺസെപ്റ്റാണ് അല്ലേ? യെസ്. ഇറ്റ് പ്രിവെൻറ്റ്സ് പ്രോഫിറ്റ് ഫ്രം ബീയിങ് ഓവർ സ്റ്റേറ്റഡ്. യെസ്, നമ്മൾ ഈ പറയുന്ന ക്ലോസിംഗ് സ്റ്റോക്കിനെയൊക്കെ നമ്മളിപ്പോൾ പറയുന്ന പോലെ നമ്മളെപ്പോഴും പറയാറുണ്ട് മാർക്കറ്റ് പ്രൈസ് ഓർ അതിൻ്റെ കോസ്റ്റ് പ്രൈസ് ഏതാണോ കുറഞ്ഞ എമൗണ്ട് അതിൽ വേണം കാണിക്കാമെന്ന്. നമ്മൾ കൂടിയൊരു എമൗണ്ടിൽ കാണിച്ചാൽ എന്താണ് സംഭവിക്കുന്നത്? നമുക്ക് കൂടുതലായിട്ട് പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്യും, പക്ഷെ അതിനൊരു ബെനിഫിറ്റ് നമുക്ക് ആക്ച്വലി ഉണ്ടാകുന്നില്ല. അപ്പോൾ അത് ശരിക്കും ഒരു ഓവർ സ്റ്റേറ്റ്മെൻ്റ് ആണ്. സോ അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഒക്കെ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും നിങ്ങൾ പ്രോപ്പറായിട്ട് കോൺസെപ്റ്റുകളും കൺവെൻഷനും ഒക്കെ ഫോളോ ചെയ്യുന്നുണ്ട് എങ്കിൽ. സോ B തീർച്ചയായിട്ടും ഓപ്ഷനിൽ വരും. സി, ഇറ്റ് പ്രിവെൻറ്റ്സ് എ ട്രേഡർ ഫ്രം മോർ വിഡ്രോയിങ് ഫ്രം ദ ബിസിനസ് ദാൻ ഈസ് വൈസ്. സോ ഒരു ട്രേഡറിനെ സംബന്ധിച്ചിടത്തോളം അയാൾ ഇതെങ്ങനെ ഹെൽപ്പ് ചെയ്യും എന്നാണ് പറയുന്നത്? ഫ്രം മോർ വിഡ്രോയിങ് ഫ്രം ദ ബിസിനസ് ദാൻ ഈസ് വൈസ്. അതായത് കൂടുതലായിട്ട് അയാൾ എവിടെ ഡിപ്പെൻഡ് ചെയ്യുന്നതാണ് ബെറ്റർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇറ്റ്സ് അബൌട്ട് ഹിസ് ബിസിനസ്. അയാളുടെ ബിസിനസ്സിന് തന്നെ ഡിപ്പെൻഡ് ചെയ്യുന്നതാണ് നല്ലത് അല്ലേ? സോ യെസ്, സോ സിയും നമുക്ക് പറയാനായിട്ട് സാധിക്കും. മാനേജറിയൽ എഫിഷ്യൻസിയും എക്സ്പെർട്ടൈസും ഒന്നും നമുക്കിവിടെ അറിയുവാനായിട്ടുള്ള ടൂൾസോ ടെക്നിക്സുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. അതുപോലെ തന്നെ കസ്റ്റമർ റിലേഷൻ അറിയാവുന്ന കാര്യങ്ങളും നമുക്ക് ഈ ഒരു കോൺസെപ്റ്റിലോ കൺവെൻഷനോ ഇല്ല. സോ ഡിയും ഇയും ഉറപ്പായിട്ടും വരരുത്, മറ്റ് ഓപ്ഷൻസ് ഉറപ്പായിട്ടും വരികയും ചെയ്യണം. സോ ഓപ്ഷൻസിലേക്ക് വരികയാണെങ്കിൽ യു വിൽ ഹാവ് ഓപ്ഷൻ A, B, C. Yes, option A, B, C. Correct answer is option D. Moving to 15th question. In fund flow statement, which one of the following is not a valid statement? Valid അല്ലാത്ത ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റുമായിട്ട് സംബന്ധിച്ച് നമുക്ക് ശരിയാണെന്ന് പറയാൻ പറ്റാത്ത സ്റ്റേറ്റ്മെൻ്റ് ആണ് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്. ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ടു നോ ടോട്ടൽ സോഴ്സസ് ആൻഡ് ദെയർ യൂസസ് ഇൻ ആൻ ഇയർ. യെസ്, ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് എന്താണ്? സോഴ്സസ് ആൻഡ് ആപ്ലിക്കേഷൻ ആണ്, അല്ലെങ്കിൽ സോഴ്സസ് ആൻഡ് യൂസസ് ആണ്. എവിടെ നിന്നൊക്കെ നമുക്ക് ഫണ്ട് കിട്ടി, ആ ഫണ്ടിനെ നമ്മൾ എന്തിനൊക്കെ യൂസ് ചെയ്തു. കറക്റ്റ് ആണ്. ഡിവിഡൻഡ് റിസീവ്ഡ് ഇസ് എ സോഴ്സ് ഓഫ് ഫണ്ട്. ഡിവിഡൻഡ് റിസീവ്ഡ് എന്ന് പറഞ്ഞാൽ അതൊരു സോഴ്സ് ഓഫ് ഫണ്ട് ആണ്. ഡിവിഡൻഡ് പെയ്ഡ് ആണെങ്കിൽ വിച്ച് ഇസ് ആൻ ആപ്ലിക്കേഷൻ.
സോ ബിയും ശരിയാണ്. സി, ഇറ്റ്സ് പ്രിപ്പറേഷൻ ഇസ് അറ്റ് ദ ഡിസ്ക്രിപ്ഷൻ ഓഫ് മാനേജ്മെന്റ്. യെസ്, ഇതിന്റെ പ്രിപ്പറേഷൻ കമ്പൽസറി ഒന്നുമല്ല, മാനേജ്മെന്റ് അവരുടെ താല്പര്യപ്രകാരം പ്രിപ്പയർ ചെയ്യുന്നതാണ്. യെസ്, സോ സിയും നമുക്ക് പറയാം. ഇറ്റ് ഈസ് യൂസ്ഫുൾ ഫോർ എക്സ്റ്റേണൽ ഫിനാൻഷ്യൽ മാനേജ്മെന്റ്. അല്ല, ഇത് ആക്ച്വലി പ്രിപ്പയർ ചെയ്യുന്നത് കമ്പനിയുടെ ഇഷ്ടത്തിനാണ്, നിർബന്ധമായിട്ടും പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിട്ടല്ല. സോ അതിൻ്റെ പർപ്പസ് എന്തായിരിക്കും? ഇന്റേണൽ മാനേജ്മെന്റ് ആണ്, നോട്ട് അറ്റ് ഓൾ ഫോർ എക്സ്റ്റേണൽ മാനേജ്മെന്റ്. സോ ഡി ആണ് നമുക്ക് തെറ്റായിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻ. സോ കറക്റ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റൻ ഇസ് ഓപ്ഷൻ ഡി. So moving to question number 16, written plan containing the details regarding the conduct of a particular audit is called. So again, accounting and auditing എന്ന് പറയുന്ന യൂണിറ്റിലെ ഓഡിറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് വളരെ സ്പെസിഫിക് ആൻഡ് ഡയറക്റ്റ് ക്വസ്റ്റൻ ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. സോ ഒരു പെർട്ടിക്കുലർ ഓഡിറ്റുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടൊരു പ്ലാൻ ആയിട്ട് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നതിനെ, അല്ലെങ്കിൽ അത് നമ്മൾ എവിടെയാണ് അങ്ങനെ ചെയ്യുന്നത്, അതിനെ നമ്മൾ എന്തെന്ന് പറയും? അതിനെ നമ്മൾ പറയാം ഓഡിറ്റ് പ്രോഗ്രാം എന്നാണ്. വളരെ ഡയറക്റ്റ് ക്വസ്റ്റൻ ആണ്, വിച്ച് ഇസ് option. Correct answer option D ആണ്. Okay. So moving to question number 17, what will be the sequence of step involved in net benefit model of human resource accounting? So again, accounting യൂണിറ്റിൽ നിന്ന് തന്നെയുള്ള ഒരു ക്വസ്റ്റൻ ആണ്. സോ അക്കൗണ്ടിങ്ങിൽ പല തരത്തിലുള്ള അക്കൗണ്ടിങ് ഉണ്ട്. അതിൽ ഇപ്പോൾ വളരെ പ്രാമുഖ്യമുള്ള അക്കൗണ്ടിങ് ആണ് ഹ്യൂമൻ റിസോഴ്സ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ഹ്യൂമൻ റിസോഴ്സിൻ്റെ വാല്യൂ, അവരുടെ പേയ്മെൻറ്റ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് നമ്മളിവിടെ അനലൈസ് ചെയ്യുക. സോ അതിന് യൂസ് ചെയ്യുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മോഡലാണ് നെറ്റ് ബെനിഫിറ്റ് മോഡൽ എന്ന് പറയുന്നത്. സോ ഇത് യൂസ് ചെയ്തിട്ടുള്ള ഒരു പ്രോസസ്സിനെ നമ്മളൊന്ന് സ്റ്റെപ്പ് വൈസ് അറേഞ്ച് ചെയ്യാനായിട്ടാണ് ക്വസ്റ്റൻ. സോ നമുക്ക് സ്റ്റെപ്പ് വൈസ് ഉള്ള ഓപ്ഷൻസും ഇവിടെ അവൈലബിൾ ആണ്. ഓക്കെ, സോ ഈ ഒരു ക്വസ്റ്റ്യനിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിലേക്ക് വരികയാണെങ്കിൽ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? നമ്മളതിൻ്റെ ഗ്രോസ് വാല്യൂ, ഓക്കെ, ആ ഒരു സർവീസിൻ്റെ ഗ്രോസ് വാല്യൂ ഡിറ്റർമിൻ ചെയ്യുക എന്നുള്ളതാണ്. സോ അതാണ് ഓപ്ഷൻ എ ആയിരിക്കണം ഫസ്റ്റ് ആയിട്ട് വരേണ്ടത്. ദ ഗ്രോസ് വാല്യൂ ഓഫ് സർവീസ് ടു ബി റെൻറ്റേർഡ് ഇൻ ഫ്യൂച്ചർ ബൈ ദ എംപ്ലോയി ഇൻ ദെയർ ഇൻഡിവിജ്വൽ ആസ് വെൽ കളക്റ്റീവ് കപ്പാസിറ്റീസ് ഡിറ്റർമിൻഡ്. അതായത് അവർക്ക് ചെയ്യാൻ പറ്റുന്ന, അവരെ നമ്മളിവിടെ അപ്പോയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരെ കൊണ്ട് ചെയ്യാവുന്ന, അവരിൽ നിന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന സർവീസ്, അതിൻ്റെ വാല്യൂ ആണ് നമ്മൾ ആദ്യം കണ്ടുപിടിക്കുക, വിച്ച് ഇസ് ഓപ്ഷൻ എ. സോ സ്റ്റാർട്ട് ചെയ്യേണ്ടത് എയിലായിരിക്കണം. എയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന എത്ര ഓപ്ഷൻ ഉണ്ടെന്ന് നോക്കി, 3 ഓപ്ഷൻസ് ഉണ്ട്. ആൻഡ് സി, നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും എല്ലാ ഓപ്ഷനും ഇയിലാണ് എൻഡ് ചെയ്തിരിക്കുന്നത്. അതായത് ആ പ്രോസസ്സിൻ്റെ എൻഡ് എന്ന് പറയുന്നത് ഇ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കും. ഓക്കെ, സോ ഇവിടെ നമുക്ക് ഓപ്ഷൻ ഡി എലിമിനേറ്റ് ചെയ്യാം, ബാക്കിയുള്ള ഓപ്ഷൻസ് ഒക്കെ എവിടെ നിൽക്കട്ടെ. സോ നമുക്ക് വീണ്ടും സ്റ്റേറ്റ്മെൻറ്റിലേക്ക് തിരിച്ചു വരാം. സോ നമ്മൾ ഫസ്റ്റ് ഗ്രോസ് വാല്യൂ ഡിറ്റർമിൻ ചെയ്തു. അടുത്തായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ? വാല്യൂ ഓഫ് ഫ്യൂച്ചർ പേയ്മെൻറ്റ് ടു ദ എംപ്ലോയീസ് ഡിറ്റർമിൻഡ്. ഈ ഒരു എംപ്ലോയിയെ നമ്മളിവിടെ ഹയർ ചെയ്താൽ അയാൾക്ക് കൊടുക്കേണ്ടി വരുന്ന ഫ്യൂച്ചർ പേയ്മെൻറ്റുകൾ നമ്മൾ ഡിറ്റർമിൻ ചെയ്യണം. സോ എ, അതിനുശേഷം എന്ത് വരും? ഡി വരും. ദെൻ ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? എക്സസ് ഓഫ് ദ വാല്യൂ ഓഫ് ഫ്യൂച്ചർ, നമ്മൾ അവരുടെ വാല്യൂ ഡിറ്റർമിൻ ചെയ്തു, ഗ്രോസ് വാല്യൂ ഡിറ്റർമിൻ ചെയ്തു, അവർക്ക് കൊടുക്കേണ്ടി വരുന്ന പേയ്മെൻറ്റും നമ്മൾ നോക്കി. ഇനി ഇതിൽ എന്തെങ്കിലും എക്സസ് ഉണ്ടോ, എക്സസ് എമൗണ്ട് ഉണ്ടോ എന്നുള്ളത് നമ്മൾ ഡിറ്റർമിൻ ചെയ്യണം. ദാറ്റ് ഈസ് ഓപ്ഷൻ ബി. അതിനുശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടത്? അതിനുശേഷം നമ്മൾ ചെയ്യുക പ്രസൻറ്റ് വാല്യൂ നമ്മൾ കണ്ടുപിടിക്കണം. അത് പ്രസൻറ്റ് വാല്യൂ ഓഫ് നെറ്റ് ബെനിഫിറ്റ്. ഈ ഒരു എക്സസ് എമൗണ്ടിനെയാണ് നമ്മൾ നെറ്റ് ബെനിഫിറ്റ് എന്ന് പറയുന്നത്. സോ അങ്ങനെ എക്സസ് ആയിട്ടുള്ള എമൗണ്ടിനെ നമ്മൾ ഡിസ്കൗണ്ട് റേറ്റ് വെച്ചിട്ട്, നമ്മൾ ഓൾറെഡി ഫിക്സ് ചെയ്തിരിക്കുന്ന ഡിസ്കൗണ്ട് റേറ്റ് വെച്ചിട്ട് അതിനെ എന്ത് ചെയ്യണം? അതിൻ്റെ പ്രസൻറ്റ് വാല്യൂ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. ദാറ്റ് ഈസ് ഓപ്ഷൻ സി. ആൻഡ് ഫൈനലി നമുക്കറിയാം എന്തായിരിക്കും നമുക്ക് കിട്ടുക? ഓപ്ഷൻ ഇ, ദ എമൗണ്ട് കാൽക്കുലേറ്റഡ് അണ്ടർ സി will be the value of the human resource to the organization. So നമുക്ക് ഈ കിട്ടുന്ന കാൽക്കുലേഷൻ വഴി നമുക്ക് കിട്ടുന്ന ഉത്തരമായിരിക്കും അതിൻ്റെ എന്തെന്ന് പറയുന്ന ഓർഗനൈസേഷനിൽ ആ ഒരു വ്യക്തിയെ കൊണ്ട്, ഹ്യൂമൻ റിസോഴ്സിനെ കൊണ്ട് കമ്പനിക്ക് ഉണ്ടാകുന്ന വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇറ്റ് സ്റ്റാർട്ട്സ്, ആ ഓപ്ഷൻ പോകേണ്ടത് എ, ഡി, ബി, സി ആൻഡ് ഡി. ഓക്കെ, സോ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ എ. Moving to question number 18, a prudent financial policy suggested by Maris hypothesis to maximize balanced growth of the firm is based on which of the following financial ratios? So ഈ ഒരു ടോപ്പിക്ക് ആക്ച്വലി നമുക്ക് ഇക്കണോമിക്സ് ആയിട്ടും അതുപോലെ തന്നെ അക്കൗണ്ടിങ് ആയിട്ടും ഒക്കെ നമുക്ക് കമ്പൈൻ ചെയ്ത് പറയാൻ സാധിക്കുന്ന ഒരു ക്വസ്റ്റൻ ആണ്. സോ ഈ ഒരു ക്വസ്റ്റനിലേക്ക് വരികയാണെങ്കിൽ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് റോബിൻ മാരിസ് അദ്ദേഹത്തിൻ്റെ ഹൈപ്പോത്തസിസ് തിയറി പ്രകാരം അദ്ദേഹം പറയുന്ന ഒരു ഫേമിൻ്റെ ഗ്രോത്ത് എന്ന് പറയുന്നത് നമുക്ക് മാക്സിമൈസ് ചെയ്യണമെങ്കിൽ നമ്മൾ ഏതൊക്കെ ഫിനാൻഷ്യൽ റേഷ്യോസിനെ ഇവിടെ കൺസിഡർ ചെയ്യണം എന്നുള്ളതാണ്. സോ ഇവിടെ നിങ്ങളൊരു കോമ്പിനേഷൻ ഓഫ് ആൻസേഴ്സ് ആണ് നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത്. ആൻഡ് വി ഹാവ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് റേഷ്യോ, ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ, റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയ്ഡ് റേഷ്യോ, ലിക്വിഡിറ്റി റേഷ്യോ ആൻഡ് റീറ്റൻഷൻ റേഷ്യോ. സോ ഇതിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഇവിടെ കൺസിഡർ ചെയ്യേണ്ടത് ഗ്രോത്തുമായിട്ട് ബന്ധപ്പെട്ടായതുകൊണ്ട് തന്നെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് ഏതൊക്കെയായിരിക്കും?
ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ ഉറപ്പായിട്ടും കൺസിഡർ ചെയ്യണം. ദെൻ ലിക്വിഡിറ്റി റേഷ്യോ തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യണം. റീറ്റൻഷൻ റേഷ്യോയും കൺസിഡർ ചെയ്യണം. റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ ക്യാപിറ്റൽ റേഷ്യോ എന്ന് പറയുന്നത് നമുക്കൊരു ഫ്യൂച്ചറിലേക്ക് നമുക്ക് അത്ര ഒരു എഫക്റ്റ് അതിൽ നിന്ന് പറയാനില്ല. സോ അതുകൊണ്ട് തന്നെ BDE ഈ 3 എണ്ണമാണ് നമ്മൾ ഗ്രോത്തുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ബിക്കോസ് വിച്ച് ഇസ് സജസ്റ്റഡ് ബൈ മാരിസ്, അദ്ദേഹത്തിൻ്റെ സജഷനെ ബേസ് ചെയ്തിട്ട്. സോ B, D and D. Okay, so the correct answer is option D. Moving to another question, 19th question നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാം ഇത് ലീഗൽ ആസ്പെക്ട്സ് ഓഫ് ബിസിനസ് യൂണിറ്റ് 9ൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. സോ ഈ ഒരു ക്വസ്റ്റ്യനിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാം ലിസ്റ്റ് 1ൽ നമുക്ക് ലാറ്റിൻ ഫ്രേസസുകളാണ് തന്നിരിക്കുന്നത്, ലിസ്റ്റ് 2ൽ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻസുകൾ. സോ വളരെ ഈസിയാണ്, വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകളാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഇതിൽ അത്യാവശ്യം എല്ലാ ഏരിയയും തന്നെ അവർ കമ്പൈൻ ചെയ്ത് ചോദിച്ചിട്ടുണ്ട്. കോൺട്രാക്റ്റ് ബേസിസും അതുപോലെ തന്നെ സെയിൽ ഓഫ് ഗുഡ്സ് ആക്റ്റും ഒക്കെ തന്നെയും കമ്പൈൻ ചെയ്തിട്ടുണ്ട്. സോ കൺസെൻസ് ആഡ് ഐറ്റം ഇത് നമ്മൾ എവിടെയാണ് പഠിക്കുന്നത്? ഇത് നമ്മൾ എസെൻഷ്യൽ എലമെൻറ്റ്സ് ഓഫ് കോൺട്രാക്റ്റ് പഠിക്കുമ്പോൾ നമ്മളവിടെ പഠിക്കുന്ന ഒരു ഫ്രേസാണ്. കൺസെൻസ് ആഡ് ഐറ്റം എന്ന് പറഞ്ഞാൽ മീറ്റിംഗ് ഓഫ് മൈൻഡ്സ്, അതായത് നമ്മൾ എന്താണോ പറയുന്നത് അതുപോലെ തന്നെ അത് വ്യക്തമാകുന്നുണ്ടോ എന്നുള്ളതാണ്. നമ്മളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എലമെൻറ്റ്സിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. സോ നമുക്ക് 4ഉമായിട്ട് കണക്ട് ചെയ്യാം. മീറ്റിംഗ് ഓഫ് മൈൻഡ്സ് ഓഫ് പീപ്പിൾ ആണ്. ഓക്കെ, ദെൻ ക്വിഡ് പ്രോ ക്യൂ നമ്മൾ എവിടെയാണ് ഈ ടേം കണ്ടിട്ടുള്ളത്? വിച്ച് ഇസ് റിലേറ്റഡ് ടു കൺസിഡറേഷൻ, സംതിങ് ഇൻ റിട്ടേൺ. എന്തെങ്കിലും നമ്മൾ ചെയ്യുന്ന ഒരു പ്രവൃത്തിക്ക് ഒരു റിട്ടേൺ ഉണ്ടായിരിക്കണം അല്ലേ? സോ യെസ്, സോ അതിനെയാണ് നമ്മൾ ക്വിഡ് പ്രോ ക്യൂ എന്ന് പറയുന്നത്. ആൻഡ് വി ഹാവ് ക്വാണ്ടം മെറിറ്റ്. ക്വാണ്ടം മെറിറ്റും നമ്മൾ കോൺട്രാക്റ്റ് ആക്ട് പഠിക്കുമ്പോൾ തന്നെയാണ് പഠിക്കുന്നത്. നമ്മളതിൽ ഓരോ ഇപ്പം ഒരു പെർട്ടിക്കുലർ കോൺട്രാക്റ്റ് അത് എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ഡിസ്ചാർജ് ആയി പോവുകയാണെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് വരുന്ന റെമഡീസുകളിലാണ് നമ്മൾ ക്വാണ്ടം മെറിറ്റ് പഠിക്കുന്നത്. ക്വാണ്ടം മെറിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആസ് മച്ച് ആസ് ഏൺഡ്, എത്രത്തോളമാണോ ഏൺ ചെയ്തത്, എത്രത്തോളമാണോ ഇതിൽ നിന്ന് ബെനിഫിറ്റ് കിട്ടിയത്. ഓക്കെ, ആൻഡ് വി ഹാവ് കാവിയറ്റ് ടെംപ്റ്റർ, ലെറ്റ് ദ ബയർ ബി അവെയർ നമ്മൾ പറയും അല്ലേ? ബയർ ബി വെയർ. യെസ്, ഇവിടെ ഡിറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ട്. സോ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് മാച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു മാച്ച് ദ ഫോളോയിങ് ആണ് ചോദിച്ചത് അല്ലേ? A4, B1, C is about 2 and D is about 3. ഓക്കെ, സോ കറക്റ്റ് ആൻസർ വന്നിട്ട് ഓപ്ഷൻ B ആണ്. A4, B1, C2 and D3. A1 അല്ലേ? യെസ്, സോ കറക്റ്റ് ആൻസർ വന്നിട്ട് ഓപ്ഷൻ B, A4, B1, C2, D3. Okay, yes. Moving to question number 20, which one of the following is not valid as per the Limited Liability Partnership Act 2008, that is LLP Act 2008. So ഇതും ലീഗൽ ആസ്പെക്ട്സ് ഓഫ് ബിസിനസ്സിൽ നമുക്ക് സ്പെസിഫിക്കലി പഠിക്കാനുള്ളൊരു ആക്റ്റാണ് LLP ആക്ട് അല്ലേ? നമുക്കറിയാം പാർട്ട്ണർഷിപ്പ് ആക്ടിൻ്റെ ബെനിഫിറ്റ്സുകളും അതുപോലെ തന്നെ കമ്പനീസ് ആക്ടിൻ്റെ ബെനിഫിറ്റ്സ് ഇത് രണ്ടും കൂടി ഒന്ന് ഇൻക്ലൂഡ് ചെയ്ത് കൊണ്ടുവന്ന ഒരു പുതിയ ആക്റ്റാണ് LLP ആക്ട് എന്ന് പറയുന്നത്. സോ പാർട്ട്ണർഷിപ്പിൽ നമുക്കറിയാം അവിടെ പാർട്ട്നേഴ്സിൻ്റെ ലയബിലിറ്റി എന്ന് പറയുന്നത് അൺലിമിറ്റഡ് ആണ്. സോ അവരുടെ ലയബിലിറ്റി ലിമിറ്റഡ് ആക്കിക്കൊണ്ട് വന്നിരിക്കുന്ന ഒരു ആക്റ്റാണിത്. സോ നിങ്ങൾ ഇതിൽ ഏതാണ് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് എന്നാണ് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്. ലെറ്റ്സ് സി, നമ്മൾ ഷിഫ്റ്റ് 1ലും LLP ആയിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് കണ്ടിരുന്നു അല്ലേ? സോ LLP ഷാൽ മെയിൻറ്റെയിൻ ഇറ്റ്സ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഓൺ ഡബിൾ എൻട്രി സിസ്റ്റം ആൻഡ് ഓൺ ക്യാഷ് ഓർ അക്രൂവൽ ബേസിസ്. യെസ്, തീർച്ചയായിട്ടും അവർ ഡബിൾ എൻട്രി സിസ്റ്റം കീപ്പ് ചെയ്തിരിക്കണം. സോ A കറക്റ്റ് ആണ്. LLP ഷാൽ പ്രിപ്പയർ എ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അക്കൗണ്ട് ആൻഡ് സോൾവൻസി ഫോർ ഈച്ച് ഫിനാൻഷ്യൽ ഇയർ. യെസ്, സ്റ്റേറ്റ്മെൻറ്റ്സ് ഓഫ് അക്കൗണ്ട്സും സോൾവൻസിയും ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അവർ എല്ലാ തവണയും തന്നെ റിപ്പോർട്ട് ചെയ്തിരിക്കണം. സോ ബിയും വരണം. എവറി LLP ഷാൽ ഫയൽ ആൻ ആനുവൽ റിട്ടേൺ വിത്ത് രജിസ്ട്രാർ ഓഫ് കമ്പനി. യെസ്, ഉറപ്പായിട്ടും അവരുടെ ആനുവൽ റിട്ടേൺ എന്ത് ചെയ്യണം? അവർ ആരിൽ സബ്മിറ്റ് ചെയ്യണം? അവർ രജിസ്ട്രാർ ഓഫ് കമ്പനിയിൽ എവിടെയാണോ രജിസ്റ്റർ ഉള്ളത് അവിടെ അവരത് സബ്മിറ്റ് ചെയ്യണം. എവറി LLP ഈസ് എ സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ഇൻഡിപെൻഡൻറ്റ് ഓഫ് ഇറ്റ്സ് പാർട്ട്നേഴ്സ്. No, which is dependent on its partners. Okay, so option D വന്നിട്ട് which is not correct. So ഇതിൻ്റെ correct answer ഏതായിരിക്കും? which is option D. Moving to question number 21. നമുക്കിവിടെ 2 സ്റ്റേറ്റ്മെൻറ്റുകൾ തന്നിട്ടുണ്ട്. സോ സ്റ്റേറ്റ്മെൻറ്റ് 1 നോക്കുകയാണെങ്കിൽ ഡിസ്പ്ലേ ഓഫ് ഗുഡ്സ് ബൈ എ ഷോപ്പ് കീപ്പർ വിത്ത് പ്രൈസസ് മാർക്ക്ഡ് ഓൺ ദം which is not an offer but an invitation to the public to make an offer to buy the goods. Statement 2, price quotations, catalogs and advertisement in newspapers for sale of an article do constitute a valid offer. And നമുക്ക് ഏതൊക്കെ സ്റ്റേറ്റ്മെൻ്റ് ആണ് ശരി അല്ലെങ്കിൽ ഏതാണ് തെറ്റ് എന്നുള്ളതാണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്. ഓക്കെ, സോ വീണ്ടും സ്റ്റേറ്റ്മെൻറ്റ് 1ലേക്ക് വരികയാണെങ്കിൽ ഡിസ്പ്ലേ ഓഫ് ഗുഡ്സ് ബൈ എ ഷോപ്പ് കീപ്പർ with the price marked on them is not an offer but an invitation
ടു ദ പബ്ലിക്. അപ്പോൾ എന്താണ്, ഒരു ഷോപ്പ് കീപ്പർ ഓരോ പ്രൊഡക്റ്റിൻ്റെയും പ്രൈസ് ഒക്കെ എഴുതി അവരിങ്ങനെ ഒരു ബോർഡ് തൂക്കി അവരുടെ കടയ്ക്ക് ഫ്രണ്ടിൽ ഇട്ടാൽ അതൊരു ഓഫറായിട്ട് നമുക്ക് കാണാൻ പറ്റില്ല. പക്ഷെ അതൊരു ഇൻവിറ്റേഷൻ ആണ് അല്ലേ, നിങ്ങൾ വരൂ വാങ്ങിക്കൂ എന്നുള്ളൊരു ഇൻവിറ്റേഷൻ ആണ്. കറക്റ്റാണ്, ആ പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. ദെൻ സ്റ്റേറ്റ്മെൻറ്റ് 2ലേക്ക് വരികയാണെങ്കിൽ പ്രൈസ് കൊട്ടേഷനുകൾ അല്ലെങ്കിൽ കാറ്റലോഗ് അല്ലെങ്കിൽ അഡ്വർടൈസ്മെൻറ്റ് എന്നൊക്കെ പറയുന്ന ഒരു വാലിഡ് ഓഫറാണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഓഫർ എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും പറയുന്ന പോലെ ലിമിറ്റഡ് ഓഫർ അങ്ങനെയുള്ളൊരു ടേമായിട്ട് കണക്ട് ചെയ്തല്ല നമ്മൾ സംസാരിക്കുന്നത്. നമ്മൾ ലീഗൽ ആസ്പെക്ട്സിൻ്റെ ഒരു ബേസിസിലാണ് ഓഫർ എന്ന് പറയുന്ന ഒരു ടേം. ഇവിടെ ഒരു പെർട്ടിക്കുലർ വ്യക്തി മറ്റൊരാളോട് ഓഫർ കൊടുക്കും അങ്ങനെയൊന്നുമല്ല, ഇതൊരു ജനറലായിട്ട് വളരെ ജനറലൈസ്ഡ് ആയിട്ട് പോകുന്ന ഒരു കാര്യമാണ് അല്ലേ. സോ അതിനെ നമുക്കൊരു ഓഫർ, ഒരു വാലിഡ് ഓഫറായിട്ട് കണക്കാക്കാനായിട്ട് സാധിക്കത്തില്ല എന്നുള്ളതാണ്. സോ സ്റ്റേറ്റ്മെൻറ്റ് 2 ജസ്റ്റ് നോട്ട് സോ വളരെ കറക്റ്റായിട്ടൊരു സ്റ്റേറ്റ്മെൻറ്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. സോ നമുക്ക് പറയാം ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഇസ് കറക്റ്റ് ആൻഡ് സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ഇസ് ഇൻകറക്റ്റ്. യെസ്, സോ ഓപ്ഷൻ ഏത് വരും? വിച്ച് ഇസ് ഓപ്ഷൻ സി. മൂവിങ് ടു ക്വസ്റ്റ്യൻ നമ്പർ 22. In case of warranty, the buyer can. Again, a question from legal aspects of business. And ഇവിടെ ചോദിച്ചിരിക്കുന്നത് സെയിൽ ഓഫ് ഗുഡ്സ് ആക്റ്റുമായിട്ടാണ്. സോ ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് വാറണ്ടിയുടെ കേസസിൽ നമുക്ക് എന്തെങ്കിലും ഒരു വാറണ്ടി ബ്രേക്കായി പോവുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ ബയ്യർക്ക് എന്ത് ചെയ്യാം? ബയ്യർക്ക് കോൺട്രാക്റ്റ് വേണ്ടെന്ന് വെക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ ഡാമേജ് എന്തെങ്കിലും ക്ലെയിം ചെയ്യാൻ പറ്റുമോ? ഗുഡ്സ് റിട്ടേൺ ചെയ്യാൻ പറ്റുമോ? അതല്ലെങ്കിൽ പ്രൈസ് പേ ചെയ്യാതിരിക്കാൻ പറ്റുമോ? ഏതാണ്? നമുക്കറിയാം കണ്ടീഷനും വാറണ്ടിയും വളരെ പ്രധാനപ്പെട്ട 2 സ്റ്റിപ്പുലേഷൻസ് ആണ് അല്ലേ. അതായത് ആ കോൺട്രാക്റ്റുമായിട്ട് ബന്ധപ്പെട്ട വളരെ നിർബന്ധമായിട്ടും അതിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ട 2 കാര്യങ്ങളാണ് കണ്ടീഷനും വാറണ്ടിയും. കണ്ടീഷനിൽ എന്തെങ്കിലുമൊക്കെ ബ്രീച്ച് ഉണ്ടാവുകയാണെങ്കിൽ ആ കോൺട്രാക്റ്റ് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? കോൺട്രാക്റ്റ് ക്യാൻസൽ ചെയ്യാനായിട്ട് സാധിക്കും. നേരെ മറിച്ച് അവിടെ വാറണ്ടിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് അല്ലെങ്കിൽ വാറണ്ടിയാണ് ബ്രീച്ച് ആവുന്നതെങ്കിൽ അവിടെ ഒരിക്കലും കോൺട്രാക്റ്റ് ക്യാൻസൽ ചെയ്യാനായിട്ട് സാധിക്കില്ല. അവിടെ എന്ത് മാത്രമേ സാധിക്കത്തുള്ളൂ? അവിടെ നമുക്ക് ഈ ഒരു ക്ലെയിം മാത്രമേ, ഡാമേജ് ക്ലെയിം ചെയ്യാനായിട്ട് മാത്രമേ പറ്റത്തുള്ളൂ. ഓക്കെ, അതേസമയം ഇവിടെ ഈ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരുന്ന കണ്ടീഷൻ എന്നായിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ കോൺട്രാക്റ്റ് ക്യാൻസൽ ചെയ്യാം, റെപ്യൂഡിയേറ്റ് ചെയ്യാം. സോ ഓപ്ഷൻ എ വന്നേനെ. ഇവിടെ ചോദിച്ചിരിക്കുന്ന വാറണ്ടിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. സോ ഇറ്റ് ഇസ് റിലേറ്റഡ് ടു ക്ലെയിമിങ് ദ ഡാമേജ്. നിങ്ങൾക്ക് ഡാമേജ് ക്ലെയിം ചെയ്യാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. ഓക്കെ, സോ 22 ഓപ്ഷൻ ഏത് വരും? വിച്ച് ഇസ് ബി. വളരെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു. Moving to question number 23. Sequence the following in copyright ecosystem for literary creation under Indian Copyright Act 1957. Again a question from legal aspects of business. And ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ്? കോപ്പിറൈറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. നമ്മൾ എന്ത് ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്? അതിനെ പ്രോപ്പറായിട്ട് അറേഞ്ച് ചെയ്യാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ആൻഡ് നമുക്ക് നോക്കിക്കുക, അതനുസരിച്ചുള്ള പ്രോപ്പർ അറേഞ്ചിങ് ഓപ്ഷൻസും ഇവിടെ തന്നിട്ടുണ്ട്. സോ ഇവിടെ പബ്ലിക് കമ്മ്യൂണിക്കേഷൻ, കോപ്പിറൈറ്റ് അസൈൻമെന്റ്, കോണ്ടന്റ് ഡെവലപ്മെന്റ്, റിലിക്വിഷ് കോപ്പിറൈറ്റ്, കോപ്പിറൈറ്റ് ട്രാൻസ്മിഷൻ, ഇത്രയുമാണ് നമുക്ക് തന്നിരിക്കുന്ന പെർട്ടിക്കുലർ ആയിട്ടുള്ള സ്റ്റെപ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ നമ്മൾ ഈ ഒരു സ്റ്റെപ്പ് അറേഞ്ച്മെന്റിലേക്ക് വരികയാണെങ്കിൽ അതിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് കോപ്പിറൈറ്റ് ആണ്. ആദ്യം നമുക്കൊരു കോണ്ടന്റ് ഉണ്ടായിരിക്കണം അല്ലേ. സോ ഫസ്റ്റ്ലി ഇറ്റ് ഈസ് അബൌട്ട് കോണ്ടന്റ് ഡെവലപ്മെന്റ്, ഒരു കോണ്ടന്റ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ്. സോ ഫസ്റ്റ്ലി ഇറ്റ് സ്റ്റാർട്ട് വിത്ത് സി. സിയിൽ വേണം അത് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. സോ സിയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന എത്ര ഓപ്ഷൻ ഉണ്ട്? യെസ്, സി ഐഡന്റിഫൈ ചെയ്താൽ തന്നെ നമുക്കിവിടെ കറക്റ്റ് ആൻസറിലേക്ക് വരാനായിട്ട് സാധിക്കും. ഈവൻ ദോ നമുക്ക് അടുത്തയിലേക്ക് പോകാം. സോ കോണ്ടന്റ് നമ്മൾ ഡെവലപ്പ് ചെയ്തു, അതിനുശേഷം നമ്മൾ പബ്ലിക് കമ്മ്യൂണിക്കേഷനിലേക്ക് വരണം. സോ സി, ആഫ്റ്റർ സി നമുക്ക് എന്ത് പറയാം? എ പറയാം. ദെൻ വി ഹാവ് കോപ്പിറൈറ്റ് അസൈൻമെന്റ് ആണ് ഉണ്ടാവേണ്ടത്. ദെൻ ഇറ്റ് ഈസ് അബൌട്ട് നമ്മൾ പബ്ലിക് അസൈൻമെന്റ് അല്ലെങ്കിൽ പബ്ലിക് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഉണ്ടായി. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു? കോപ്പിറൈറ്റ് അസൈൻമെന്റ് കൊടുത്തു. നൗ നമ്മൾ കോപ്പിറൈറ്റ് എന്ത് ചെയ്യണം? ട്രാൻസ്മിഷൻ നടത്തണം. ഓക്കെ, ആൻഡ് അതിനുശേഷമാണ് എന്ത് വരിക? റീലിക്വിഷിങ് ദ പെർട്ടിക്കുലർ കോപ്പിറൈറ്റ്. ഓക്കെ, സോ ഇറ്റ് വിൽ ഗോ ലൈക്ക് CABED. Okay, CABED. So correct answer is option B. Moving to question number 24. Which of the following are essentially anti-competitive agreement as per Competition Act 2002 in India? Again, lowil ninna mattoru question aanu. Competition Act umayittu bandhappetta question aanu. സോ നമ്മൾ ആൻറ്റി കോമ്പറ്റേറ്റീവ് എഗ്രിമെൻറ്റ് എന്ന് പറയുമ്പോൾ അതിൽ നമുക്ക് ഉൾപ്പെടുത്താവുന്നത് ഏതൊക്കെയാണെന്നാണ് ക്വസ്റ്റ്യൻ. എക്സ്ക്ലൂസീവ് ഡിസ്ട്രിബ്യൂഷൻ എഗ്രിമെൻറ്റ്, റീസെയിൽ പ്രൈസ് മെയിൻ്റെനൻസ്, എക്സ്ക്ലൂസീവ് സപ്ലൈ എഗ്രിമെൻറ്റ്, നോൺ കോമ്പീറ്റ് എഗ്രിമെൻറ്റ്, ടൈ ഇൻ എഗ്രിമെൻറ്റ്. ഓക്കെ, ആൻഡ് ഓപ്ഷൻസിൽ വരികയാണെങ്കിൽ ABCCDE, ABCD ആൻഡ് ABCE. ഓക്കെ, സോ വീണ്ടും ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് തിരിച്ചു വരാം. സോ ഇതിൽ എക്സ്ക്ലൂസീവ് ഡിസ്ട്രിബ്യൂഷൻ എഗ്രിമെൻറ്റ് തീർച്ചയായിട്ടും അത് കോമ്പറ്റീഷനെ നമ്മൾ തടസ്സപ്പെടുത്തുന്ന കാര്യമാണ് അല്ലേ. സോ നമ്മളിവിടെ കോമ്പറ്റീഷനെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മളതിൻ്റെ പർപ്പസ്. സോ തീർച്ചയായിട്ടും എക്സ്ക്ലൂസീവ് ഡിസ്ട്രിബ്യൂഷൻ എഗ്രിമെൻറ്റ്സ് എന്ന് പറയുന്നത് ഒരു പെർട്ടിക്കുലർ
എക്സ്ക്ലൂസീവ്ലി ഒരു ആൾക്ക് വേണ്ടിയിട്ട് മാത്രം അവിടെ ലിമിറ്റഡ് ആകുകയാണ്. സോ അങ്ങനെ ഒരു എഗ്രിമെൻറ്റ് വെക്കുകയാണെങ്കിൽ അത് കോമ്പറ്റീഷനെ തടസ്സപ്പെടുത്തുന്ന ഒന്നാണ്. സോ തീർച്ചയായിട്ടും എ വരണം. റീസെയിൽ പ്രൈസിൽ നമ്മളൊരു മെയിൻ്റെനൻസ് സജസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതും ഒരു ആൻറ്റി കോമ്പറ്റേറ്റീവ് പ്രാക്ടീസ് തന്നെയാണ്. സോ തീർച്ചയായിട്ടും ബി വരണം. ആൻഡ് വാട്ട് അബൌട്ട് സി, എക്സ്ക്ലൂസീവ്, വീണ്ടും സപ്ലൈ എഗ്രിമെൻറ്റ്, ഡിസ്ട്രിബ്യൂഷൻ എഗ്രിമെൻറ്റ് പോലെ സപ്ലൈ എഗ്രിമെൻറ്റ് ഉണ്ടെങ്കിൽ that is also an important aspect in anti-competitive agreement. And what about D, non-compete agreement? അങ്ങനെ ഒരു എഗ്രിമെൻറ്റ് നമ്മളതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. ആൻഡ് ടൈൻ അറേഞ്ച്മെൻറ്റ്, ടൈൻ എഗ്രിമെൻറ്റ്, യെസ്, അവർ പലരും തമ്മിൽ ടൈപ്പ് ചെയ്തിട്ട് അവരെന്ത് ചെയ്യുക, ബിസിനസ് ചെയ്യുകയാണ്. സോ ദാറ്റ് ഈസ് ഓൾസോ an important one. Okay, so A, B, C and D. A, B, C and D. Okay, so the correct answer is option D. Moving to question number 25, a contract is discharged by supervening impossibility under which of the following situation? So again നമുക്ക് legal aspects ൽ നിന്നൊരു question ആണ്. ആൻഡ് ഈ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്ന എന്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്, ഒരു കോൺട്രാക്റ്റ് ഡിസ്ചാർജ് ചെയ്യുന്നത് സൂപ്പർവീനിങ് ഇമ്പോസിബിലിറ്റി കൊണ്ടാണ്, അതായത് അതിനെ മുമ്പോട്ട് കൊണ്ടുപോകാൻ നമുക്ക് പറ്റുന്നില്ല. അങ്ങനെ ഒരു സിറ്റുവേഷൻ കൊണ്ടാണ്, അല്ലെങ്കിൽ അങ്ങനെ ആകണമെങ്കിൽ ഈ താഴെ തന്നിരിക്കുന്ന ഏതൊക്കെ സിറ്റുവേഷൻസ് ആയിരിക്കാം സംഭവിക്കേണ്ടത്? സോ ഡിസ്ട്രക്ഷൻ ഓഫ് സബ്ജക്ട് മാറ്റർ, ഡെത്ത് ഓർ ഡിസേബിൾമെന്റ് ഓഫ് പാർട്ടീസ്, റിസഷൻ, റെമിഷൻ, റിക്കോർഡ് ആൻഡ് സാറ്റിസ്ഫാക്ഷൻ. സോ നമുക്ക് ഇവിടെയും ഒരു കോമ്പിനേഷൻ ഓഫ് ആൻസേഴ്സ് ചോദിച്ചിട്ടുണ്ട്. ആൻഡ് ദിസ് ക്വസ്റ്റൻ ഇസ് വെരി ഡയറക്റ്റ്. നിങ്ങൾ കഴിഞ്ഞ ഒരു എക്സാമിലെ ക്വസ്റ്റൻ നോക്കുകയാണെങ്കിൽ അവിടെയും നമ്മളോട് ഈ സൂപ്പർവീനിങ് ഇമ്പോസിബിലിറ്റിയെ കുറിച്ച് ചോദിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. സോ ദറ്റ് പെർട്ടിക്കുലർ ടോപ്പിക് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. സോ ഡിസ്ചാർജിൻ്റെ നമുക്ക് വരികയാണെങ്കിൽ നമ്മുടെ സബ്ജക്ട് മാറ്റർ, ഇപ്പം നമ്മളിത് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. നമ്മളൊരു പെർട്ടിക്കുലർ പേഴ്സണുമായിട്ട് നമ്മളൊരു കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടു. നമ്മൾ ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളൊരു ഹോഴ്സ് ഞാൻ വിൽക്കാം എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ആ ഒരു പെർട്ടിക്കുലർ ഡേറ്റിന് മുമ്പ് ആ ഹോഴ്സ് എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ചത്തുപോയി എന്ന് വിചാരിക്കുക. സോ അങ്ങനെയാണെങ്കിൽ എനിക്കതിനെ സെല് ചെയ്യാൻ സാധിക്കത്തില്ല, അല്ലേ? സോ ഈ ഒരു സിറ്റുവേഷനിൽ എന്താണ് സംഭവിക്കുന്നത്? ഡിസ്ട്രക്ഷൻ ഓഫ് സബ്ജക്ട് മാറ്റർ. ഇനി പാർട്ടീസ്, ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിരുന്ന രണ്ട് പാർട്ടീസ്, അവർക്ക് എന്തെങ്കിലും പറ്റി അവരേതെങ്കിലും രീതിയിൽ അവർ കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യുന്നതിൽ നിന്ന് ഡിസേബിൾ ആയി എങ്കിൽ അതും നമുക്ക് സൂപ്പർവീനിങ് ഇമ്പോസിബിലിറ്റി ആയിട്ട് കണക്കാക്കാൻ പറ്റുള്ളൂ. സോ എയും ബിയും വരണം. റിസഷൻ, റെമിഷൻ, അക്കോർഡ് ആൻഡ് സാറ്റിസ്ഫാക്ഷൻ ഒക്കെ നമുക്കറിയാം മറ്റ് സിറ്റുവേഷൻസുകളാണ്, അല്ലേ? സോ യെസ്, സോ ഇതിൽ ഉൾപ്പെടുന്നത് എയും ബിയും ആയിരിക്കും. Okay, so the correct answer is option B, A and B only. Okay, moving to next question. Who among the following are identified as the key managerial personnel in Indian Companies Act 2013? So Indian Companies Act 2013 പ്രകാരം വളരെ പ്രധാനപ്പെട്ട മാനേജറിയൽ റോൾസ് ഉള്ള വ്യക്തികളായിട്ട് ഇതിൽ ആരെയൊക്കെയാണ് ഐഡൻറ്റിഫൈ ചെയ്തിരിക്കുന്നതെന്നാണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്. ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ, ഹോൾ ടൈം ഡയറക്ടർ, കമ്പനി സെക്രട്ടറി, ചീഫ് റിസ്ക് ഓഫീസർ ആൻഡ് മാനേജർ. ആരൊക്കെയായിരിക്കും? ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഉറപ്പായിട്ടും ഇതിലുണ്ടായിരിക്കും. ദെൻ ഹോൾ ടൈം ഡയറക്ടർ ഉണ്ടായിരിക്കും, കമ്പനി സെക്രട്ടറി ഉണ്ടായിരിക്കും. ചീഫ് റിസ്ക് ഓഫീസർ ഒരു വളരെ കീ മാനേജറിയൽ പേഴ്സണൽ ആണോ as per Indian Companies Act? No. And what about manager? മാനേജറും തീർച്ചയായിട്ടും വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തി തന്നെയാണ്. സോ എ, ബി, സി ആൻഡ് ഇ എന്ന് നമുക്ക് കണക്ട് ചെയ്യാം. സോ അങ്ങനെ ഒരു ഓപ്ഷൻ നമ്മൾ ഓപ്ഷൻസിലേക്ക് നോക്കുമ്പോൾ യെസ്, വി ഹാവ് എ, ബി, സി, ഇ. സോ ഓപ്ഷൻ എ, ഓപ്ഷൻ ബി, ഓപ്ഷൻ സി, ഓപ്ഷൻ ഡി. സോ കറക്റ്റ് ആൻസർ വന്നിട്ട് വിച്ച് ഇസ് ഓപ്ഷൻ ഡി, ആൻസർ ഡി. അതായത് എ, ബി, സി, ഇ. ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറും ഹോൾ ടൈം ഡയറക്ടറും ദെൻ കമ്പനി സെക്രട്ടറിയും അതുപോലെ തന്നെ മാനേജറും ഉണ്ടായിരിക്കും. ഓക്കെ, സോ കറക്റ്റ് ആൻസർ ഇസ് ഡി. So moving to another question, question number 27. If the information sought has been supplied by the third party or is treated as confidential by that third party, the third party must give a representation before the public information officer PIO in reply to the notice issued to it within how many days from the date of receipt of such notice? So question വളരെ simple ആണ്. എത്ര ദിവസത്തിനുള്ളിലാണ് ഈ പറയുന്ന ഒരു പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ റിപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ള ക്വസ്റ്റൻ ആണ് ചോദിച്ചിരിക്കുന്നത്. നോട്ടീസ് കിട്ടിക്കഴിഞ്ഞ് എത്ര ദിവസത്തിനുള്ളിൽ. സോ ഇത് RTA ആക്റ്റുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റൻ ആണ്. ലീഗൽ ആസ്പെക്ട്സ് ഓഫ് ബിസിനസ്സിൽ നിന്ന് തന്നെയുള്ള ഒരു ക്വസ്റ്റൻ ആണ്. വളരെ ഡയറക്റ്റ് ക്വസ്റ്റൻ ആണ്. എത്ര ദിവസത്തിനുള്ളിലാണ്? 10 ദിവസം എന്നാണ് പറയുന്നത്, 10 days. സോ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ സി. Moving to next question. As per Section 68 of Indian Companies Act, a company may purchase its own shares out of which of the following? So, ഈ ഒരു ഇന്ത്യൻ കമ്പനീസ് ആക്ട് എന്ന് പറയുന്ന ടോപ്പിക് ആക്ച്വലി നിങ്ങൾക്ക് അക്കൗണ്ടിങ്ങിലും ഇൻക്ലൂഡ് ചെയ്യാം. കാരണം കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിലൊക്കെ നമ്മൾ പഠിക്കേണ്ടതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ലീഗൽ ആസ്പെക്ട്സ് ഓഫ്
ബിസിനസ്സിലും ഇൻക്ലൂഡ് ചെയ്ത് പറയാവുന്ന ടോപ്പിക്കാണ്. സോ ഈ ഒരു ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് എന്താണ്? സെക്ഷൻ 68 പ്രകാരം കമ്പനി മേ പർച്ചേസ് ഇറ്റ്സ് ഓൺ ഷെയർ, എന്തൊക്കെ യൂസ് ചെയ്തിട്ട് അവർക്ക് കമ്പനിയുടെ ഷെയറുകൾ തന്നെ പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. സോ എഗെയിൻ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഒരു കോമ്പിനേഷൻ ഓഫ് ആൻസർ ഐഡൻറ്റിഫൈ ചെയ്യാനുണ്ട്. ഓക്കെ, സോ ഫ്രീ റിസർവ്, സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ട്, ജനറൽ റിസർവ്, പ്രൊസീഡ്സ് ഓഫ് അനദർ ഷെയർസ്, പ്രൊസീഡ്സ് ഓഫ് സെയിം കൈൻഡ് ഓഫ് ഷെയർസ്. സോ ഏതൊക്കെ ഇൻക്ലൂഡ് ചെയ്യാമായിരിക്കാം ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഉറപ്പായിട്ടും അതിൽ എന്തുണ്ടായിരിക്കണം? ഫ്രീ റിസർവ്സ് ഉറപ്പായിട്ടും ഉണ്ടായിരിക്കണം. സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ടും നമുക്ക് തീർച്ചയായിട്ടും യൂസ് ചെയ്യാം. വാട്ട് അബൌട്ട് ജനറൽ റിസർവ് നമുക്ക് യൂസ് ചെയ്യാം. പ്രൊസീഡ്സ് ഓഫ് എനി അതർ ഷെയർസ്, മറ്റേതെങ്കിലും ഷെയർ വഴി നിങ്ങൾക്ക് കിട്ടിയ ഫണ്ടുകളും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. സെയിം കൈൻഡ് ഷെയർസിന് നമുക്ക് പറ്റത്തില്ല. സോ ABCD ആയിരിക്കും അതിൻ്റെ ആൻസർ ആയിട്ട് വരേണ്ടത്. യെസ്, വിച്ച് ഇസ് ഓപ്ഷൻ ബി. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് 2 സ്റ്റേറ്റ്മെൻറ്റ്സുകൾ തന്നിട്ടുണ്ട്. സ്റ്റേറ്റ്മെൻറ്റ് 1, പോളിസീസ് ആർ ഗൈഡ് ടു ആക്ഷൻസ് rather than to thinking. Statement 2, policies define an area within which decision is to be made. So ഇത് നമ്മളോട് ആക്ച്വലി HRMൽ നിന്നും ചോദിച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, സോ ഈ ഒരു അതിൽ മാനേജ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. സോ പോളിസീസ് ആർ ഗൈഡ് ടു ആക്ഷൻ റാദർ ദാൻ തിങ്കിങ് ആണോ? പോളിസീസ് ശരിക്കും എന്താണ് നമ്മൾ ചെയ്യേണ്ടതെന്നുള്ളൊരു ഗൈഡ് ലൈൻ മാത്രമാണോ തരുന്നത്? ഓർ ഇറ്റ് ഇസ് ഡിഫൈനിങ് നമ്മൾ എവിടെയാണ് തീരുമാനങ്ങൾ എടുക്കേണ്ടത് എന്നുള്ളതാണോ പറയുന്നത്? പോളിസീസ് എവിടെയാണ് നമ്മൾ തീരുമാനങ്ങൾ എടുക്കേണ്ടത് എന്നുള്ളതാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ തീർച്ചയായിട്ടും സ്റ്റേറ്റ്മെൻറ്റ് 2 ശരിയാണ്. സ്റ്റേറ്റ്മെൻറ്റ് 1 വിച്ച് ഇസ് റോങ്. അവിടെ പറയുന്നത് ഗൈഡ് ടു ആക്ഷൻ എന്നാണ്, വിച്ച് ഇസ് ആക്ച്വലി പ്ലാൻ. ഓക്കെ, so statement 1 incorrect and statement 2 is correct. Yes, so we can move on to option D. Statement 1 is incorrect but statement 2 is correct. അത് വളരെ ഒരു ഡയറക്റ്റ് ക്വസ്റ്റൻ ആയിരുന്നു. എഗെയിൻ ക്വസ്റ്റൻ നമ്പർ 13, അക്കോർഡിംഗ് ടു ഹെസ്ബർഗ് 2-factor തിയറി വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ മെയിൻ്റെനൻസ് ഫാക്ടർ? എഗെയിൻ HRMൽ നിന്ന് മോട്ടിവേഷൻ തിയറീസുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റൻ ആണ്, വിച്ച് ഇസ് സ്പെസിഫിക്കലി അബൌട്ട് ഹെസ്ബർഗ് 2-factor തിയറി. നമുക്കറിയാം ഹെസ്ബർഗ് നമ്മൾ 2 ഫാക്ടേഴ്സുകളായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടാണ് അദ്ദേഹത്തിൻ്റെ തിയറി എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. മോട്ടിവേറ്റിംഗ് ഫാക്ടറും അതുപോലെ തന്നെ മെയിൻറ്റെയിനിങ് ഫാക്ടറും. ഓക്കെ, ഒരു വ്യക്തിയെ മോട്ടിവേറ്റ് ചെയ്യുന്നതും ഒരു വ്യക്തി അവിടെ തന്നെ നിലനിർന്ന് പോകാൻ സപ്പോർട്ട് ചെയ്യുന്ന ഫാക്ടേഴ്സും. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് മെയിൻ്റെനൻസ് ഫാക്ടറിൽ വരില്ലാത്തത് ഏതൊക്കെയെന്നുള്ളതാണ്. അഫിലിയേഷൻ ഓർ അക്സെപ്റ്റൻസ്, എസ്റ്റീം ഓർ സ്റ്റാറ്റസ്, സെക്യൂരിറ്റി ഓർ സേഫ്റ്റി, ഫിസിയോളജിക്കൽ നീഡ്സ്. ഏതായിരിക്കും അതിൽ വരില്ലാത്തത്? വിച്ച് ഇസ് എസ്റ്റീം ഓർ സ്റ്റാറ്റസ് നീഡ്സ്. ഓക്കെ, വളരെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ തന്നെയായിരുന്നു. നമുക്ക് ഡയറക്റ്റ്ലി ഏതൊക്കെയാണ് 2 ഫാക്ടേഴ്സ് അല്ലെങ്കിൽ അതിനുള്ളിൽ വരുന്ന എന്തൊക്കെയാണെന്ന് വളരെ കൃത്യമായിട്ട് അറിയാമെങ്കിൽ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ആൻസർ ചെയ്യാവുന്ന ക്വസ്റ്റ്യൻ ആയിരുന്നു. സോ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ബി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫ്രം വിച്ച് ഓഫ് ദ ഫോളോയിങ് എംപ്ലോയീസ് ഡിറൈവ് അതോറിറ്റി? ഓക്കെ, ഒരു എംപ്ലോയിക്ക് അതോറിറ്റി നമുക്ക് ആക്ച്വലി എവിടെ നിന്നാണ് ഡിറൈവ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്? എഗെയിൻ നോക്കിക്കുക, ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ അത്യാവശ്യം ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. സാധാരണ HRMൽ നിന്നും മാർക്കറ്റിൽ നിന്നും ഒക്കെ കൂടുതലായിട്ട് നമ്മൾ ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ് കാണാറ്. പക്ഷേ ഇതാണ് അവർ ചോദിച്ചിരിക്കുന്ന കുറച്ചുകൂടി ഡയറക്റ്റ് സ്പെസിഫിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകളാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഇവിടെ അഗെയിൻ ഞാൻ തൊട്ട് മുമ്പ് പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഒരു കോമ്പിനേഷൻ ഓഫ് ആൻസേഴ്സ് ഇവിടെയും നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ടുണ്ട്. സോ ഒരു എംപ്ലോയിക്ക് അതോറിറ്റി എവിടെ നിന്നൊക്കെ കിട്ടും? പൊസിഷൻ. യെസ്, അയാളുടെ പൊസിഷനിൽ നിന്ന്, നമ്മൾ ഏത് പൊസിഷൻ ആണെന്നുള്ളതാണ് നമ്മുടെ അതോറിറ്റി തീരുമാനിക്കുന്നത്. യെസ്, എക്സ്പീരിയൻസിൽ നിന്ന്, കറക്റ്റ് ആണ്. മോറൽ വർത്ത്, ഓഫ് കോഴ്സ്. പാസ്റ്റ് സർവീസ് അനുസരിച്ച്, കറക്റ്റ്. ഇൻ്റലിജൻസ് അനുസരിച്ച്, ശരിയല്ലേ? ഇതെല്ലാം ഒരു അതോറിറ്റിക്ക് ഡിറൈവ് ചെയ്യുന്ന വഴികളാണ്. യെസ്, സോ നമുക്ക് എല്ലാ ഓപ്ഷൻസിനെയും ആക്ച്വലി ഇൻക്ലൂഡ് ചെയ്യാം. സോ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ എന്ന് നോക്കിയാൽ യെസ്, വിച്ച് ഇസ് ഓപ്ഷൻ ഡി, ABCDE. ഓക്കെ, സോ കറക്റ്റ് ആൻസർ ഏതായിരിക്കും? ഓപ്ഷൻ ഡി. മൂവിങ് ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അറേഞ്ച് ദ ഫോളോയിങ് സ്റ്റേജസ് ഓഫ് ഡെലിഗേഷൻ ഇൻ കറക്റ്റ് സീക്വൻസ്. അഗെയിൻ നമ്മളോട് HRMൽ നിന്ന് ഒരു പ്രോസസ്സ് നിങ്ങളോട് പ്രോപ്പറായിട്ട് സീക്വൻസ് ചെയ്യാനായിട്ട് പറഞ്ഞിരിക്കുകയാണ്. ആൻഡ് വിച്ച് ഇസ് റിലേറ്റഡ് ടു ഡെലിഗേഷൻ. നമ്മൾ നമ്മുടെ കൺട്രോൾ അല്ലെങ്കിൽ നമ്മുടെ അതോറിറ്റി മറ്റൊരാൾക്ക് ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. സോ ഇവിടെയും നമ്മൾക്ക് എന്ത് ചെയ്യണം? ഈ പറഞ്ഞൊരു കോമ്പിനേഷനാണ്, നമ്മൾ പ്രോപ്പറായിട്ട് അതിനെ ഐഡൻറ്റിഫൈ ചെയ്യണം എന്നുള്ളതാണ്. സോ നോക്കുകയാണെങ്കിൽ എസ്റ്റാബ്ലിഷ് പ്രോപ്പർ കൺട്രോൾസ്, സെലക്ട് ദ പേഴ്സൺ ഇൻ ദ റൈറ്റ് ലൈറ്റ് ഓഫ് ദ ജോബ് ടു ബി ഡൺ. ഓക്കെ, ഏത് ജോലിയാണ് അയാൾ ചെയ്യേണ്ടതെന്നുള്ളതിൻ്റെ രീതിയിൽ. റിവാർഡ് എഫക്റ്റീവ് ഡെലിഗേഷൻ ആൻഡ് സക്സസ്ഫുൾ അസംഷൻസ് ഓഫ് അതോറിറ്റി. ഡിഫൈൻ അസൈൻമെന്റ്സ് ആൻഡ് ഡെലിഗേറ്റ് അതോറിറ്റി ഇൻ ദ ലൈറ്റ് ഓഫ് റിസൾട്ട്സ് എക്സ്പെക്റ്റഡ്. മെയിൻറ്റെയിൻ ഓപ്പൺ ലൈൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. സോ ഫസ്റ്റ് എന്തിലായിരിക്കും സ്റ്റാർട്ട് ചെയ്യേണ്ടത്? ഫസ്റ്റ് അസൈൻമെൻറ്റ് സെറ്റ് ചെയ്യണം. അതോറിറ്റി
എന്തിൻ്റെ ബേസിസിലാണ് നമ്മൾ അവരിൽ നിന്ന് എന്ത് റിസൾട്ട് എക്സ്പെക്ട് ചെയ്യുന്നതിൻ്റെ ബേസിസിലാണ് നമ്മൾ അതോറിറ്റി ഡെലിഗേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് വളരെ സ്പെസിഫിക് ആയിട്ട് നമ്മളവിടെ ഉൾപ്പെടുത്തണം എന്നുള്ളതാണ്. സോ ഉറപ്പായിട്ടും ഡീല് സ്റ്റാർട്ട് ചെയ്യണം. ദെൻ നെക്സ്റ്റ് ഏതായിരിക്കാം വരിക? ഇറ്റ് ഈസ് അബൌട്ട് സെലക്ടിങ് ദ പേഴ്സൺ. നമ്മളൊരു പേഴ്സണെ സെലക്ട് ചെയ്യണം, അവർ ഏത് ജോലി ചെയ്യണം എന്നുള്ള, അല്ലെങ്കിൽ അവർ ചെയ്യുന്ന ജോലിയുടെ അടിസ്ഥാനപരമായിട്ട്. സോ ആഫ്റ്റർ ഡി നമുക്ക് വരിക എന്തായിരിക്കും? ബി ആയിരിക്കും. സോ ഡി ബി. ദെൻ വി ഹാവ് നമുക്ക് അവിടെ ഒരു വളരെ ഓപ്പൺ ആയിട്ടുള്ള ലൈൻ ഓഫ് കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കണം, എങ്കിൽ മാത്രമേ പ്രോപ്പറായിട്ട് നമുക്കത് സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ്. സോ നെക്സ്റ്റ് ഇസ് അബൌട്ട് ഹാവിങ് ആൻ ഓപ്പൺ ലൈൻ കമ്മ്യൂണിക്കേഷൻ. ദെൻ നമുക്ക് ഏതൊരു പോയിന്റിലേക്ക് പോകാം? ഇറ്റ് ഇസ് പ്രോപ്പർ കൺട്രോൾ. ഒരു പ്രോപ്പർ കൺട്രോൾ നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യണം. ആൻഡ് ഫൈനലി നമുക്ക് എന്തിലേക്ക് മൂവ് ചെയ്യാം? റിവാർഡ് എഫക്റ്റീവ് ഡെലിഗേഷൻ, അല്ലേ? നല്ല രീതിയിലാണ് ഇത് മുമ്പോട്ട് പോയെങ്കിൽ നമ്മളതിനെ റിവാർഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ സക്സസ്ഫുൾ അസംപ്ഷൻ ഓഫ് അതോറിറ്റി. ഓക്കെ, സോ ഇതെങ്ങനെയാണ് പോകുന്നത്? ഡി, ഡിഫൈനിങ് അസൈൻമെന്റ് ആൻഡ് ഡെലിഗേറ്റ് അതോറിറ്റി ഇൻ ദ ലൈറ്റ് ഓഫ് റിസൾട്ട്സ് എക്സ്പെക്റ്റഡ്. സോ ഡിയിൽ സ്റ്റാർട്ട് ചെയ്യണം. ദെൻ ബി, സെലക്ടിങ് ദ പേഴ്സൺ. ദെൻ ഇറ്റ് ഈസ് അബൌട്ട് ഇ, മെയിൻറ്റെയിനിങ് ഓപ്പൺ ലൈൻ ഓഫ് കമ്മ്യൂണിക്കേഷൻ. Then establishing proper controls, and finally it is about rewarding. So DBEAC, okay, DB, correct, DBEAC. So which is option A, B, C, D. So correct answer ഏതായിരിക്കും? Option C, DBEAC. Okay. Moving to question number 33, which one of the following motives characterizes dominant organizational climate of a university, teaching department or scientific organization? So ഈ ഒരു ക്വസ്റ്റനിൽ എന്താണ് ചോദിച്ചിരിക്കുന്നത്? which is the motives, എന്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു എന്താണ് പറയുന്നത്, ഡൊമിനൻ്റ് ആയിട്ടുള്ള ഓർഗനൈസേഷണൽ ക്ലൈമറ്റുകൾ, നമ്മൾ ഓർഗനൈസേഷണൽ ക്ലൈമറ്റ് അല്ലെങ്കിൽ ഓർഗനൈസേഷണൽ ഡെവലപ്മെൻറ്റ്, ഓർഗനൈസേഷണൽ ബിഹേവിയർ, ഇതെല്ലാം തന്നെ നമുക്ക് HRM പഠിക്കാനുള്ളൊരു പോയിന്റ് തന്നെയാണ്. അപ്പോൾ എന്താണ് ഇതിനെ മോട്ടിവേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്താണ് ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു മോട്ടീവ് എന്ന് പറയുന്നത്? അത് അഫിലിയേഷൻ ആണോ, എക്സ്റ്റൻഷൻ ആണോ, എക്സ്പെർട്ട് പവർ ആണോ, അച്ചീവ്മെൻ്റ് ആണോ? ഇത് ശരിക്കും ഒരു എക്സ്പെർട്ട് പവർ ഉള്ള വ്യക്തിക്ക്, അല്ലെങ്കിൽ അതായിരിക്കും അതിലേക്ക് മോട്ടിവേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇത് കുറച്ച് അവർ ആ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഒരു ട്വിസ്റ്റ് ചെയ്ത രീതിയിലാണ് ആ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. സോ ആക്ച്വലി ഒരു എക്സ്പേർട്ട് പവർ ഉണ്ടെങ്കിലാണ് എന്ത് ചെയ്യാൻ പറ്റുന്നത്, ഇതിൻ്റെ ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു ഡെവലപ്മെൻറ്റിലേക്ക് നമുക്ക് വരാനായിട്ട് സാധിക്കുക. സോ തീർച്ചയായിട്ടും അതിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആയിരിക്കും. Moving to next question, which one of the following is not an advantage of organizational structure by territory? So organizational structure നമ്മൾ HRMൽ തന്നെ പഠിക്കുന്ന ഒരു പോയിന്റ് ആണ്. സോ നമ്മൾ പല തരത്തിലുള്ള ഓർഗനൈസേഷണൽ സ്ട്രക്ചറുകൾ, ഓർഗനൈസേഷണൽ ഫോംസുകളൊക്കെ കണ്ടിട്ടുണ്ട്. സോ ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്ന ഓർഗനൈസേഷണൽ ബൈ ടെറിട്ടറിയുടെ അഡ്വാൻറ്റേജ് അല്ലാത്തത് ഏതാണെന്നാണ് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്. മേക്സ് കൺട്രോൾ ഈസി ഫോർ ടോപ്പ് മാനേജ്മെൻറ്റ്. അത്ര ഈസി ആണോ അവർക്ക് കൺട്രോൾ ചെയ്യുക എന്നുള്ളത്? ഓക്കെ. ദെൻ പ്ലേസസ് റെസ്പോൺസിബിലിറ്റി അറ്റ് ലോവർ ലെവൽ, കറക്റ്റ് ആണ്. ഇംപ്രൂവ്സ് കോർഡിനേഷൻ ഇൻ എ റീജിയൻ, ശരിയാണ്. ടേക്സ് അഡ്വാൻറ്റേജ് ഓഫ് ഇക്കോണമീസ് ഓഫ് ലോക്കൽ ഓപ്പറേഷൻ, യെസ്, ദാറ്റ് ഈസ് ഓൾസോ കറക്റ്റ്. അപ്പോൾ കൺട്രോൾ അത്ര ഈസി അല്ല ഈ ഒരു ടോപ്പ് മാനേജ്മെൻറ്റിന് അവരുടെ ഓർഗനൈസേഷൻ ടെറിട്ടറി ഫോമിലാണ് എങ്കിൽ. സോ ഓപ്ഷൻ എ നമുക്ക് ശരിക്കും ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് പറയാനായിട്ട് സാധിക്കത്തില്ല. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ഓപ്ഷൻ ഏത് വരണം? വിച്ച് ഇസ് ഓപ്ഷൻ എ. Question number 35, which one of the following tools is not used for forecasting personal needs, labor demand by organization? സോ ഇവിടെ ചോദിച്ചിരിക്കുന്നത് നമ്മൾ HRMൽ തന്നെ നമ്മളോട് പല ടൂൾസുകളുണ്ട്, അല്ലേ? നമുക്ക് എത്രത്തോളം എംപ്ലോയീസിൻ്റെ ആവശ്യമുണ്ട് നമുക്ക് ഫോർകാസ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന പല ടൂൾസുകളുണ്ട്. അപ്പം ഏതാണ് നമുക്കതിന് യൂസ് ചെയ്യാൻ സാധിക്കില്ലാത്തത്? അപ്പോൾ ഇതിൽ ഒരെണ്ണം നമുക്കതിന് യൂസ് ചെയ്യാൻ പറ്റില്ല, ബാക്കിയുള്ളവയെല്ലാം നമുക്ക് ലേബർ നീഡ്സിനെ എസ്റ്റിമേറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. സോ ഏതായിരിക്കും? ട്രെൻഡ് അനാലിസിസ് ഉറപ്പായിട്ട് നമുക്ക് യൂസ് ചെയ്യാം, റേഷ്യോ അനാലിസിസ് യൂസ് ചെയ്യാം, സ്കാറ്റർ പ്ലോട്ട് യൂസ് ചെയ്യാം. സോ ഉറപ്പായിട്ടും ഏതായിരിക്കും? വിച്ച് ഇസ് ഓപ്ഷൻ ബി, മാർക്കോവ് അനാലിസിസ്. ഓക്കെ. Now moving to question number 36, match list 1 with list 2. List 1ൽ നമുക്ക് പേഴ്സണാലിറ്റിയുടെ ഫാക്ടേഴ്സുകൾ തന്നിട്ടുണ്ട്. ലിസ്റ്റ് 2 is about ബൈപോളാർ ഡയമെൻഷൻസ്. ഓക്കെ, നമുക്ക് ഡയമെൻഷൻസുകളാണ് ഇതിൽ തന്നിരിക്കുന്നത്. സോ ലിസ്റ്റ് 1ലേക്ക് വരികയാണെങ്കിൽ വാംത്ത്, അബ്സ്ട്രാക്റ്റഡ്നെസ്, ഓപ്പൺനെസ് ടു ചേഞ്ച്, പെർഫെക്ഷണലിസം. സോ കഴിഞ്ഞ തവണയും നമുക്ക് ഈ ഒരു പേഴ്സണാലിറ്റി ഫാക്ടറുകളെ ബേസ് ചെയ്തിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാനുണ്ടായിരുന്നു.
സോ നമ്മൾ ഈ ഫാക്ടറുകളിലൊക്കെ ഇപ്പം വാംത്ത് എന്ന് പറഞ്ഞാൽ അതിൽ നമുക്ക് എന്താണ് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ പെർഫെക്ഷനിസം എന്ന് പറഞ്ഞാൽ അതിൽ എന്താണ് വരുന്നത്, അങ്ങനെയുള്ളൊരു ക്ലാസിഫിക്കേഷനാണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്. സോ അതനുസരിച്ച് നമുക്ക് പ്രോപ്പറായിട്ട് ഇവിടെ അറേഞ്ച് ചെയ്യാനായിട്ടും സാധിക്കും എന്നുള്ളതാണ്. സോ ഫസ്റ്റ്ലി ഇറ്റ് ഈസ് അബൌട്ട് വാംത്ത്. വാംത്ത് എന്ന് പറയുമ്പോൾ നമുക്കതിൽ ആക്ച്വലി ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് അറിയാമോ? വിച്ച് ഇസ് ഔട്ട് ഗോയിങ് ഓർ റിസർവ്ഡ്. ഒരു റിസർവ് ടൈപ്പ് ആണോ അതെയോ കുറച്ചുകൂടി ഒരു ഓപ്പൺ ആയിട്ടുള്ളൊരു വ്യക്തിയാണോ എന്നുള്ളതാണ്. സോ A3 നമുക്ക് വളരെ ഡയറക്റ്റ് ആയിട്ട് മാച്ച് ചെയ്യാം. A3 ഉള്ള 2 ഓപ്ഷൻസ് ഉണ്ട്, ഓപ്ഷൻ ബിയും ആൻഡ് ഓപ്ഷൻ ഡിയും. ബാക്കിയുള്ള ഓപ്ഷൻസ് നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. നെക്സ്റ്റ് വൺ അബ്സ്ട്രാക്റ്റഡ്നെസ് എന്ന് പറയുമ്പോൾ വിച്ച് ഇസ് എന്തിനെ റിലേറ്റ് ചെയ്തിരിക്കുക, എത്ര അബ്സ്ട്രാക്റ്റ് ആണ്, എത്ര ക്ലിയർ ആണ്, എത്ര ഇമാജിനേറ്റീവ് ആണ്, എത്രത്തോളം പ്രാക്ടിക്കൽ ആണ് എന്നുള്ളതാണ്. ഓക്കെ, സോ ബി നമുക്ക് ആക്ച്വലി 1 ഐഡൻറ്റിഫൈ ചെയ്യാം. സോ B1 എനിക്ക് ഒരു പേഴ്സണൽ ഫാക്ടർ അതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഡയമെൻഷൻസ് പറയുമെങ്കിൽ വളരെ ഈസി ആയിട്ട് ആൻസർ ചെയ്യാം. ഓക്കെ, ഇത് വളരെ ഡിറക്റ്റ് ക്വസ്റ്റൻ ആണ്. നിങ്ങളിത് നോട്ട്സൊക്കെ നന്നായിട്ട് വായിച്ചാൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ആൻസർ ചെയ്യാനായിട്ട് സാധിക്കും. ദെൻ ഓപ്പൺനെസ് ടു ചേഞ്ച്, അപ്പോൾ B1 എന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തു. ദെൻ കമ്മിങ് ടു C, ഓപ്പൺനെസ് ടു ചേഞ്ച് എന്ന് പറയുമ്പോൾ വിച്ച് ഇസ് അബൌട്ട് എത്രത്തോളം അവരൊരു ചേഞ്ച് അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറായിട്ടുള്ളവരാണോ, എക്സ്പെരിമെൻ്റൽ ആണോ, കൺസർവേറ്റീവ് ആണോ. ആൻഡ് ഫൈനലി വി ഹാവ് പെർഫെക്ഷനലിസം. സോ ഇനി പെർഫെക്ഷനലിസം എങ്ങോട്ട് വരും എന്നുള്ളത് വളരെ ഈസിയാണ്. വിച്ച് ക്യാൻ ബി കൺട്രോൾഡ് വേഴ്സസ് കാഷ്വൽ. ഓക്കെ, സോ നമ്മൾ ഓപ്ഷൻസിലേക്ക് വരികയാണെങ്കിൽ A3, B1, C4, D2. ഓക്കെ, കറക്റ്റ് അല്ലേ? A3 നമ്മൾ പറഞ്ഞു. ദെൻ ബിയിലേക്ക് വന്ന B1 നമ്മൾ പറഞ്ഞു. C ഓപ്പൺനെസ് ടു ചേഞ്ച്, C നമ്മൾ 4 കണക്ട് ചെയ്തിട്ടാണ് പറഞ്ഞത്. ആൻഡ് D ഈസ് അബൌട്ട് 2. സോ കറക്റ്റ് ആൻസർ ഇസ് B. Question number 37. Hospital administration may think that patients wants better food, but patients may be more concerned with the nurse responsiveness. Above statement pertains to which of the following service gap? So ആക്ച്വലി ഈ സർവീസ് ഗ്യാപ്പ് എന്ന് പറയുന്ന ഈ ഒരു ടോപ്പിക്കൊക്കെ നമ്മൾ പഠിക്കുക മാർക്കറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വരുമ്പോഴാണ്. സോ ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്താണെന്ന് ചോദിച്ചാൽ, ഇവിടെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനിൽ അവർ ചിന്തിക്കുന്നത് പേഷ്യൻസിന് വേണ്ടത് വളരെ നല്ല രീതിയിലുള്ള ഫുഡ് കൊടുക്കുക എന്നുള്ളതാണ്. പക്ഷെ പേഷ്യൻസിൻ്റെ പെർസ്പെക്റ്റീവ് എന്താണ്? അവർ ചോദിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ അല്ലെ വ്യക്തമായിട്ടൊരു നഴ്സിൽ നിന്നൊരു റെസ്പോൺസീവ്നെസ് ആണ് അവർ ആഗ്രഹിക്കുന്നത്. അപ്പം ഇവിടെ കസ്റ്റമർ ആഗ്രഹിക്കുന്നതല്ല കസ്റ്റമറിന് കിട്ടുന്നത് അല്ലേ. കസ്റ്റമർ ഒന്ന് ആഗ്രഹിക്കുന്നു, അത് കൊടുക്കുന്ന വ്യക്തികൾ അതിൻ്റെ ഒരു ദ പേഴ്സൺ ഓർ ദ മാനേജ്മെൻറ്റ് അവർ മറ്റൊരു റിസൾട്ടാണ് അവർക്ക് വേണമെന്ന് ആഗ്രഹിക്കുന്നത്. അപ്പോൾ രണ്ടുപേരും ചിന്തിക്കുന്നതിലുള്ളൊരു ഗ്യാപ്പാണ് ഇത്. ആക്ച്വലി നമ്മൾ സർവീസ് ഗ്യാപ്പിലൊക്കെ ഡിസ്കസ് ചെയ്യുന്നൊരു ടോപ്പിക്കാണ്. സോ ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത്? ഗ്യാപ്പ് ബിറ്റ്വീൻ വളരെ ഡയറക്റ്റ് ആണ്. കൺസ്യൂമർ എക്സ്പെക്റ്റേഷൻ, കൺസ്യൂമർ എന്ത് എക്സ്പെക്ട് ചെയ്യുന്നു, മാനേജർ എന്ത് കാഴ്ചപ്പാടി കൊണ്ടുവരുന്നു, ഇത് രണ്ടുമാണ് തമ്മിലുള്ള ഡിഫറൻസ് ആണ് അല്ലേ. സോ ഡയറക്റ്റ്ലി നമുക്ക് ഓപ്ഷൻ ബിയിലേക്ക് പോകാം. ഓപ്ഷൻ ബിയിൽ പറയുന്നത് മാനേജ്മെൻറ്റ് പെർസെപ്ഷനും സർവീസ് ക്വാളിറ്റി സ്പെസിഫിക്കേഷനും. സർവീസ് ക്വാളിറ്റി സ്പെസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഓൾറെഡി സ്പെസിഫൈ ചെയ്ത കാര്യത്തിൽ നിന്നുള്ള ഡീവിയേഷനാണ്. അത് നമുക്കിവിടെ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. സിയിലേക്ക് വരുമ്പോൾ വിച്ച് ഇസ് അബൌട്ട് സർവീസ് ഡെലിവറി ആൻഡ് എക്സ്റ്റേണൽ കമ്മ്യൂണിക്കേഷൻ. അതുമല്ല ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. വളരെ ഡയറക്റ്റ് ആണ്. മാനേജ്മെൻറ്റ് കാഴ്ചപ്പാടും കൺസ്യൂമേഴ്സിൻ്റെ എക്സ്പെക്റ്റേഷനും തമ്മിലുള്ള ഗ്യാപ്പാണ്. സോ അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നോക്കുകയാണെങ്കിൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ ദ മെയിൻ പ്ലാറ്റ്ഫോം ഫോർ സോഷ്യൽ മീഡിയ. സോഷ്യൽ മീഡിയയുടെ മെയിൻ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിൽ നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. എഗെയിൻ ഇവിടെ നിങ്ങളൊരു കോമ്പിനേഷൻ ഓഫ് ആൻസേഴ്സ് ചൂസ് ചെയ്യണം. ഓക്കെ, നമുക്ക് നോക്കാം. സെർച്ച് എൻജിൻസ്, ഓൺലൈൻ കമ്മ്യൂണിറ്റീസ് ആൻഡ് ഫോറംസ്, ബ്ലോഗ്സ്, സോഷ്യൽ നെറ്റ്വർക്ക്, വെബ് 1.0. സോ ഏതൊക്കെയായിരിക്കാം നമുക്കിതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്നത്? നമ്മൾ സോഷ്യൽ മീഡിയ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് ഈ മാർക്കറ്റിംഗ് പോലുള്ള കമ്മ്യൂണിക്കേഷൻസുകൾ അവരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ്. സോ ഓൺലൈൻ കമ്മ്യൂണിറ്റീസ് അല്ലെങ്കിൽ ഫോറംസ് തീർച്ചയായിട്ടും അതിനെ നമ്മൾ യൂസ് ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഫോറമാണ്. ആൻഡ് വാട്ട് അബൌട്ട് ബ്ലോഗ്സ്? യെസ്, ഓഫ് കോഴ്സ് അതും ഇൻക്ലൂഡ് ചെയ്യാം. സോഷ്യൽ നെറ്റ്വർക്കും നമുക്ക് ഇൻക്ലൂഡ് ചെയ്ത് പറയാം. വെബ് ഒന്നും നമുക്ക് അതിൻ്റെ ഒരു പാർട്ടായിട്ട് പറയാനായിട്ട് സാധിക്കത്തില്ല. സോ എക്സെപ്റ്റ് AE നമുക്ക് ബാക്കി എല്ലാ ഓപ്ഷൻസിനെയും ഇൻക്ലൂഡ് ചെയ്യാം. BCD. ഓക്കെ, സോ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ A. Moving to the next question, dimensions of VALS framework to include which one of the following? Again കൺസ്യൂമേഴ്സുമായിട്ട് ബന്ധപ്പെട്ട അവരുടെ മോട്ടിവേഷനുമായിട്ട് ബന്ധപ്പെട്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് ഇവിടെയും ചോദിച്ചിരിക്കുന്നത്. സോ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഏതൊക്കെയാണ് ഇതിൽ ഉൾപ്പെടുന്ന ഡയമെൻഷൻ എന്നാണ്. ഓക്കെ, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. എഗെയിൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് വളരെ ഡയറക്റ്റ് ആയിട്ട് തന്നെ പറയാം, കൺസ്യൂമറിൻ്റെ മോട്ടിവേഷനും റിസോഴ്സസും ആണ് നമ്മൾ VALS ഫ്രെയിംവർക്ക് പ്രകാരം നമ്മളിതിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന ഡയമെൻഷൻ എന്ന് പറയുന്നത്. സോ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഡയറക്റ്റ് ആൻസറും ആണ്, which is option A, consumer motivation and consumer resources. Okay.
to question number 14, Michael Porter has identified 5 forces that determine the intrinsic long-term attractiveness of a market. According to the model, which of the following are true? സോ മാർക്കറ്റിങ്ങിൽ നിന്ന് മൈക്കിൾ പോട്ടറിൻ്റെ 5 ഫോഴ്സ് മോഡലുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം മാർക്കറ്റിൻ്റെ അട്രാക്റ്റീവ്നെസ്സിനെ കുറിച്ച്, ഓരോ സെഗ്മെൻറ്റ് വൈസ് ഉള്ള അട്രാക്റ്റീവ്നെസ്സിനെ കുറിച്ചിട്ട് എന്താണ് പറഞ്ഞത്, ഒരു പെർട്ടിക്കുലർ സെഗ്മെൻറ്റ് എങ്ങനെ അൺഅട്രാക്റ്റീവ് അല്ലെങ്കിൽ അട്രാക്റ്റീവ് ആണെന്ന് പറയുന്നു എന്നുള്ളതാണ്. സോ വളരെ ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് നിങ്ങൾ ഇതിൽ നിന്ന് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റിലേക്ക് വരികയാണെങ്കിൽ, എ സെഗ്മെൻറ്റ് ഇസ് അൺഅട്രാക്റ്റീവ് ഇഫ് ഇറ്റ് ഇസ് ഓൾറെഡി കണ്ടെയ്ൻസ് ന്യൂമറസ് അഗ്രസീവ് കോമ്പറ്റീറ്റേഴ്സ്. യെസ്, ശരിയാണ് അല്ലേ? ധാരാളം കോമ്പറ്റീറ്റേഴ്സ് ഓൾറെഡി ഉള്ള ഒരു മാർക്കറ്റിൽ നമ്മൾ വീണ്ടും ചെന്നിട്ട് നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. സോ ആ ഒരു സെഗ്മെൻറ്റ് എന്ന് പറയുന്നത് അൺഅട്രാക്റ്റീവ് ആയിരിക്കും. കറക്റ്റ് ആണ്. ദെൻ എ സെഗ്മെൻറ്റ് ഇസ് അൺഅട്രാക്റ്റീവ് ഇഫ് ഇറ്റ് ഇസ് സ്റ്റേബിൾ ഓർ ഡിക്ലൈനിങ്. അതായത് പ്രത്യേകിച്ച് അതിൽ യാതൊരുവിധ മാറ്റവും വരുന്നില്ല, അല്ലെങ്കിൽ ഒരു ഡിക്ലൈനിങ് സ്റ്റേജിലേക്കാണ് പോകുന്നതെങ്കിൽ അങ്ങനെയുള്ള സെഗ്മെൻറ്റുകളെയും നമ്മൾ അട്രാക്റ്റീവായിട്ട് കണക്കാക്കത്തില്ല. സോ ബി ഈസ് ഓൾസോ കറക്റ്റ്. വാട്ട് അബൌട്ട് സി? A segment is unattractive if it has high entry barriers and low exit barriers. അത് തെറ്റാണ്. ആ ഒരു കാറ്റഗറി ഓഫ് സെഗ്മെൻ്റ് എന്ന് പറയുന്നത് അട്രാക്റ്റീവ് ആണ്. അതിന് എൻട്രി ബാരിയേഴ്സ് വളരെ കൂടുതലാണ്, എക്സിറ്റ് ബാരിയേഴ്സ് കമ്പാരിറ്റീവ്ലി കുറവാണ് എങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? അവിടെ എപ്പോഴും പുതിയ പുതിയ കോമ്പറ്റീറ്റേഴ്സിന് എൻട്രി ചെയ്യാനുള്ള സാധ്യതകൾ കുറവാണ്. സോ അങ്ങനെയുള്ള മാർക്കറ്റിനെ നമ്മൾ, അല്ലെങ്കിൽ സെഗ്മെൻറ്റിനെ നമ്മൾ അട്രാക്റ്റീവ് ആയിട്ടാണ് കാണുന്നത്. സോ സി നമ്മുടെ ഓപ്ഷനിൽ വരാനായിട്ട് പാടില്ല, കാരണം വിച്ച് ഇസ് റോങ്. എ സെഗ്മെൻറ്റ് ഇസ് അൺഅട്രാക്റ്റീവ് if the company suppliers are able to rise the price. Yes, അവർക്ക് പ്രൈസിൽ ധാരാളം വ്യത്യാസങ്ങൾ വരുത്താൻ പറ്റുമെങ്കിൽ കമ്പനിയെ സംബന്ധിച്ചുള്ള അത് കുറച്ച് ബുദ്ധിമുട്ടാകും. സോ ഡി ഈസ് ഓൾസോ കറക്റ്റ്. ഇ, a segment is unattractive when there are actual or potent substitutes. യെസ്, നമുക്കിപ്പോൾ അതിനുള്ള ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് അവൈലബിൾ ആണെങ്കിൽ തീർച്ചയായിട്ടും അവർ മറ്റ് സബ്സ്റ്റിറ്റ്യൂട്ടുകളിലേക്ക് പോകാനുള്ള സാധ്യത കൂടുതലാണ്. സോ ദാറ്റ് ഈസ് ഓൾസോ കറക്റ്റ്. സോ എ, ബി, സി മിസ്റ്റേക്ക് കൊണ്ട് നമ്മൾ പറഞ്ഞു ഡി ഇ. എ, ബി, ഡി, ഇ എന്നായിരിക്കും നമ്മുടെ ഓപ്ഷൻ വരേണ്ടത്. സോ യെസ്, ഓപ്ഷൻ ഡി, എ, ബി, ഡി, ഇ. സോ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ഡി. മൂവിങ് ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നമുക്ക് എഗെയിൻ മാർക്കറ്റിങ്ങിൽ നിന്നുള്ളൊരു മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ആയിരുന്നു. സോ ഇവിടെ 2 ലിസ്റ്റുകളുണ്ട്. ലിസ്റ്റ് 1 പ്രൊമോഷണൽ ക്യാമ്പയിനെ കുറിച്ചും, ലിസ്റ്റ് 2 അത് ഏത് കമ്പനിയുമായിട്ട് റിലേറ്റ് ചെയ്ത് നടത്തിയ പ്രൊമോഷണൽ ക്യാമ്പയിൻ ആണെന്നാണ് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്. സി, നമ്മളോട് കഴിഞ്ഞ തവണ മാർക്കറ്റിങ്ങിൽ നിന്ന് ഏജൻസികൾ, അഡ്വർടൈസിങ് ഏജൻസികൾ ഇതുപോലെ മാച്ച് ചെയ്യാൻ ചോദിച്ചിരുന്നു. സോ ഇവിടെ പ്രൊമോഷണൽ ക്യാമ്പയിൻ സ്റ്റേ സ്ട്രോങ് മോംസ് എന്ന് പറയുന്ന ക്യാമ്പയിൻ ഈ പറയുന്ന ഏത് കമ്പനിയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് എന്നുള്ളതാണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ GQ, ലെറ്റ്സ് അൺസ്റ്റീരിയോടൈപ്പ് ഇന്ത്യ, ദെൻ ഫ്രീഡം ടു ലവ്, ഇതൊക്കെ നമുക്ക് എന്തുമായിട്ട്, ഏത് കമ്പനിയുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നത്, അതിൻ്റെ പ്രോപ്പറായിട്ടുള്ള മാച്ചിങ് ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട്. സോ സ്റ്റേ സ്ട്രോങ് മോം എന്ന് പറയുന്നത് ആക്ച്വലി ITCയുമായിട്ട് ഈ പറയുന്ന ITCയുമായിട്ട് റിലേറ്റ് ചെയ്ത് വന്നിരുന്ന ഒന്നാണ്. ഓക്കെ, സോ A3 എന്ന് പറയുന്നത്, സോ നമ്മൾ നോക്കുകയാണെങ്കിൽ വി ഹാവ് ഓൺലി 1 ഓപ്ഷൻ. ഓക്കെ, സോ A3 ആണ് സേ സ്ട്രോങ് മോം എന്ന് പറയുന്നത്, വിച്ച് വാസ് റിലേറ്റഡ് ടു ITC. ആൻഡ് GQ എന്ന് പറയുന്ന ഈ ഒരു ക്യാമ്പയിൻ എന്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടായിരുന്നു? സി, നമ്മൾ A3 ഐഡൻറ്റിഫൈ ചെയ്താൽ തന്നെ ബാക്കിയുള്ള നമുക്ക് ഈസി ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാം. എനിവേ വിച്ച് ഇസ് റിലേറ്റഡ് ടു പെപ്സി കമ്പനി ലിമിറ്റഡ് ആണ്. ഓക്കെ, ഇന്ത്യയായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ്. ലെറ്റ്സ് അൺസ്റ്റീരിയോടൈപ്പ് ഇന്ത്യ എന്ന് പറയുന്നത് എന്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്? വിച്ച് ഇസ് റിലേറ്റഡ് ടു ഗ്രൂപ്പ് ബോണ്ട് ഇന്ത്യ. ആൻഡ് ഫ്രീഡം ടു ലവ് ഇസ് ആക്ച്വലി റിലേറ്റഡ് ടു HUL, ഹിന്ദുസ്ഥാൻ യൂണിലിവറുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചൊക്കെ ഉള്ളൊരു ജനറൽ ഐഡിയ ഉണ്ടെങ്കിൽ നമുക്കിതിലേക്ക് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ഇതിൽ ഏതെങ്കിലും ഒന്ന് അറിയാമെങ്കിൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ആൻസർ ചെയ്യാം എന്നുള്ളതാണ്. ഓക്കെ, ഇതാണ് കുറച്ച് ജനറലായിട്ട് നമ്മളോട് മാർക്കറ്റിങ്ങിൽ നിന്നും ചോദിച്ചൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് കുറച്ച് ഐഡിയ ഉണ്ടായിരിക്കണം, എങ്കിൽ ഇത് ആൻസർ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളായിരുന്നു. ഓക്കെ, സോ ഇതിൻ്റെ ആൻസർ വന്നിട്ട് A3, B1, C4, D2. ദാറ്റ് ഇസ് ഓപ്ഷൻ A. Next question, in order to maintain its market share, a market follower can employ. So ആ ഒരു കമ്പനിക്ക് അവരുടെ സ്ട്രാറ്റജി, അവരുടെ മാർക്കറ്റിനെ അതുപോലെ തന്നെ നിലനിർത്തിക്കൊണ്ട് പോകണമെന്നുണ്ടെങ്കിൽ ഒരു മാർക്കറ്റ് ഫോളോവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന സ്ട്രാറ്റജി ഏതാണെന്നുള്ളതാണ്. കൗണ്ടർ ഫീറ്റിംഗ് സ്ട്രാറ്റജി, സ്പെഷ്യലൈസേഷൻ സ്ട്രാറ്റജി, കൗണ്ടർ ഒഫൻസീവ് സ്ട്രാറ്റജി, പ്രിഎംപ്റ്റീവ് സ്ട്രാറ്റജി. സോ സ്ട്രാറ്റജികളെ കുറിച്ചിട്ടൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാം. സോ ഇവിടെ നമുക്ക് അവരുടെ മാർക്കറ്റ് ഷെയർ മെയിൻറ്റെയിൻ ചെയ്ത് പോകണമെങ്കിൽ അവർ യൂസ് ചെയ്യേണ്ട സ്ട്രാറ്റജി എന്താണ്? വിച്ച് ഇസ് കൗണ്ടർ ഫീറ്റിംഗ് സ്ട്രാറ്റജി. ദാറ്റ് ഇസ് ഓപ്ഷൻ A. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2 സ്റ്റേറ്റ്മെൻറ്റ്സുകളാണ് നമുക്ക് തന്നിരിക്കുന്നത്. സോ നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണോ തെറ്റാണോ എന്നാണ് ഇവിടെ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്. ഓക്കെ,
സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റിലേക്ക് വരാം. മാർക്കറ്റിംഗ് മാനേജേഴ്സ് മസ്റ്റ് കാൽക്കുലേറ്റ് കസ്റ്റമർ ലൈഫ് ടൈം വാല്യൂസ് ഓഫ് ദെയർ കസ്റ്റമർ ബേസ് ടു അണ്ടർസ്റ്റാൻഡ് ദെയർ പ്രോഫിറ്റ് ഇംപ്ലിക്കേഷൻ. യെസ്, മാർക്കറ്റിംഗ് മാനേജേഴ്സ് ഉറപ്പായിട്ടും കസ്റ്റമർ ലൈഫ് ടൈം വാല്യൂ എത്രയുണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യണം. അവർക്ക് അതിനെക്കുറിച്ചൊരു എസ്റ്റിമേഷൻ ഉണ്ടായിരിക്കണം. അത് തീർച്ചയായിട്ടും അവരുടെ ഭാവിയിലുള്ള പ്രോഫിറ്റിനെ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കി എടുക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. സോ ഉറപ്പായിട്ടും അത് ശരിയാണ്. വാട്ട് അബൌട്ട് സ്റ്റേറ്റ്മെൻറ്റ് 2? സോ സ്റ്റേറ്റ്മെൻറ്റ് 2 ആക്ച്വലി അക്കൗണ്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ഏരിയയിൽ നിന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിംഗ് ആൻഡ് അക്കൗണ്ടിങ് ടെക്നിക് ഈസ് വെരി യൂസ്ഫുൾ ഫോർ കണ്ടക്ടിങ് കസ്റ്റമർ പ്രോഫിറ്റബിലിറ്റി അനാലിസിസ്. എന്തുകൊണ്ട് ഇതിവിടെ കണക്ട് ചെയ്ത് പറഞ്ഞു? ABC എന്ന് പറയുന്ന ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ടെക്നിക്ക് തന്നെയാണ്. സോ ഇവിടെ നമുക്ക് ഒരു കസ്റ്റമറിൻ്റെ പ്രോഫിറ്റബിലിറ്റി അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ടെക്നിക്ക് ABC യൂസ് ചെയ്യാം എന്നാണ് പറയുന്നത്. യെസ്, നമ്മളവിടെ വളരെ കമ്പനിയെ സംബന്ധിച്ചോളം ക്രിറ്റിക്കലായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഏരിയാസ് ഏതൊക്കെയാണെന്ന് സ്പെസിഫൈ ചെയ്തിട്ടാണ് നമ്മൾ ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിംഗ് ചെയ്യുന്നത്. യെസ്, ഓഫ് കോഴ്സ്. സോ നമുക്ക് ഉറപ്പായിട്ടും പറയാം ബോത്ത് ദീസ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ കറക്റ്റ്. സോ സ്റ്റേറ്റ്മെൻറ്റ് 1 and 2 ആർ കറക്റ്റ്. സോ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ A. Moving to next question, which one of the following is a myth about rural market? റൂറൽ മാർക്കറ്റുമായിട്ട് ബന്ധപ്പെട്ടൊരു മിത്തായിട്ട് നമ്മൾ പറയുന്ന എന്താണ് എന്നുള്ളതാണ്. All villages are not equally populated. അത് നമുക്കൊരു മിത്താണെന്ന് പറയാൻ പറ്റില്ല. റൂറൽ ബയേഴ്സ് ആർ ഹെട്രോജീനിയസ് എ ലോട്ട്, അല്ലേ? അവർ ഹോമോജീനിയസ് ആയിരിക്കണം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. റൂറൽ ബയേഴ്സ് ആർ ഏബിൾ ടു ഡിസ്ക്രിമിനേറ്റ് ബിറ്റ്വീൻ പ്രൊഡക്ട്സ് ആൻഡ് ബ്രാൻഡ്സ്. അവർ പ്രൊഡക്റ്റുകളെയും ബ്രാൻഡുകളെയും വ്യത്യസ്തമായി ഡിഫറൻഷ്യേറ്റ് ചെയ്ത് മാറ്റി പറയും എന്നൊന്നും ഒരു ധാരണയൊന്നും ആർക്കും പൊതുവെ ഉണ്ടാവില്ല. ആൻഡ് ഫൈനലി, ഓൺലി ലോ പ്രൈസ്ഡ് പ്രൊഡക്ട്സ് സെൽ ഇൻ റൂറൽ മാർക്കറ്റ്. യെസ്, ഇത് ഒരു മിത്ത് തന്നെയാണ്. വില കുറഞ്ഞ സാധനങ്ങൾ മാത്രമേ നമുക്ക് റൂറൽ മാർക്കറ്റിൽ വിൽക്കാനായിട്ട് സാധിക്കത്തുള്ളൂ എന്നുള്ളത്. യെസ്, ദാറ്റ്സ് ഓഫ് കോഴ്സ് എ മിത്ത്. അങ്ങനെ നിർബന്ധമില്ല, അല്ലേ? സോ ഉറപ്പായിട്ടും ആൻസറിൽ എന്ത് വരാം? D വരാം. ഓക്കെ, D ആണ് കറക്റ്റ് ആൻസർ, വിച്ച് ഇസ് ഓപ്ഷൻ D. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ ആക്ച്വലി നിങ്ങളോട് പ്രൈസിങ്, ഒരു പെർട്ടിക്കുലർ പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് നമ്മൾ തീരുമാനിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആ ഒരു പ്രോസസ്സാണ് അറേഞ്ച് ചെയ്യാനായിട്ട് ചോദിച്ചിരിക്കുന്നത്. സോ നോക്കിക്കേ, എഗെയിൻ മാർക്കറ്റിംഗിൽ നിന്ന് തന്നെയുള്ളൊരു ക്വസ്റ്റൻ ആണ്. എ കമ്പനി ഷുഡ് അണ്ടർഗോ എ സ്റ്റെപ്പ് വൈസ് പ്രോസസ് ബിഫോർ സെലക്ടിങ് എ ഫൈനൽ പ്രൈസ്. Accordingly, arrange the following steps of pricing policy process to help XYZ company to decide the final price. സോ എഗെയിൻ ഞാൻ തൊട്ട് മുമ്പ് പറഞ്ഞ പോലെ തന്നെ കണ്ടു, വീണ്ടും നമ്മളോട് ഇപ്പോൾ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതിൽ 3ാമത്തെ ക്വസ്റ്റൻ ആണ് ഇങ്ങനെ ഈ പ്രോസസ്സ് അറേഞ്ച് ചെയ്യാനായിട്ട് ചോദിക്കുന്നത്. സോ നമ്പർ ഓഫ് ക്വസ്റ്റൻസ് ഒത്തിരി കൂടി എന്നുള്ളതാണ്. 4ാമത്തെ ക്വസ്റ്റൻ ആണ് ആക്ച്വലി. ഓക്കെ, നമ്മൾ ഈ പറഞ്ഞ പോലെ HRMൽ നിന്നും കണ്ടിരുന്നു, അതുപോലെ തന്നെ അക്കൗണ്ട്സിലും ഒക്കെ കണ്ടിരുന്നു. ഓക്കെ, ഫൈൻ. ബിസിനസ് ഫിനാൻസിലും നമ്മൾ കണ്ടു. ഓക്കെ, സോ ഈ ക്വസ്റ്റനിലേക്ക് നമ്മൾ വീണ്ടും തിരിച്ച് വരികയാണ്. So yes, selecting the pricing method, examining competitors' cost, price and offers, estimating the demand curve and probable quantities the company will sell at each possible prices, selecting pricing objective of the company, estimating cost for different levels of output, for different levels of accumulated production experience and for differentiated marketing offers. സോ ഏതായിരിക്കും ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്? ആദ്യമായിട്ട് അവർക്ക് വേണ്ടത് ഒബ്ജക്റ്റ് ആണ്. സോ അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ആദ്യം വരേണ്ടത് എന്താണ്? ഓപ്ഷൻ D ആണ്. സോ ഓപ്ഷൻ D ആണെന്ന് മനസ്സിലാകുമ്പോൾ നമുക്ക് വീണ്ടും ഓപ്ഷനിലേക്ക് ചെക്ക് ചെയ്യാം. ഓപ്ഷൻ Dയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന എത്ര ഓപ്ഷൻസ് ഉണ്ട്? 2 ഓപ്ഷൻസ് ആണുള്ളത്. സോ ഇതിൽ ഏതെങ്കിലും ഒന്നായിരിക്കും ശരി. ഓക്കെ, സോ ഫസ്റ്റ് നമ്മൾ ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്തു. ഇനി നമ്മുടെ സ്റ്റെപ്പ് എന്താണ്? നമ്മൾ ഓപ്ഷൻ വൈസ് ആണ് പോകുന്നതെങ്കിൽ നമുക്ക് D കഴിഞ്ഞ് Bയും പറയുന്നുണ്ട്, D കഴിഞ്ഞിട്ട് Cയും പറയുന്നുണ്ട്. ഓക്കെ, നമുക്ക് Bയും Cയും വായിച്ചു നോക്കാം. B, examining competitors' cost, price and offers. C, estimating the demand curve and probable quantities the company will sell at each possible price. So നമ്മൾ ഫസ്റ്റ് നമ്മുടെ പ്രൈസ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത കമ്പനിയുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ പ്രൈസിങ് ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കമ്പനിയുടെ അടുത്ത ഉദ്ദേശം എന്ന് പറഞ്ഞാൽ കമ്പനിയുടെ ഡിമാൻഡ് കർവ് എസ്റ്റിമേറ്റ് ചെയ്യുക. ഓരോ പ്രൈസിലും അവർക്ക് എത്രത്തോളം ക്വാണ്ടിറ്റീസ് സെല് ചെയ്യാൻ പറ്റുമെന്ന് നോക്കുക. അതിനുശേഷമാണ് അവരെന്ത് ചെയ്യേണ്ടത്? അവരുടെ കോമ്പറ്റീറ്റീവ്നെസ്സിലേക്കൊക്കെ അല്ലെങ്കിൽ കോമ്പറ്റീറ്ററിനെ കുറിച്ചിട്ടൊക്കെ തീരുമാനിക്കാൻ പോകേണ്ടത്. സോ നമുക്ക് പ്രൈസിങ് സ്ട്രാറ്റജി കഴിഞ്ഞ്, പ്രൈസിങ് ഒബ്ജക്റ്റീവ് കഴിഞ്ഞ് നമുക്ക് എന്ത് പറയാം? which is demanding, like estimating your demand curve. So D, C എന്നേ വരുള്ളൂ. ഓക്കെ, സോ ഇപ്പോൾ തന്നെ ഞങ്ങൾക്ക് കറക്റ്റ് ഓപ്ഷൻ കിട്ടും. എങ്കിലും നമ്മൾ ബാക്കിയുള്ളതിലേക്ക് വരികയാണ്.
ഇനി നമുക്ക് അടുത്ത് വരിക എസ്റ്റിമേറ്റിംഗ് കോസ്റ്റ്. നമ്മൾ കോമ്പറ്റീറ്ററിൻ്റെ കോസ്റ്റ് നമ്മൾ മനസ്സിലാക്കുന്നതിന് മുമ്പ് നമ്മുടെ കോസ്റ്റിനെ കുറിച്ച് നമുക്കൊരു ഐഡിയ വേണം. ഓക്കെ, എസ്റ്റിമേറ്റിംഗ് കോസ്റ്റ് ഫോർ പല ഔട്ട്പുട്ട്, നമ്മളിപ്പോൾ പറഞ്ഞില്ലേ പല ക്വാണ്ടിറ്റി സെല്ല് ചെയ്യുകയാണെങ്കിൽ നമുക്കുണ്ടാകുന്ന പ്രോഫിറ്റ്, അല്ലെങ്കിൽ നമുക്ക് പല പ്രൈസിൽ സെല്ല് ചെയ്യാൻ പറ്റുന്ന ക്വാണ്ടിറ്റീസ് എന്ന് പറഞ്ഞ പോലെ തന്നെ നമുക്ക് പല കോസ്റ്റുകൾ ഓരോന്നുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് എത്രത്തോളം കോസ്റ്റ് നമ്മുടെ കമ്പനിക്ക് ഉണ്ടാകുന്നു എന്നുള്ളത് നമ്മൾ ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യണം. ഓക്കെ, സോ ഈ ആയിരിക്കണം അടുത്ത പോയിന്റ്. അതിനുശേഷമാണ് നമ്മളത് ആരുടെയായിട്ട് കമ്പയർ ചെയ്യേണ്ടത്, നമ്മുടെ കോമ്പറ്റീറ്ററിൻ്റെ കോസ്റ്റും പ്രൈസും ഓഫേഴ്സും ആയിട്ട് അതിനെ പിന്നീട് വേണം കണക്ട് ചെയ്യേണ്ടത്. സോ ഇക്ക് ശേഷം മാത്രമേ ബി വരാനായിട്ട് പാടുള്ളൂ എന്നുള്ളതാണ്. ആൻഡ് ഫൈനലി വിൽ ഗോ ഫോർ ദ പ്രൈസിങ് മെത്തേഡ്. പലതരത്തിലുള്ള മെത്തേഡ് ഉണ്ട്. കമ്പനിക്ക് ഏറ്റവും സ്യൂട്ടബിൾ എന്താണോ അത് കമ്പനി ചൂസ് ചെയ്യും. സോ നമ്മുടെ ഓപ്ഷൻ എങ്ങനെ പോകും? വിച്ച് ഗോസ് ലൈക്ക് ഡി സി ഇ ബി എ. ഡി സി ഇ ബി എ. സോ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ബി. Moving to the next question, the coefficient of correlation having the value of plus 0.87 implies that. So business statistics നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ coefficient of correlation കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 0.87 എന്നാണ് പോസിറ്റീവ് വാല്യൂ ആണ് കിട്ടിയതെങ്കിൽ അത് എന്താണ് സൂചിപ്പിക്കുന്നത്? ഉറപ്പായിട്ടും നമുക്കറിയാം 0.87 എന്ന് പറയുമ്പോൾ ജസ്റ്റ് നിയർ ടു 1 അടുത്ത് തന്നെയൊക്കെ വന്നിട്ടുണ്ട്. സോ വളരെ സ്ട്രോങ് ആണ്. ആൻഡ് ദ വാല്യൂ ഇസ് പോസിറ്റീവ് ഇറ്റ് സെൽഫ്. അതേലും വീക്കാന്ന് നമുക്ക് പറയാൻ പറ്റില്ല അല്ലേ? സോ നമുക്ക് പറയാൻ പറ്റുന്നത് എന്താണ്? കോഎഫിഷ്യന്റ് ഇസ് സ്ട്രോങ് ആൻഡ് പോസിറ്റീവ്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ എ ആയിരിക്കും ഇതിൻ്റെ ആൻസർ. അഗെയിൻ സ്റ്റാറ്റിസ്റ്റിക്സിൽ നിന്നുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ. ദ സ്റ്റാൻഡേർഡ് എറർ ഇസ് എ സ്റ്റാറ്റിസ്റ്റിക്കൽ മെഷർ ഓഫ്. ഓക്കെ, സ്റ്റാൻഡേർഡ് എറർ ഇസ് എ സ്റ്റാറ്റിസ്റ്റിക്കൽ മെഷർ ഓഫ്. എന്തിൻ്റെ മെഷർമെൻറ്റിനെയാണ് നമ്മൾ ഈ സ്റ്റാൻഡേർഡ് എറർ, അല്ലെങ്കിൽ എന്തിൻ്റെ ഒരു ഡിഫറൻസിനെയാണ് നമ്മൾ സ്റ്റാൻഡേർഡ് എറർ എന്ന് പറയുന്നത്? ദ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സ്കോർസ് അറൌണ്ട് ദ സാമ്പിൾ മീൻ, ദ എക്സ്റ്റെന്റ് ടു വിച്ച് ദ സാമ്പിൾ മീൻ ഈസ് ലൈക്ലി ടു ഡിഫർ ഫ്രം ദ പോപ്പുലേഷൻ മീൻ, the clustering of scores at each end of the survey scale, the degree to which the sample has accurately stratified. So നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു വേർഡാണ് സ്റ്റാൻഡേർഡ് എറർ. സ്റ്റാൻഡേർഡ് എറർ. സോ എന്താണ് സ്റ്റാൻഡേർഡ് എറർ? ഇതും വളരെ സിമ്പിളാണ്. സ്റ്റാൻഡേർഡ് എറർ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ആക്ച്വലി നമുക്കറിയാം നമ്മൾ ഈ പറയുന്ന റിസർച്ചും കാര്യങ്ങളൊക്കെ കണ്ടക്ട് ചെയ്യുന്നത് ഒരു സാമ്പിളിനെ യൂസ് ചെയ്തിട്ടാണ് അല്ലേ? നമുക്ക് എൻറ്റയർ പോപ്പുലേഷൻ എടുത്ത് വെച്ച് പഠിക്കാൻ പറ്റില്ല. അപ്പോൾ ഈ സാമ്പിൾ മീനും നമ്മൾ സാമ്പിൾസ് യൂസ് ചെയ്ത് കണ്ടുപിടിച്ച വാല്യൂവും അതുപോലെ തന്നെ പോപ്പുലേഷൻ്റെ മീനും തമ്മിൽ നോക്കുമ്പോൾ ഇഫ് യു ആർ ഫൈൻഡിങ് സം ഡിഫറൻസ്, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? എറർ എന്ന് പറയുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് ദ സ്റ്റാൻഡേർഡ് എറർ. ഓക്കെ, സോ ദ എക്സ്റ്റെന്റ് ടു വിച്ച് എ സാമ്പിൾ എറർ ഈസ് ലൈക്ലി ടു ഡിഫർ ഫ്രം ദ പോപ്പുലേഷൻ മീൻ. സോ കറക്റ്റ് ആൻസർ ഏതായിരിക്കും? വിച്ച് ഇസ് ഓപ്ഷൻ ബി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്സിൽ നിന്ന് തന്നെയാണ്. ഇവിടെ 2 ലിസ്റ്റുകൾ തന്നിട്ടുണ്ട്. ലിസ്റ്റ് 1 ഡിസ്ട്രിബ്യൂഷൻസ് തന്നിരിക്കുന്നു ആൻഡ് ലിസ്റ്റ് 2 അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്കൽ ആയിട്ടുള്ള എക്സ്പ്രഷൻസ് ആണ് തന്നിരിക്കുന്നത്. ഓക്കെ, അതിൻ്റെ വാല്യൂസ് വെച്ചിട്ടുള്ള എക്സ്പ്രഷൻ ആണ് തന്നിരിക്കുന്നത്. So negatively skewed distribution, positively skewed distribution, binomial distribution and normal distribution. Okay, and നമുക്ക് നോക്കിക്കേ അതിന് പോസിബിൾ ആയിട്ടുള്ള മാച്ചിങ്ങും ഇവിടെ തന്നിട്ടുണ്ട്. സോ നമ്മൾ വീണ്ടും ഓപ്ഷനിലേക്ക് ക്വസ്റ്റ്യനിലേക്ക് തിരിച്ചു വരികയാണ്. നെഗറ്റീവ്ലി സ്ക്യൂഡ് എന്ന് പറയുമ്പോൾ when you are comparing with mean and mode എന്തായിരിക്കും സിറ്റുവേഷൻ? നിങ്ങൾ തേർഡ് സിറ്റുവേഷനിലേക്ക് വന്നേ. എക്സ് ബാർ which is less than median which is less than and when you're just comparing it with median and mode which will be greater mode. അങ്ങനെ ഒരു സിറ്റുവേഷൻ ഏതിനായിരിക്കും? അത് ഇപ്പോഴും നെഗറ്റീവ്ലി സ്ക്യൂഡ് ആണ്. പോസിറ്റീവ്ലി സ്ക്യൂഡ് ആണെങ്കിൽ നേരെ തിരിച്ചായിരിക്കും വരിക. ഓക്കെ, മീഡിയനും നമ്മൾ മീനിനെയും എക്സ് ബാർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്ന മീനാണ് കേട്ടോ. മീനിനെയും കമ്പയർ ചെയ്യുമ്പം ഏറ്റവും വലിയ വാല്യൂ എന്ന് പറയുന്നത് ഏത് തന്നെയായിരിക്കും? മീൻ ആയിരിക്കും എന്നുള്ളതാണ്. പിന്നെ മീഡിയൻ, പിന്നെ മോഡ് എന്നേ വരുള്ളൂ. സോ ബിയിലേക്ക് വരുമ്പോൾ യു ക്യാൻ കണക്ട് ഇറ്റ് വിത്ത് 4. സോ A3 B4 നമുക്ക് കിട്ടി. ദെൻ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനും നോർമൽ ഡിസ്ട്രിബ്യൂഷനും. ഈ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനിലാണ് ആക്ച്വലി നമ്മൾ P, Q തുടങ്ങിയ വാല്യൂകൾ വരുന്നത് അല്ലേ? പോസിബിലിറ്റി ഓഫ് സക്സസ് ആൻഡ് ഫെയിലിയർ. സോ ആ ഒരു ഐഡിയ ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് C2 ആയിട്ട് കണക്ട് ചെയ്യാം. ആൻഡ് വാട്ട് അബൌട്ട് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ? നോർമൽ ഡിസ്ട്രിബ്യൂഷൻ നമുക്കറിയാം മീനും മീഡിയനും ഈക്വൽ ആണ് അല്ലേ? നമ്മളൊരു അവിടെ പ്രോപ്പറായിട്ട് സിമെട്രിക്കലായിട്ടൊരു പെർട്ടിക്കുലർ ക്ലാസിഫിക്കേഷൻ ഉണ്ടെന്നാണ് നമുക്ക് പറയുന്നത്. 2 പാർട്ടിനെയും നമുക്ക് 0.50 എന്ന് പറഞ്ഞ് കാൽക്കുലേറ്റ് ചെയ്യാം. ടോട്ടൽ അതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് 1 ആണ് എന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുക അല്ലേ? സോ വളരെ ഈസി ആയിട്ടുള്ളൊരു മാച്ച് ഫോളോയിങ് ആയിരുന്നു. A3 B4 C2 and D1. ഓക്കെ, സോ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ D. ഓക്കെ, now moving to question number 49. In a statistical experiment, an effect size is described as. Effect size എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? Effective testing of hypothesis, probable success of an experimental manipulation, quantitative measurement of the magnitude of the experimental effect,
and standardized measure of magnitude of the effect observed in an experiment. എന്താണ് effect size എന്ന് ഉദ്ദേശിക്കുന്നത്? It's about the quantity or magnitude. Okay, so എന്തായിരിക്കും? It's a quantitative measurement of magnitude. എക്സ്പെരിമെന്റ് ക്വാണ്ടിറ്റേറ്റീവ് എഫക്റ്റ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് അല്ലേ? സോ കറക്റ്റ് ആൻസർ ഏതാണ്? വിച്ച് ഇസ് ഓപ്ഷൻ സി. Moving to question number 50, which of the following statements are correct? A. Internal reliability is described as the consistency of a measure which is taken at two different points of time. A distribution is random walk if it has mean of 0 and variance of 1. Increase and decrease in scores measured over time that produce a variance of less than 50% is reliable. Normal distribution cannot be applied to real life situation. And ഈ factor analysis supersedes multiple discriminant analysis. സോ നിങ്ങൾക്ക് ഇവിടെയും ഒരു കോമ്പിനേഷൻ ഓഫ് ആൻസേഴ്സ് തന്നെയാണ് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ളത്. ഓക്കെ, സോ ഇതിൽ ശരിയായിട്ടുള്ളതാണ് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്. ഇന്റേണൽ റിയലബിലിറ്റി എന്ന് പറഞ്ഞാൽ വിച്ച് ഇസ് ദ കൺസിസ്റ്റൻസി ഓഫ് ദ മെഷർ ടേക്കൺ അറ്റ് ടു ഡിഫറെൻറ്റ്, രണ്ട് നിങ്ങൾ പോയിന്റ്സുകളിൽ എടുക്കുമ്പോൾ അതിലുണ്ടാകുന്നത് എത്രത്തോളം കൺസിസ്റ്റൻ്റ് ആണ്. രണ്ട് രീതിയിൽ നോക്കിയപ്പോൾ ഒരേ ഉത്തരം തന്നെയാണോ വന്നത് എങ്കിലാണ് അത് എത്രത്തോളം വിശ്വസിക്കാം എന്ന് നമുക്ക് പറയാനായിട്ട് വരുന്നത്. സോ എ ഉറപ്പായിട്ടും ഓപ്ഷനിൽ എന്ത് ചെയ്യണം? വരണം. ദെൻ വാട്ട് അബൌട്ട് ബി? എ ഡിസ്ട്രിബ്യൂഷൻ ഇസ് റാൻഡം വർക്ക് ഇഫ് ഇറ്റ് ഹാസ് എ മീൻ. എപ്പോഴാണ് നമ്മൾ അതിനെ റാൻഡം ആയിട്ട് കണക്കാക്കുന്നത്? മീൻ 0യും വേരിയൻസും ഉണ്ടാകുമ്പോഴാണ്. സോ ശരിയാണ്, ബിയും കറക്റ്റ് ആണ്. Increase or decrease in scores measured over time that produce a variance of less than 50%. 50% കുറവാണെങ്കിൽ നമ്മളതിനെ റിലയബിൾ ആണോ, അത് ട്രസ്റ്റബിൾ ആണോ? അല്ല. സോ സി ഓപ്ഷനിൽ വരാൻ പാടില്ല. ഡി, നോർമൽ ഡിസ്ട്രിബ്യൂഷൻ കനോട്ട് ബി അപ്ലൈഡ് എന്നാണ് പറയുന്നത്, ബട്ട് ഇറ്റ് ക്യാൻ ബി അപ്ലൈഡ്. സോ നമുക്ക് ഡി എന്ന് പറയുന്ന ഓപ്ഷനും എന്ത് ചെയ്യാനായിട്ട് പറ്റും? എലിമിനേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഫാക്ടർ അനാലിസിസ് സൂപ്പർസീസ് മൾട്ടിപ്പിൾ ഡിസ്ക്രിമിനന്റ് അനാലിസിസ്. ശരിയാണ്, കറക്റ്റ് ആണ്. സോ എ, ബി, ഇ ആയിരിക്കണം നമ്മുടെ കറക്റ്റ് ആൻസർ. Yes, so answer is option A. Option A ആണ് ഈ ഒരു ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ. Moving to question number 51, which of the following construct hold true for research analysis and design? Research design is a framework for every stage of collection and analysis of data. So ഈ ഒരു ക്വസ്റ്റ്യൻ ആക്ച്വലി ബിസിനസ് സ്റ്റാറ്റിസ്റ്റിക്സുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ്, റിസർച്ചുമായിട്ട് സ്പെസിഫിക്കലി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. സോ റിസർച്ച് അനാലിസിസ് ആൻഡ് ഡിസൈനുമായിട്ട് ബന്ധപ്പെട്ട്. സോ റിസർച്ച് ഡിസൈൻ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഫ്രെയിംവർക്ക് ഫോർ എവറി സ്റ്റേജ് ഓഫ് കളക്ഷൻ ഓഫ് ആൻഡ് അനാലിസിസ് ഓഫ് ഡേറ്റ. യെസ്, റിസർച്ച് ഡിസൈൻ എന്ന് പറഞ്ഞാൽ അതിൽ നമ്മൾ കളക്ഷനായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ അതുമായിട്ട് അനാലിസിസുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും തന്നെ അതിൽ ഇൻക്ലൂഡ് ചെയ്യും. സോ എ നമുക്ക് തീർച്ചയായിട്ടും ശരിയാണ് എന്ന് പറയാം. സോ നിങ്ങൾ ഇവിടെയും തൊട്ട് മുമ്പത്തെ പോലെ നിങ്ങളൊരു കോമ്പിനേഷൻ ഓഫ് ആൻസേഴ്സ് ആണ് ചൂസ് ചെയ്യേണ്ടത്. ലൈക്ക് എ, ബി, ഇ, അങ്ങനെ ഒരു കോമ്പിനേഷൻ ഓഫ് ആൻസേഴ്സ് ആണ് നമ്മളിവിടെ ചൂസ് ചെയ്യേണ്ടത്. ഓക്കെ, സോ എനിവേ നമ്മൾ എ ഓൾറെഡി ശരിയാണ് എന്ന് പറഞ്ഞു. സോ എ കറക്റ്റ് ആയിട്ടുള്ള രണ്ട് ഓപ്ഷൻസ് ആണ് ഇവിടെ ഉള്ളത്, ഓപ്ഷൻ എയും ഓപ്ഷൻ സിയും. ഓപ്ഷൻ ബിയും ഡിയും നമുക്കിവിടെ എലിമിനേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. സോ കമ്മിങ് ടു ഓപ്ഷൻ ബി, ദ ചോയ്സ് ബിറ്റ്വീൻ ക്വാളിറ്റേറ്റീവ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ്സ് ഇൻ റിസർച്ച് എക്സ്പെരിമെന്റ്സ് ഡിപ്പെൻഡ്സ് അപ്പോൺ ക്രോൺബാച്ച് ആൽഫ. ആണോ ഒരു പെർട്ടിക്കുലർ ടെക്നിക്ക് അത് ക്വാളിറ്റേറ്റീവ് ആണോ ക്വാണ്ടിറ്റേറ്റീവ് ആണോ എന്ന് ഡിഫൈൻ ചെയ്യുന്നത് അല്ലെങ്കിൽ അതിനെ ബേസ് ചെയ്യുന്നത് ഈ ഒരു ക്രോൺബാച്ച് ആൽഫയാണോ? അല്ല. സോ ബി എന്ന് പറയുന്നത് തെറ്റാണ്. സോ ബിയെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. സോ ബി തെറ്റാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് കറക്റ്റ് ആൻസറിലേക്ക് വരാം. ഈവൻ ദോ നമുക്ക് ബാക്കിയുള്ള ഓപ്ഷൻ കൂടി നോക്കാം. സി, എക്സ്പെരിമെന്റ്സ് ആസ് എ സോഴ്സ് ഓഫ് ഡേറ്റ ഇസ് നോട്ട് അപ്രോപ്രിയേറ്റ് ഫോർ ക്വാളിറ്റേറ്റീവ് സ്റ്റഡി. അല്ലേ? അപ്പം എക്സ്പെരിമെന്റ് മാത്രം യൂസ് ചെയ്ത് നമുക്കൊരു ക്വാളിറ്റേറ്റീവ് സ്റ്റഡി നടത്താനായിട്ട് സാധിക്കത്തില്ല. പ്ലേജിയറിസം ഇസ് എ ഫെയിലിയർ ഓഫ് റിസർച്ചർ ടു അക്നോളജ് ദ ബോറോഡ് മെറ്റീരിയൽ ഇൻ ഹിസ് ഓർ ഹെർ പബ്ലിക്കേഷൻ. കറക്റ്റ് ആൻസർ ആണ്. Content analysis is a method commonly used in qualitative research to aid data collection. സോ പൊതുവേ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് ക്വാളിറ്റേറ്റീവ് ഡേറ്റയിൽ കോണ്ടന്റ് അനാലിസിസ് എന്ന് പറയുന്നത്. സോ എക്സെപ്റ്റ് ബി നമുക്ക് ബാക്കിയുള്ള എല്ലാ സ്റ്റേറ്റ്മെൻറ്റ്സുകളും തന്നെ ശരിയാണെന്ന് പറയാം. സോ എ, സി, ഡി, ഇ. കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ സി. Moving to question number 52, which one of the following is not an assumption of simple linear regression model? So ഇവിടെയും നിങ്ങളോട് assumption ആണ് ചോദിച്ചിരിക്കുന്നത്. റിഗ്രഷൻ അനാലിസിസുമായിട്ട് ബന്ധപ്പെട്ട സിമ്പിൾ ലീനിയർ റിഗ്രഷൻ മോഡൽ ആണ് എങ്കിൽ അവിടെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റാത്തൊരു assumption ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. സോ ഇത് നിങ്ങൾ ആ അസംഷൻ പ്രോപ്പറായിട്ട് പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. ദ സെറ്റ് ഓഫ് എക്സ്പെക്റ്റഡ് വാല്യൂസ് ഓഫ് ഡിപെൻഡൻറ്റ് വേരിയബിൾ വി ഫോർ ഗിവൺ വാല്യൂസ് ഓഫ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ എക്സ് ആർ നോർമലി ഡിസ്ട്രിബ്യൂട്ടഡ്. സോ വിച്ച് ഇസ് കറക്റ്റ്. ഡിപെൻഡൻറ്റ് വേരിയബിൾ ഇസ് ആക്ച്വലി വൈ എന്നാണ് അവിടെ ഉദ്ദേശിച്ചിരിക്കുക.
Then the standard deviation and variance of expected values of the dependent variable above the regression analysis are constant for all values of the independent variable x for set of observation in example, which is also correct. The dependent variable y ആണ്, independent variable x ആണ്. So ഇവിടെയും dependent variable y എന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. So dependent variable y is a continuous random variable, correct ആണ്. The errors in the value of y are identical in successive observation. അങ്ങനെ നമുക്ക് പറയാനായിട്ട് പറ്റുമോ? നമുക്ക് പിന്നീട് അങ്ങോട്ട് ഈ പറയുന്ന വൈയിൽ വരുന്ന എറർ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അങ്ങനെ ഒരു അസംഷൻ എവിടെ പറയുന്നില്ല? സിമ്പിൾ ലീനിയർ റിഗ്രഷൻ മോഡലിൽ പറയുന്നില്ല. സോ അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ കറക്റ്റ് ആൻസർ ഏതായിരിക്കും? വിച്ച് ഇസ് ഓപ്ഷൻ ഡി. മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എഗെയിൻ ബിസിനസ് സ്റ്റാറ്റിസ്റ്റിക്സിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ശരിയായ സ്റ്റേറ്റ്മെൻറ്റ് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ടാണ് question, and ഇതൊരു കോമ്പിനേഷൻ ഓഫ് ആൻസേഴ്സ് ആണ് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്. ഓക്കെ, സോ ദ ഡിഫറൻസ് ബിറ്റ്വീൻ സാമ്പിൾ വേരിയൻസ് ആൻഡ് പോപ്പുലേഷൻ വേരിയൻസ് കമ്പ്യൂട്ടേഷൻ ഇസ് mu replaced by like it is mean, sample mean കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് വാല്യൂ ആണ് നമ്മൾ ഈ പറയുന്ന അല്ലെങ്കിൽ സാമ്പിൾ കാൽക്കുലേറ്റ് ചെയ്യാനാണ് നമ്മൾ എക്സ് ബാർ യൂസ് ചെയ്യുന്നത്. കറക്റ്റ്. സോ then when comes to Cronch-Banch alpha value less than 0.30 indicates reliability of research instruments. അത് തെറ്റായ സ്റ്റേറ്റ്മെൻ്റ് ആണ്. നമ്മൾക്ക് ഇതിനെക്കുറിച്ചൊക്കെ പിന്നീട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. The value of R square 1 may imply the regression is spurious. So which is also correct statement. ഡയറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. And what about D? That is the analysis, the identical observation of sample and population parameters shows that every sample can be substituted as population, which is also correct. നമുക്ക് ഡിയും ശരിയായിട്ട് തന്നെ പറയാനായിട്ട് സാധിക്കും. റാൻഡമൈസ് കൺട്രോൾ ട്രയൽ ഈസ് എ ക്വാളിറ്റേറ്റീവ് അപ്രോച്ച് ടു റിസർച്ച്. റാൻഡമൈസ് കൺട്രോൾ ട്രയൽ എന്ന് പറയുന്നത് നമ്മളത് ക്വാളിറ്റേറ്റീവ് അപ്രോച്ചുമായിട്ട് ബന്ധപ്പെട്ട് യൂസ് ചെയ്യുന്നതാണ്. സോ എക്സെപ്റ്റ് ബി, ഓൾ അതേഴ്സ് ആർ കറക്റ്റ്. ഓക്കെ, സോ എ, സി, ഡി, ഇ ഓൺലി. സോ ദ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ സി. മൂവിങ് ടു ക്വസ്റ്റ്യൻ നമ്പർ 54. ഇവിടെ ഒരു മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ആണ്, ആൻഡ് നമുക്കിത് കാണുമ്പോൾ അറിയാം വിച്ച് ഇസ് ഫ്രം ബിസിനസ് എക്കണോമിക്സ്. സോ ലിസ്റ്റ് 1 പല ടൈപ്സ് ഓഫ് ഗുഡ്സുകളെ കുറിച്ചിട്ടാണ്, നേച്ചർ ഓഫ് ഗുഡ്സിനെ കുറിച്ചിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ലിസ്റ്റ് 2 ഇസ് അബൌട്ട് ഇൻകം ഇലാസ്റ്റിസിറ്റി. സോ നിങ്ങൾക്ക് ഈ ടൈപ്സ് ഓഫ് ഗുഡ്സും അതുപോലെ തന്നെ ഇൻകം ഇലാസ്റ്റിസിറ്റിയും എന്താണ് എന്നുള്ള വ്യക്തമായ ധാരണ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു മാച്ച് ദ ഫോളോയിങ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. So nature of goods il varumbo we have normal goods, inferior goods, luxury goods and necessities. Elasticity il varumbo elasticity which is greater than 1, greater than 0, between 0 and 1, and which is less than 0. Okay, so namukku first one nokam normal goods. Normal goods inde elasticity ennu parayunnathu enganeyayirikkum? Which is greater than 0. 0 ilum കൂടുതലായിരിക്കും നോർമൽ ഗുഡ്സിൻ്റെ ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. ആൻഡ് ഇഫ് ഇറ്റ് ഇസ് അബൌട്ട് ഇൻഫീരിയർ ഗുഡ്സ് ആണ് എങ്കിൽ ഇലാസ്റ്റിസിറ്റി ലെസ് ദാൻ 0 ആയിരിക്കും. നോർമൽ ആണെങ്കിൽ വിച്ച് ഇസ് ഗ്രേറ്റർ ദാൻ 0, ഇൻഫീരിയർ ആണെങ്കിൽ വിച്ച് ഇസ് ലെസ് ദാൻ 0. ആൻഡ് വാട്ട് അബൌട്ട് ലക്ഷറി ഗുഡ്സ്? ഇൻ കേസ് ഓഫ് ലക്ഷറി ഗുഡ്സ് വിച്ച് ഇസ് ഗ്രേറ്റർ ദാൻ 1. ആൻഡ് ഇഫ് ഇറ്റ് ഇസ് കേസ് ഓഫ് നെസസിറ്റി വിച്ച് ഇസ് ഇൻ ബിറ്റ്വീൻ 0 ആൻഡ് 1. സോ നമുക്ക് എങ്ങനെ മാച്ച് ചെയ്യാം? മാച്ചിലേക്ക് വരുമ്പോൾ യു വിൽ ഗോ വിത്ത് എ നമ്മൾ ഓൾറെഡി മാച്ച് ചെയ്തു. എ ക്യാൻ ബി മാച്ച്ഡ് വിത്ത് 2. സോ A2 ഉള്ള 2 ഓപ്ഷൻ ഉണ്ട്. ദെൻ ബി വരുമ്പോൾ വിച്ച് ഇസ് 4. സോ A2, B4, C1, D3. കറക്റ്റ് ആൻസർ ഏതാണ്? വിച്ച് ഇസ് ഓപ്ഷൻ എ. മൂവിങ് ടു ക്വസ്റ്റ്യൻ നമ്പർ 55. എഗെയിൻ ബിസിനസ് ഇക്കണോമിക്സിൽ നിന്ന് തന്നെയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ദ ക്വാളിഫൈഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഡിറ്റർമിനിങ് കോൺസ്റ്റിറ്റ്യൂട്ടിങ് കൺസ്യൂമേഴ്സ് റാഷണാലിറ്റി ഇൻക്ലൂഡ്സ് വിച്ച് ഓഫ് ദ ഫോളോയിങ്. സോ കൺസ്യൂമർ ബിഹേവിയറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഇവിടെയും നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു കോമ്പിനേഷൻ ഓഫ് ആൻസേഴ്സ് ആണ് ചൂസ് ചെയ്യേണ്ടതെന്നുള്ളത് പ്രത്യേകം ഓർക്കുക. സോ ഇക്കണോമിക് സെൽഫിഷ് മോട്ടീവ്, റിസ്ക് റിട്ടേൺ ഒപ്റ്റിമൈസർ, ക്ലാരിറ്റി ഓഫ് പ്രിഫറൻസസ്, പൊസഷൻ ഓഫ് ഇൻഫർമേഷൻ, നോൺ സാറ്റിസ്ഫാക്ഷൻ ഓഫ് നീഡ്സ്. സോ നിങ്ങൾക്ക് ഈ ഒരു കൺസ്യൂമർ ബിഹേവിയർ എന്താണ് അല്ലെങ്കിൽ അതിൻ്റെ തിയറി പ്രോപ്പറായിട്ട് അറിയാമെങ്കിൽ നമുക്ക് വളരെ ഈസി തന്നെ ഇതിൽ അത് ഇൻക്ലൂഡ് ചെയ്യാം എന്നുള്ളതാണ്. സോ ബി ആക്ച്വലി റിസ്ക് റിട്ടേൺ ഒപ്റ്റിമൈസർ നമുക്ക് ആക്ച്വലി ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് പഠിക്കാനില്ല, അല്ലെങ്കിൽ ഇതൊരു ക്യാരക്ടറിസ്റ്റിക്സ് അല്ല. റെസ്റ്റ് ബാക്കിയുള്ള എല്ലാ ഓപ്ഷനും തന്നെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് സാധിക്കും. എ, സി, ഡി ആൻഡ് ഇ. സോ കറക്റ്റ് ഓപ്ഷൻ ഏതാവും? വിച്ച് ഇസ് ഓപ്ഷൻ ഡി.
Moving to the next question, economists adjust to reality limited by individual consumers' preferences, intelligence and environmental factors is called. So എന്താണ് അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇപ്പം ഇൻഡിവിജ്വൽസ് അവർ കൺസ്യൂമർ പ്രിഫറൻസ് അല്ലെങ്കിൽ ഒരു ഇൻ്റലിജൻസ് അവർ എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ് തുടങ്ങിയതിലേക്ക് അവർ നടത്തുന്ന ആ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിന് എന്തായിട്ടാണ് ഇക്കണോമിസ്റ്റുകൾ പറയുന്നത്? ഇറ്റ്സ് അബൌട്ട് ബൗണ്ടഡ് റാഷണാലിറ്റി. നമുക്കിപ്പോൾ കൊമേഴ്സിലൊക്കെ ഈ പറയുന്ന HRM-ൽ നമുക്ക് ബൗണ്ടഡ് റാഷണാലിറ്റി തിയറം ഒക്കെ പഠിക്കാനുണ്ട്. ഓക്കെ, എനിവേ സോ കറക്റ്റ് ആൻസർ ഇസ് സി. Moving to question number 57, total revenue of a business firm increases as long as. Again, business economics-ൽ നിന്ന് തന്നെയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ടോട്ടൽ റവന്യൂ ഇൻക്രീസ് ചെയ്യുന്നത് എപ്പോഴൊക്കെയാണ്, അല്ലെങ്കിൽ ഇലാസ്റ്റിസിറ്റി ഏതുവരെ നിൽക്കുന്ന സിറ്റുവേഷനിലാണ്? ഇഫ് ഇലാസ്റ്റിസിറ്റി ഈസ് ഗ്രേറ്റർ ദാൻ 1. ഓക്കെ, സോ വളരെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ആൻസർ ഓപ്ഷൻ എ. Next question, logically sequence the following economic entities or identities in understanding the theory of consumer choice. So നമുക്ക് ബിസിനസ് ഇക്കണോമിക്സിൽ നിന്നും അങ്ങനെ ഒരു ലോജിക്കലി സീക്വൻസ് ചെയ്യാനുള്ളൊരു ക്വസ്റ്റ്യൻ കിട്ടിയിരിക്കുകയാണ്. എല്ലാ യൂണിറ്റ്സിൽ നിന്നും തന്നെ അത്യാവശ്യം ഒരു പ്രോസസ്സ് അല്ലെങ്കിൽ ഒരു ലോജിക്കൽ സീക്വൻസ് അറേഞ്ച്മെൻറ്റ് നമ്മളോട് ചോദിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇതുവരെ നമ്മൾ അനലൈസ് ചെയ്തത് വെച്ചിട്ട്. സോ ഓക്കെ, സോ നമുക്കിതിൻ്റെ ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. എഗെയിൻ കോമ്പിനേഷൻ ഓഫ് ആൻസേഴ്സ് ആണ്. നമുക്ക് നോക്കാം. സോ ബഡ്ജറ്റ് ലൈൻ, യൂട്ടിലിറ്റി അനാലിസിസ്, ഡിമാൻഡ് കർവ് അനാലിസിസ്, ഇൻഡിഫറൻസ് കർവ് അനാലിസിസ്, കൺസ്യൂമർ ഇക്വിലിബ്രിയം. സോ നമുക്ക് തീർച്ചയായിട്ടും അറിയാം ഈ പറയുന്ന ഡിമാൻഡ് കർവ് അനാലിസിസ് എന്ന് പറയുന്നത് ലാസ്റ്റിൽ വരേണ്ട ഒന്നാണ്. ഫസ്റ്റ് വൺ എപ്പോഴും എന്തായിരിക്കണം? നമ്മൾ യൂട്ടിലിറ്റി അനാലിസിസ് ആണ് നടത്തേണ്ടത് അല്ലേ? സോ യെസ്, സോ ബിയിൽ സ്റ്റാർട്ട് ചെയ്യണം. ബിയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന എത്ര ഓപ്ഷൻ ഉണ്ട്? ബിയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന 3 ഓപ്ഷൻ ഉണ്ട്. സോ എ ഒഴിച്ച് ബാക്കി എല്ലാ ഓപ്ഷൻസും നമുക്കിവിടെ ഇൻക്ലൂഡ് ചെയ്യാം. ഓക്കെ, സോ നെക്സ്റ്റ് ബിക്ക് ശേഷം എന്ത് വരുമായിരിക്കും? നമ്മൾ ഈ പറയുന്ന യൂട്ടിലിറ്റി അനാലിസിസ് നടത്തി കഴിഞ്ഞാൽ അടുത്തായിട്ട് നമ്മൾ നടത്തേണ്ടത് ഇൻഡിഫറൻസ് കർവ് അനാലിസിസ് ആണ്. സോ ബിക്ക് ശേഷം എന്ത് വരും? ബിക്ക് ശേഷം ഡി വരും. അതിനുശേഷമോ നമ്മൾ ബഡ്ജറ്റ് ലൈൻ പ്രിപ്പയർ ചെയ്യും. ദെൻ നമ്മൾ എന്ത് നടത്തും? പിന്നെ നമ്മൾ എന്തായിരിക്കും നടത്തുക? സോ ഈ ഒരു ഓപ്ഷനിലേക്ക് വരികയാണെങ്കിൽ നമുക്കറിയാം ഈ ഒരു ഫസ്റ്റ് നമ്മൾ പറഞ്ഞു ആദ്യം നമ്മൾ ബി വിച്ച് ഇസ് യൂട്ടിലിറ്റി അനാലിസിസ്, ദെൻ നമ്മൾ പറഞ്ഞു ഡി ദാറ്റ് ഇസ് ഇൻഡിഫറൻസ് കർവ് അനാലിസിസ്. സോ ബി ഡിയിലുള്ള നമുക്ക് 2 ഓപ്ഷൻ ഉണ്ട്. ആൻഡ് അതിലെ അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് രണ്ടിലും എ തന്നെയാണ്, അതായത് ബഡ്ജറ്റ് ലൈൻ തന്നെയാണ്. സോ അതുവരെയുള്ള കാര്യങ്ങൾ നമ്മളും ഓൾറെഡി കണ്ടുപിടിച്ചു. ഇനി എന്താണ്? ബി ഡി എക്ക് ശേഷം നമുക്ക് ഏതിലേക്ക് മാച്ച് ചെയ്യാം? ഇസ് ഇറ്റ് ഇ ഓർ സി? സോ ഇയും സിയും നമുക്ക് നോക്കാം. ഈ കൺസ്യൂമർ ഇക്വിലിബ്രിയവും സി എന്ന് പറയുന്ന ഡിമാൻഡ് കർവ് അനാലിസിസും ആണ്. സോ നമുക്ക് ഏതിലേക്ക് വരാം? വിച്ച് ഇസ് അബൌട്ട് ഇ കൺസ്യൂമർ ഇക്വിലിബ്രിയം ആൻഡ് ഇറ്റ് ഇസ് അബൌട്ട് ഡിമാൻഡ് കർവ് അനാലിസിസ്. സോ കറക്റ്റ് ആൻസർ ഏത് വരും? ഓപ്ഷൻ ബി, ബി ഡി എ ഇ സി. ഓക്കെ, moving to question number 59, a price ceiling below the equilibrium price possibly leads to which of the following? പ്രൈസ് സീലിംഗ് ബിലോ ഇക്വിലിബ്രിയം പ്രൈസ്, ഇക്വിലിബ്രിയം പ്രൈസിന് താഴെ പോവുകയാണെങ്കിൽ നമ്മൾ ആ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ അത് എന്തൊരു സിറ്റുവേഷനിലേക്കായിരിക്കും എത്തുക എന്നുള്ളതാണ്. സോ നോക്കുകയാണെങ്കിൽ ഇവിടെയും നമുക്ക് ഒരു കോമ്പിനേഷൻ ഓഫ് ആൻസേഴ്സ് ചൂസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ബ്ലാക്ക് മാർക്കറ്റിംഗ്, കമ്മോഡിറ്റി ഗ്ലട്ട്, ഷോർട്ടേജ് ഓഫ് കമ്മോഡിറ്റി എക്സ്പോർട്ട്, പ്രൈസ് ഡിക്ലൈൻ. ഏതൊക്കെയായിരിക്കാം? ബ്ലാക്ക് മാർക്കറ്റിംഗ് ഉറപ്പായിട്ടും വരും. ഇതൊക്കെ പ്രോപ്പറായിട്ട് നിങ്ങൾ തിയറി പഠിച്ചെങ്കിൽ മാത്രം ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ദെൻ വി ഹാവ് വാട്ട് അബൌട്ട് കമ്മോഡിറ്റി ഗ്ലട്ട് വരില്ല. ആൻഡ് ഷോർട്ടേജ് ഓഫ് കമ്മോഡിറ്റി ഉറപ്പായിട്ടും വരാം. കമ്മോഡിറ്റി എക്സ്പോർട്ട് വരില്ല. ആൻഡ് പ്രൈസ് ഡിക്ലൈനും വരില്ല. സോ ആക്ച്വലി യു ക്യാൻ ഗോ ഫോർ എ ആൻഡ് സി, ദാറ്റ് ഇസ് ബ്ലാക്ക് മാർക്കറ്റിംഗ് ആൻഡ് ഷോർട്ടേജ് ഓഫ് കമ്മോഡിറ്റി. സോ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ സി. Moving to question number 60, the pricing practice to extract all the consumer surplus from consumers to maximize total revenue and profit from the sale of particular quantity of a product is called. So ഇത് price discrimination ആണ്. പ്രൈസ് ഡിസ്ക്രിമിനേഷനുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഫസ്റ്റ് ഡിഗ്രി, സെക്കൻഡ് ഡിഗ്രി, തേർഡ് ഡിഗ്രി ഒക്കെ തന്നെയും പഠിക്കാനുണ്ട്. സോ നമ്മൾ അത് ആക്ച്വലി ഡിസ്കസ് ചെയ്യുക മാർക്കറ്റ് ഫോംസിലായിരിക്കും. സോ ഈ ഒരു ക്വസ്റ്റ്യൻ ആക്ച്വലി ചോദിച്ചിരിക്കുന്നത് എന്താണ്? ദ പ്രൈസിങ് പ്രാക്ടീസ് ടു എക്സ്ട്രാക്ട് കൺസ്യൂമർ സർപ്ലസ് മുഴുവൻ തന്നെയും ഒബ്റ്റെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുന്ന ആ ഒരു സിറ്റുവേഷൻ, അത് ഏത് പ്രൈസിങ്ങിലാണ്? വിച്ച് ഈസ് എ കേസ് ഓഫ് ഫസ്റ്റ് ഡിഗ്രി പ്രൈസിങ്. കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ എ. ഓക്കെ, സോ ഫസ്റ്റ് ഡിഗ്രി പ്രൈസിങ് ഡിസ്ക്രിമിനേഷൻ ആണ് ഈ പറയുന്ന കൺസ്യൂമറിൻ്റെ സർപ്ലസ് മുഴുവനായിട്ടും അക്യൂർ ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു പ്രൊസീജിയർ. സോ ഇതിൻ്റെ ആൻസർ വന്നിട്ട് വിച്ച് ഈസ് ഓപ്ഷൻ എ. Moving to the next question, when a monopolist switches from charging a single price to perfect price discrimination, it reduces. So
മോണോപ്പൊളിസ്റ്റ് ഒരു സിംഗിൾ പ്രൈസ് ചാർജ് ചെയ്യുന്നതിൽ നിന്നൊരു പെർഫെക്റ്റ് പ്രൈസ് ഡിസ്ക്രിമിനേഷനിലേക്ക് എത്തുമ്പോൾ അതെന്താണ് കുറയ്ക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ വിച്ച് ആക്ച്വലി ഡിക്രീസസ് കൺസ്യൂമർ സർപ്ലസ്. വളരെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. സോ നമുക്ക് തന്നിരുന്ന ഓപ്ഷൻ ദ ക്വാണ്ടിറ്റി പ്രൊഡ്യൂസ്ഡ്, ഫേംസ് പ്രോഫിറ്റ്, കൺസ്യൂമർ സർപ്ലസ്, ടോട്ടൽ സർപ്ലസ് എന്നാണ്. ഇപ്പോൾ കുറയ്ക്കുന്നത് എന്താണ്? കൺസ്യൂമർ സർപ്ലസ് ആണ്. സോ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി. മൂവിങ് ടു ക്വസ്റ്റ്യൻ നമ്പർ 62. നമുക്കൊരു അസേർഷൻ റീസണിങ് ക്വസ്റ്റൻ ആണ് തന്നിരിക്കുന്നത്. ഇതും ബിസിനസ് ഇക്കണോമിക്സിൽ നിന്ന് തന്നെയുള്ള ഒരു ക്വസ്റ്റൻ ആണ്. അസേർഷൻ സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്ട് ഇസ് യൂഷ്വലി മച്ച് ലാർജർ ദാൻ ഇൻകം എഫക്ട്. Reason: consumer usually spend only small portion of his or her income on one commodity. So ഇതിൻ്റെ ബേസിസിൽ നമ്മൾ ഈ അസേർഷൻ റീസണിങ്ങിനെ ആൻസർ ചെയ്യണം. സോ നമുക്കറിയാം സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ് ഇസ് യൂഷ്വലി മച്ച് ലാർജർ, ഇൻകം എഫക്റ്റിനേക്കാളും കൂടുതലായിരിക്കും. അതുപോലെ തന്നെ കൺസ്യൂമേഴ്സ് എന്തായിരിക്കും യൂഷ്വലി സ്പെൻഡ് ചെയ്യുന്ന അവരുടെ ഒരു പോർഷൻ ഓഫ് ഇൻകത്തിൻ്റെ വളരെ കുറച്ചൊരു പാർട്ടായിരിക്കും ഒരു പെർട്ടിക്കുലർ കമ്മോഡിറ്റിക്ക് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇൻകം എഫക്റ്റ് കമ്പാരിറ്റീവ്ലി സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റിനെ വെച്ച് നോക്കുമ്പോൾ കുറവാണ് എന്ന് പറയുന്നത്. ഓക്കെ, സോ യു ക്യാൻ സേ ദാറ്റ് എ ആൻഡ് ആർ ആർ കറക്റ്റ് ആൻഡ് ആർ ഇസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ. ഓക്കെ, സോ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ എ. Moving to the next question, banker's sale of mortgage portfolio by setting up a mortgage pass-through security is an example of. So ഇത് ബാങ്കിങ്ങിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. സോ എന്ത് പ്രോസസ്സാണ് ഇവിടെ ആക്ച്വലി നടക്കുന്നത്? നമുക്ക് മോർഗേജ് പോർട്ട്ഫോളിയോകൾ നമ്മൾ ഈ പറയുന്ന സെക്യൂരിറ്റീസ് ഒക്കെ യൂസ് ചെയ്ത് നമ്മളതിനെ ഫണ്ടിങ് ആക്കുന്ന പ്രോസസ് വിച്ച് ഇസ് സെക്യൂരിറ്റൈസേഷൻ. ഓപ്ഷൻ ഡി. Next question, the bank wherein a majority of depositors are non-residents. അവിടുത്തെ ഡെപ്പോസിറ്റേഴ്സുകളെല്ലാം തന്നെയും അല്ലെങ്കിൽ ഒരു മെജോറിറ്റി ആൾക്കാരും നോൺ റെസിഡൻസ് ആണ് എങ്കിൽ നമ്മൾ അതിന് എന്ത് ബാങ്ക് എന്നായിരിക്കും വിളിക്കുക? ക്രോസ് പേയ്മെൻറ്റ്, കറൻസി, ഫോറിൻ, ഓഫ് ഷോർ ബാങ്ക്. ദേ ആർ ഓഫ് ഷോർ ബാങ്ക്സ്. ഓപ്ഷൻ ഡി. അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് നോക്കുകയാണെങ്കിൽ ഇതൊരു മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ആണ്. എഗെയിൻ ബാങ്കിങ് എന്ന് പറയുന്ന യൂണിറ്റിൽ നിന്ന് തന്നെയുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ആൻഡ് നിങ്ങൾക്ക് ഇവിടെ കാണാം ലിസ്റ്റ് 1 ഡിസ്ക്രൈബ് ചെയ്യുന്നത് നെറ്റ് സ്റ്റേബിൾ ഫണ്ട് റേഷ്യോ. അപ്പോൾ ബേസിൽ നോംസുകളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ലിസ്റ്റ് 1 അതിൻ്റെ കോൺസെപ്ച്വലൈസേഷനാണ് ലിസ്റ്റ് 2 തന്നിരിക്കുന്നത്. ആൻഡ് നമുക്ക് ഇതിനെ പ്രോപ്പറായിട്ട് നമ്മൾ അറേഞ്ച് ചെയ്യാനായിട്ട് ശ്രമിക്കണം. സോ ഫസ്റ്റ് വൺ, നെറ്റ് സ്റ്റേബിൾ ഫണ്ടിങ് റേഷ്യോ. ഇത് നമ്മൾ എവിടെയാണ് ആക്ച്വലി ഡിസ്കസ് ചെയ്യുന്നത്? ഇത് ബേസിൽ ID നോംസുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. സോ നമുക്ക് എ ആക്ച്വലി 4 മാച്ച് ചെയ്യാം. ബി, ഇന്നോവേറ്റീവ് പെർപ്പച്വൽ ഡെറ്റ് ഇൻസ്ട്രുമെൻറ്റ്. ഇന്നോവേറ്റീവ് പെർപ്പച്വൽ ഡെറ്റ് ഇൻസ്ട്രുമെൻറ്റ്. സോ ആദ്യം നമ്മൾ A4 എന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് A4 ഉള്ള 3 ഓപ്ഷൻസ് ഉണ്ട് അല്ലേ? സോ ബി എന്ന് പറയുന്ന ഓപ്ഷൻ നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. ബാക്കി എല്ലാ ഓപ്ഷൻസും തന്നെ നമ്മളവിടെ എടുക്കണം എന്നുള്ളതാണ്. ദെൻ ബി, ഇന്നോവേറ്റീവ് പെർപ്പച്വൽ ഡെറ്റ് ഇൻസ്ട്രുമെൻറ്റ് എന്ന് പറയുന്നത് ടയർ 1 ക്യാപിറ്റലുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നതാണ്. സോ ബി യു ക്യാൻ മാച്ച് ഇറ്റ് വിത്ത് 2. ഓക്കെ, A4 B2 ഉള്ള ഒരൊറ്റ ഓപ്ഷനേ ഉള്ളൂ. ദെൻ സി, ട്യൂൺ മെച്യൂരിറ്റി ഗ്യാപ്പ്. ഏതുമായിട്ട് നമുക്ക് മാച്ച് ചെയ്യാം? അസറ്റ് ലയബിലിറ്റി മാനേജ്മെൻറ്റുമായിട്ട് മാച്ച് ചെയ്യാം. ആൻഡ് RWA ഓർ റിസ്ക് വെയ്റ്റഡ് അസറ്റ് നമുക്ക് ഏതുമായിട്ട് മാച്ച് ചെയ്യാം? നമുക്ക് റിമൈനിങ് ആയിട്ട് ഒന്നുകൂടി ഉള്ളൂ, വിച്ച് ഇസ് 3 ടയർ 2 ക്യാപിറ്റൽ. സോ എങ്ങനെ വരും? ഓപ്ഷൻ A4, B2, C1 ആൻഡ് D3. ഓക്കെ, യെസ്. സോ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ A. Coming to question number 66, pricing of a housing loan by commercial banks may follow the following steps in a logical sequence. Again, ബാങ്കിങ്ങിൽ നിന്നും ഒരു സീക്വൻസ് അറേഞ്ച് ചെയ്യാൻ, പ്രോസസ്സ് അറേഞ്ച് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുകയാണ്. നമ്മൾ ഏറ്റവും ബെസ്റ്റ് കോമ്പിനേഷൻ ഇതിൽ നിന്ന് സെലക്ട് ചെയ്യണം എന്നുള്ളതാണ്. സോ വിച്ച് ഇസ് റിലേറ്റഡ് ടു ഹൗസിംഗ് ലോൺ പ്രൈസിങ്ങുമായിട്ട് ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യൻ ആണ്. കോമ്പറ്റീറ്റീവ് പ്രൈസ് ഡിസ്ക്രിമിനേഷൻ, ഡിറ്റർമിനേഷൻ, സ്പെസിഫിക്കേഷൻ ഓഫ് സ്പ്രെഡ്, application of MCLR, conduct of credit assessment, quoting to prospective borrowers. So നമുക്ക് ഫസ്റ്റ് ഏത് ഓപ്ഷനിൽ സ്റ്റാർട്ട് ചെയ്യാം? We can start with the credit assessment. ഡിയിലായിരിക്കും സ്റ്റാർട്ട് ചെയ്യുക. Then we can go through application of MCLR and specification of spread, then competitive price discrimination, determination, and finally it's about quoting to prospective ബോറോവർ. സോ ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ പിന്നീട് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ ജസ്റ്റ് നമുക്കിപ്പോൾ ക്വസ്റ്റ്യൻസും അതോടൊപ്പം അതിൻ്റെ ആൻസേഴ്സും ഡിസ്കസ് ചെയ്ത് പോകാം. സോ DCBAE. ഓക്കെ, സോ കറക്റ്റ് ആൻസർ ഇസ് D. Moving to question number 67. If the subject matter of insurance is the ship, the marine insurance is called. ഷിപ്പാണ് അവിടുത്തെ സബ്ജക്റ്റ് മാറ്റർ എങ്കിൽ നമ്മൾ അതിനെ എന്തെന്ന് വിളിക്കും? ഹൾ ഇൻഷുറൻസ്, കാർഗോ ഇൻഷുറൻസ്, ഫ്രൈറ്റ് ഇൻഷുറൻസ്, വോയേജ് ഇൻഷുറൻസ്, which is
Hull Insurance, option B. Next question, which one of the following is an example of secondary reserve? Again from banking. So secondary reserve ഉൾപ്പെടുന്നത് ഏതാണ് എന്നുള്ളതാണ്. Cash in hand and bank with banks in current account, balances with RBI for CRR, investment in commercial paper, investment in government securities for SLR. ഏതാണ് correct answer? Secondary reserve, investment in a commercial paper. So correct answer option C. Moving to question number 69, choose the correct option regarding banking. Again, banking il ninnulla oru question aanu. Pala topics avade ee oru statements include cheyidittunde. Chain banking indicates the form of bank cartel that occurs when a small group of people control at least 3 banks that are independently chartered. So ivide nokkike nammal ee paranja pole thottu mumbate pole ivide nammal oru combination of answers aanu nammal ivide choose cheyendathu. So A ennu parayuna statement actually namukku vaayikkumbol thanne ariyam which is wrong. What about B? PAN is required for depositors in commercial bank for rupees 50,000 and above. Correct. PAN means permanent account number. So B correct aanu. C. Upon detection of counterfeit notes at the counter, the bank can impound the note and issue receipt. Idu sheriyano? Which is also correct. The interest rate on banks' contribution to rural infrastructure development is fixed by NABARD, which is wrong. RBI Act 1934 prohibits the banking or issuing of promissory note expressed to be payable to the bearer thereof. അതും തെറ്റാണ്. സോ നമുക്ക് ശരിയാണ് എന്ന് പറയാൻ സാധിക്കുന്ന രണ്ട് ഓപ്ഷൻസേ ഉള്ളൂ. ഓപ്ഷൻ ബിയും ആൻഡ് ഓപ്ഷൻ സിയും. സോ യെസ്, സോ ദ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ബി. Question number 17. Under which one of the following the Basel framework places restriction on participation by banks in system-wide credit booms with the aim of reducing their losses in credit bust? So again നമുക്ക് Basel norms-ൽ നിന്നുള്ളൊരു question വന്നിരിക്കുകയാണ്. So ഓപ്ഷൻസിലേക്ക് നോക്കുകയാണെങ്കിൽ catastrophic reserve capital, counter cycle capital buffer, deferred capital, conservative preference capital. എന്താണ് ഇതിന്റെ ആൻസർ? Which is counter cycle capital buffer. So correct answer for this question is option B. So moving to the next question, idoru match the following question aanu. So this is actually from business environment and international business ennu parayuna unit iliyana. So ee oru topic വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക് ആണ്. നിങ്ങൾക്ക് എല്ലാ വർഷവും തന്നെ ഈ ഒരു പെർട്ടിക്കുലർ ടോപ്പിക്കിൽ നിന്ന് ക്വസ്റ്റ്യൻ കാണാനായിട്ട് സാധിക്കും. സോ ഇത്തവണത്തെ ക്വസ്റ്റ്യനിൽ നമുക്ക് ലിസ്റ്റ് 1-ലെ തിയറീസുകളും ലിസ്റ്റ് 2-ലെ എക്സ്പൗണ്ടേഴ്സുകളെയുമാണ് തന്നിരിക്കുന്നത്. ലിസ്റ്റ് 1-ൽ അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ്, ഫാക്ടർ എൻഡോവ്മെന്റ്, ഫാക്ടർ ഇന്റൻസിറ്റി റിവേഴ്സൽ ആൻഡ് കമ്പാരറ്റീവ് അഡ്വാൻറ്റേജ്. Then list 2-ൽ David Ricardo, Minhas Leontief and et al. Then Adam Smith, Heckscher, Ohlin. So absolute advantage എന്ന് പറയുമ്പം അത് ആരുമായിട്ട് റിലേറ്റഡ് ആണ്? ഇറ്റ് ഈസ് റിലേറ്റഡ് ടു ആദം സ്മിത്ത്. സോ A3 എന്ന് നമുക്ക് പറയാം. വാട്ട് അബൌട്ട് ഫാക്ടർ എൻഡോവ്മെന്റ്? B can be matched with 4, Heckscher, Ohlin theory. So B4, A3, B4. Factor intensity reversal is related to Minhas and Leontief et al. So C2 and D, David Ricardo ആയിട്ട് റിലേറ്റ് ചെയ്തതാണ് കമ്പാരറ്റീവ് അഡ്വാൻറ്റേജ്. വളരെ ഈസി ആയിട്ട് ആൻസർ ചെയ്യാവുന്ന ക്വസ്റ്റൻ ആയിരുന്നു. സോ കറക്റ്റ് ആൻസർ ഇസ് A3, B4, C2, D1. Answer B. Moving to the next question, 72. As per agency theory of corporate governance, which of the following statements are relevant? Again, നമ്മളോട് ബിസിനസ് എൻവയോൺമെൻറ്റുമായിട്ട് തന്നെ ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ആൻഡ് ദിസ് ഇസ് റിലേറ്റഡ് ടു കോർപ്പറേറ്റ് ഗവർണൻസ് തിയറീസ് പലതുണ്ട്. അതിൽ ഏജൻസി തിയറിയുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഏറ്റവും റിലവൻ്റ് ആയിട്ടുള്ളത് ഏതാണ് നിങ്ങൾ ആൻസർ ചെയ്യണം. ഇവിടെയും നിങ്ങൾക്ക് ഒരു കോമ്പിനേഷൻ ആൻസേഴ്സ് ആണ് ആൻസർ ചെയ്യാനുള്ളത്. സോ ഗവർണൻസ് അപ്രോച്ച് ഇസ് മെറ്റീരിയലിസ്റ്റിക്. Yes, of course, it is a materialistic approach ആണ് അല്ലേ. Then B, managers are motivated by principles objective. അങ്ങനെയാണോ നമ്മൾ ഏജൻസി തിയറി പറയുന്നത്? അല്ല, മാനേജേഴ്സ് എന്ന് പറയുന്നത് അവർ മോട്ടിവേറ്റ് ആകപ്പെടുന്നത് അവരുടെ താല്പര്യങ്ങളെ ബേസ് ചെയ്തിട്ടാണ്. ഓക്കെ, സോ ബി വരാനായിട്ട് പാടില്ല. സി, ഇൻട്രസ്റ്റ് ഓഫ് മാനേജേഴ്സ് ആൻഡ് പ്രിൻസിപ്പിൾസ് കൺവേർജ്. മാനേജേഴ്സിൻ്റെയും പ്രിൻസിപ്പിൾസിൻ്റെയും ഒക്കെ ഇൻട്രസ്റ്റ് ഒന്ന് തന്നെയാണ്, അല്ലെങ്കിൽ അത് ഒരുപോലെ വരും എന്ന് പറഞ്ഞാൽ അതും തെറ്റാണ്. ബിഹേവിയർ പാറ്റേൺ ഇസ് ഓപ്പർച്യൂണിസ്റ്റിക്. യെസ്, എല്ലാവരും ഓപ്പർച്യൂണിസ്റ്റിക്കുകളാണ് ഇവിടെ അല്ലേ. സോ ഡി ഈസ് ഓൾസോ കറക്റ്റ്. ഓണേഴ്സ് ആറ്റിറ്റ്യൂഡ് ഇസ് ടു അവോയ്ഡ് റിസ്ക്. യെസ്, ഓണേഴ്സ് എപ്പോഴും ആഗ്രഹിക്കുന്ന റിസ്ക് ഒഴിവാക്കാനും ആയിരിക്കും. മാനേജറിനെ സംബന്ധിച്ചുള്ള അവർ ഗെയിൻ ചെയ്യാനായിട്ടായിരിക്കും ശ്രമിക്കുക. സോ ഇയും ഓപ്ഷനിൽ വരാം. സോ എ ഡി ഇ. Okay, we can go for option D. That is the correct answer. Next question. If you know the enemy and know yourself, you need not fear the result of 100 battles. Above statement of Sun Tzu
corresponds to which of the following components of Porter's 5 force model? സോ ഇവിടെ മറ്റൊരു വ്യക്തിയുടെ അയാളുടെ ഒരു കോട്ട് പറഞ്ഞിട്ട് അയാൾ പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്തിട്ട് നമ്മളോട് ചോദിച്ചിരിക്കുകയാണ് പോർട്ടറിൻ്റെ 5 ഫോഴ്സ് മോഡലുമായിട്ട് നമുക്ക് ഇതിനെ എന്തുമായിട്ട് കണക്ട് ചെയ്യാം, നമ്മൾ പഠിച്ച എന്തുമായിട്ടാണ് ഇതിനെ കണക്ട് ചെയ്യാമെന്ന്. സോ ഇഫ് യു നോ ദ എനിമി, നോ യുവർ സെൽഫ്, യു നീഡ് നോട്ട് ടു ഫിയർ ദ റിസൾട്ട് ഓഫ് 100 ബാറ്റിൽ. സോ നമുക്ക് നമ്മുടെ എനിമിയെ അറിയാമോ എന്നുള്ളതാണ്. സോ ഒരു ബിസിനസ് പെർസ്പെക്റ്റീവ് വരുമ്പം എനിമി എന്നുകൊണ്ട് ആക്ച്വലി ഉദ്ദേശിക്കുന്ന ആരെയാണ്? തീർച്ചയായിട്ടും കോമ്പറ്റീറ്ററിനെയാണ്. സോ നമുക്കിവിടെ എന്തുമായിട്ട് ഇതിനെ കണക്ട് ചെയ്യാം? ത്രെറ്റ് ഓഫ് കോമ്പറ്റീറ്റർ. സോ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ബി. ഓക്കെ. Moving to the next question, 74. Why do central bank intervene to affect exchange rate? So ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഈ പറയുന്ന പോലെ ഇൻ്റർനാഷണൽ ബിസിനസ്സുമായിട്ടും ബാങ്കിങ്ങുമായിട്ടും റിലേറ്റ് ചെയ്ത് പറയാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ യെസ്, നമുക്ക് ഇതിൻ്റെ ഈ ഒരു ക്വസ്റ്റ്യന് കോമ്പിനേഷൻ ഓഫ് ആൻസേഴ്സ് നമ്മൾ ചൂസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ആൻഡ് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യനിലേക്ക് വരികയാണെങ്കിൽ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും, നമ്മളിവിടെ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത് 2 or 3 ഓപ്ഷൻസുകളാണ് അല്ലേ. സോ ഇവിടെ എന്തൊക്കെയായിരിക്കും അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് സെൻട്രൽ ബാങ്ക് ഈ പറയുന്ന എക്സ്ചേഞ്ച് റേറ്റിൻ്റെ എഫക്റ്റിൽ അവർ ഇൻ്റർവീൻ ചെയ്യുന്നതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയായിരിക്കും എന്നുള്ളതാണ് നമ്മൾ പ്രോപ്പറായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്. ടു ഇൻഫ്ലുവൻസ് ഡൊമസ്റ്റിക് പ്രൊഡക്ഷൻ, തീർച്ചയായിട്ടും. ടു ഇൻഫ്ലുവൻസ് ട്രേഡ് ഫ്ലോസ്, നോ. ടു ഇൻഫ്ലുവൻസ് to influence trade flows, is of course നമുക്ക് അതും ഇൻക്ലൂഡ് ചെയ്യാം അല്ലേ. യെസ്, ദാറ്റ് ഈസ് ഓൾസോ കറക്റ്റ്. ടു ഇൻഫ്ലുവൻസ് ഡൊമസ്റ്റിക് ഇൻട്രസ്റ്റ് റേറ്റ് നമുക്ക് പറയാൻ സാധിക്കുമോ? നോ. ടു ഇൻജെക്ട് ലിക്വിഡിറ്റി ഇൻ ഡൊമസ്റ്റിക് മാർക്കറ്റ്? നോ. ടു സ്മൂത്തൻ ഫ്ലക്ച്വേഷൻസ് ഇൻ എക്സ്ചേഞ്ച് റേറ്റ്? യെസ്, തീർച്ചയായിട്ടും വരണം. ഡൊമസ്റ്റിക് പ്രൊഡക്ഷനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ, ട്രേഡ് ഫ്ലോസിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ, അതുപോലെ തന്നെ എക്സ്ചേഞ്ച് റേറ്റിൽ വരുന്ന ഫ്ലക്ച്വേഷനെ സ്മൂത്തൻ ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുമാണ്. സോ ABE. Okay, so yes, correct answer is option D. Which one of the following is a trade-related entry mode in international market? Again, business environment and international business-il ninnulla question aanu. Ivide nammalodu ചോദിച്ചിരിക്കുന്നത് ഇതിൽ ഏതാണ് ട്രേഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു എൻട്രി മോഡ് ഏതാണെന്നാണ് നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. മാനേജ്മെൻറ്റ് കോൺട്രാക്ട്, ഇൻ്റർനാഷണൽ ലൈസൻസിങ്, ഇൻ്റർനാഷണൽ ലീസിങ് ആൻഡ് പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെൻറ്റ്. ഏതാണ് കറക്റ്റ് ആൻസർ? വിച്ച് ഇസ് ഓപ്ഷൻ എ, മാനേജ്മെൻറ്റ്. ഓപ്ഷൻ എ, ദാറ്റ് ഇസ് മാനേജ്മെൻറ്റ് കോൺട്രാക്റ്റ് ആണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ. Moving to question number 76. Which of the following factors favor product standardization in international market? Again, ഇവിടെ നിങ്ങളൊരു കോമ്പിനേഷൻ ഓഫ് ആൻസേഴ്സ് ചൂസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം കോമ്പിനേഷൻ AE പല ഓപ്ഷൻസ് നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ. സോ എന്തൊക്കെയായിരിക്കാം ഈ ഒരു ഇൻ്റർനാഷണൽ മാർക്കറ്റിനെ അവരുടെ പ്രൊഡക്റ്റിനെ കുറച്ചുകൂടെ സ്റ്റാൻഡർഡൈസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെ നമുക്ക് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാം? ഹൈ കോസ്റ്റ് ഓഫ് അഡാപ്റ്റേഷൻ, യെസ് ഓഫ് കോഴ്സ് അഡാപ്റ്റേഷൻ ഒരു കാരണമാണ്. ദെൻ വാട്ട് അബൌട്ട് വേരിയേഷൻ ഇൻ കണ്ടീഷൻ ഓഫ് യൂസ്? നോ. കൺട്രി ഓഫ് ഒറിജിൻ എഫക്റ്റ്, തീർച്ചയായിട്ടും അതും ഇൻക്ലൂഡ് ചെയ്യാം. Then what about option D, economies in research and development? Yes, that is also correct. Differences in technical standards? No. So നമുക്ക് ഏതൊക്കെ പറയാം? എയും സിയും ഡിയും പറയാം. So correct answer is option B. Moving to the next question, question number 77. Sequentially arrange the following themes related to globalization of Indian business since independence. So business environmental നിന്നും നമ്മളോടൊരു എന്താണ് പ്രോസസ്സ് അറേഞ്ച് ചെയ്യുന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. സോ എല്ലാ മൊഡ്യൂളിൽ നിന്നും തന്നെ ചോദിക്കുന്നുണ്ട് എന്നുള്ളതാണ് അല്ലേ. സോ യെസ്, നമുക്ക് നോക്കാം. നമുക്ക് 5 സ്റ്റേറ്റ്മെൻറ്റ്സുകളാണുള്ളത്. നമ്മളിതിനെ പ്രോപ്പറായിട്ട് അറേഞ്ച് ചെയ്യണം എന്നുള്ളതാണ്. ഓക്കെ. സോ FDI in various sectors opened along with slashing of customs duties, partial opening of economy to the external trade and delicensing of some key sectors, government-led investment in larger public sector units in steel, chemicals, and power. Indian businesses became competitive and started to reap rewards of the various phases of development learning. Increased government involvement in industry with a sustained focus on import substitution. Yes. സോ നമുക്ക് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റുകൾ വായിച്ചപ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ആദ്യമായിട്ട് നമ്മൾ എടുക്കേണ്ട സ്റ്റെപ്പ് എന്താണ്? ഗവൺമെൻറ് ലെഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ലാർജ് പബ്ലിക് സെക്ടർ ഇൻ സ്റ്റീൽ, കെമിക്കൽസ് ആൻഡ് പവർ. യെസ്, ഇറ്റ് ഷുഡ് സ്റ്റാർട്ട് വിത്ത് ഓപ്ഷൻ സി. അതിനുശേഷം അവരുടെ ഇൻവോൾവ്മെൻറ്റ് എങ്ങോട്ട് കൂടി ഇൻവോൾവ്മെൻറ്റ് ഇൻ ഇൻഡസ്ട്രി വിത്ത് സസ്റ്റെയിൻഡ് ഫോക്കസ് ഓൺ ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ. സിക്ക് ശേഷം നമുക്ക് EA ഇൻക്ലൂഡ് ചെയ്യാം. ദെൻ വി ഹാവ് പാർഷ്യൽ ഓപ്പണിംഗ് ഇക്കോണമി ഒരു പാർഷ്യലി ഓപ്പൺ അപ്പ് ചെയ്തു. ദെൻ ഡീലൈസൻസിങ്ങും പല സെക്ടേഴ്സുകളിലും ചെയ്തു. അതാണ് അടുത്തതായിട്ട് അവർ ചെയ്ത ഒരു
കാര്യം. അതിനുശേഷം നമുക്ക് ഈ തന്നിരിക്കുന്നതനുസരിച്ച് നമുക്ക് പറയാൻ പറ്റുന്നത് ഓപ്ഷൻ എ ആണ്. FDI in various sectors opened along with slashing of custom duties. And finally നമുക്ക് ഏതിലേക്ക് പോകാം? To D. Indian business became competitive and started to reap rewards of various phases of development learning. Okay. So നമുക്കത് ഏകദേശം ഒരു ഐഡിയ വെച്ച് ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റൻ ആയിരുന്നു. So CEBAD. So the correct answer is option C. Now question number 78. Arrange the following negotiation rounds of WTO in reverse chronological order. So chronological order എന്ന് പറഞ്ഞാൽ റിവേഴ്സ് ഓർഡറിൽ വേണം നിങ്ങൾ ഈ ഒരു എണ്ണത്തിനെ എന്ത് ചെയ്യാനായിട്ട് അറേഞ്ച് ചെയ്യാനായിട്ട്. സോ നമുക്ക് കോമ്പിനേഷൻ ഓഫ് ആൻസേഴ്സ് ഇവിടെ ഓൾറെഡി ഉണ്ട്. സോ ഇതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അറേഞ്ച് ചെയ്യണം എന്നുള്ളതാണ്. സോ ഉറുഗ്വേ റൗണ്ട്, ജനീവ, കെനഡി റൗണ്ട്, ദോഹ, ടോക്കിയോ എല്ലാം തന്നിട്ടുണ്ട്. സോ റിവേഴ്സ് ഓർഡറിലാകുമ്പം ആദ്യം ഏതാണ് വരേണ്ടത്? ഷുഡ് സ്റ്റാർട്ട് വിത്ത് ദോഹ റൗണ്ട് ആൻഡ് എൻഡ് വിത്ത് ജനീവ. ഓക്കെ, ദോഹയിൽ തുടങ്ങി ജനീവയിൽ എൻഡ് ചെയ്യണം. അതായത് ഓപ്ഷൻ ഡിയിൽ തുടങ്ങി ബിയിൽ അവസാനിക്കണം. അങ്ങനെ ഒരു ഓപ്ഷൻ വി ഹാവ് 2 ഓപ്ഷൻസ് അല്ലേ? ബിയും ഡിയും ഉണ്ട്. സോ അത്രയും മാത്രം അറിയുന്നതുകൊണ്ട് പോലും നിങ്ങൾക്ക് ഇത് ആൻസർ ചെയ്യാൻ പറ്റില്ല. നമുക്ക് നന്നായിട്ട് ഇത് പ്രോപ്പർ ഓർഡറിൽ അറിയാമെങ്കിൽ ഇത് ആൻസർ ചെയ്യാൻ പറ്റുകയുള്ളൂ എന്നുള്ളതാണ്. ഓക്കെ, സോ എനിവേ നമ്മൾ ആദ്യം പറഞ്ഞു ദോഹ, അതിന് ശേഷം ഏതായിരിക്കും വരിക? ഉറുഗ്വേ റൗണ്ട് കോൺഫറൻസ് വരും. ദെൻ വി ഹാവ് ടോക്കിയോ, ദെൻ വി ഹാവ് കെനഡി ആൻഡ് ഫൈനലി ഇറ്റ്സ് അബൌട്ട് ബി, ദാറ്റ് ഇസ് ജനീവ. ഓക്കെ, സോ ദ കറക്റ്റ് ആൻസർ ഇസ് DAECB. So which is option B. Now question number 79. Which of the following are thinly we discussed that essentially restrict imports? Importsനെ restrict ചെയ്യുന്നവ. സോ എഗെയിൻ നമുക്ക് ഇവിടെയും എന്താണ്, നമുക്ക് ഈ പറയുന്ന പോലെ പല കോമ്പിനേഷൻ ഓഫ് ആൻസേഴ്സ് ചൂസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ നമുക്ക് നോക്കാം. വോളണ്ടറി ഇമ്പോർട്ട് റെസ്ട്രിക്ഷൻ. വോളണ്ടറി ഇമ്പോർട്ട് റെസ്ട്രിക്ഷൻ ഒരു കാരണമാണോ? No. What about option B? Labeling requirement showing origin and content. Yes, of course, it's a reason. Then import tariff and quotas. Tariffum quotasum ഇടുമ്പോൾ നമുക്ക് ഇമ്പോർട്ടിനെ അത് റെസ്ട്രിക്റ്റ് ചെയ്യുന്നുണ്ടോ? Then no. Then what about D? Safety regulation for automobile and electrical equipment. Yes, it should come. Then health regulation for hygiene production and packaging of imported food production. അതും തീർച്ചയായിട്ടും ഒരു കാരണമാണ്. സോ നമുക്ക് ഏതൊക്കെ വരാം? ബി വരാം, ഡി വരാം, ഇ വരാം. ബി, ഡി, ഇ. സോ ദ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ഡി. Moving to question number 18. Which one of the following theories describes FDI flows in ecosystem? Product life cycle theory, factor endowment theory, waterfall theory and new trade theory. സോ ഏതായിരിക്കും ഇതിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്? ഏതായിരിക്കും? Which is the correct answer? Which one of the following theories describe FDI flows in ecosystem? FDI flows-നെ കുറിച്ച് സംസാരിക്കുന്നത് പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ ആണ്. So the correct answer for this question is option A. So moving to question number 81. Match list 1 with list 2. So again ഒരു match the following question ആണ്. ഇന്റർനാഷണൽ ബിസിനസ്സിൽ നിന്ന് ടൈപ്പ് ഓഫ് എക്സ്പോഷേഴ്സ് ആണ് നിങ്ങൾക്ക് ഒരു സൈഡിൽ തന്നിരിക്കുന്നത്, മറ്റൊരു സൈഡിൽ അതുമായിട്ട് ബന്ധപ്പെട്ട അതിൻ്റെ ഡിസ്ക്രിപ്ഷനുമാണ്. So economic exposure, translation exposure, transaction exposure and operating exposure. And നമ്മൾ അതിൻ്റെ മാച്ചിങ്ങിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാ രീതിയിലുള്ള മാച്ചിങ് ഫോളോയിങ്, A3, B4, C1. സോ ഇതിൽ നമുക്ക് ഏതെങ്കിലും ഒന്നോ രണ്ടോ നന്നായിട്ട് അറിയാമെങ്കിൽ നമുക്ക് ഈസിലി മാച്ച് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. സോ എനിവേ നമുക്ക് വീണ്ടും ക്വസ്റ്റ്യനിലേക്ക് തിരിച്ചു വരാം. എന്താണ് ഇക്കണോമിക് എക്സ്പോഷർ? നമുക്ക് ഫസ്റ്റ് ഡിസ്ക്രിപ്ഷൻ വായിക്കാം. പൊട്ടൻഷ്യൽ ചേഞ്ചസ് ഇൻ ഓൾ ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോസ് ഓഫ് എ ഫേം ദറ്റ് റിസൾട്ട് ഫ്രം അൺആൻറ്റിസിപ്പേറ്റഡ് ചേഞ്ചസ് ഇൻ എക്സ്ചേഞ്ച് റേറ്റ്. എക്സ്ചേഞ്ച് റേറ്റിലെ മാറ്റം കൊണ്ട് വന്നാണ്, വിച്ച് ഇസ് ആക്ച്വലി ആൻ ഇക്കണോമിക് എക്സ്പോഷർ. സോ നമുക്ക് A1 കണക്ട് ചെയ്യാം. വാട്ട് അബൌട്ട് ബി? ഇറ്റ് arises when items of financial statement that are stated in foreign currencies are restated in home currencies of MNC Limited, multinational companies limited. അതായത് ഏതെങ്കിലും ഒരു മൾട്ടിനാഷണൽ കമ്പനിയുടെ ഈ പറയുന്ന പോലെ അവരുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഒരു ഫോറിൻ കറൻസിയിൽ നിന്ന് ഹോം കറൻസിയിലേക്ക് കൊണ്ടുവരുമ്പോൾ ഉണ്ടാകുന്ന ഒരു റിസ്ക് എന്ന് പറയുന്നത് which is translation exposure. Then it arises when a firm's contract obligations are exposed and to unanticipated changes in exchange rate. Contract ആണ്, so which is related to transaction exposure. And finally, when a firm's real assets are exposed to unanticipated changes in exchange rate, which is related to operating exposure. So അത് പ്രോപ്പർ ആയിട്ട് തന്നെയാണ് നമുക്ക് തന്നിരിക്കുന്നത് A1, B2, C3, D4 എന്ന്.
ഓക്കെ, സോ കറക്റ്റ് ആൻസർ വന്നിട്ട് ഓപ്ഷൻ ബി. ഓക്കെ, ഇനി നമ്മൾ ഇൻകം ടാക്സിലെ ഒരു ക്വസ്റ്റ്യൻ ആണ് കാണാൻ പോകുന്നത്. സോ ഇവിടെ വീണ്ടും നിങ്ങൾക്ക് ഒരു മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ കാണാം. സോ ലിസ്റ്റ് 1 ഇൻകം ടാക്സ് ഡിസ്പോസിഷൻസും അതുമായിട്ട് ബന്ധപ്പെട്ട സെക്ഷൻസും വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളുമാണ് ലിസ്റ്റ് 2 അവർ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. സോ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ലിസ്റ്റ് 1 ആദ്യം പറഞ്ഞിരിക്കുന്നത് എന്താണ്? which is about donation of National Defence Fund, hedging of tax, compliance with legal formalities, permanent account number PAN. ആൻഡ് നമുക്കിവിടെ സെക്ഷൻസ് കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. സോ ഇത് യൂസ് ചെയ്തിട്ട് നമ്മളിത് മാച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കണം എന്നുള്ളതാണ്. ഓക്കെ, സോ സെക്ഷൻ 140A ടാക്സ് മാനേജ്മെൻറ്റ്, ടാക്സ് അവോയ്ഡൻസ്, 100% ഡിഡക്ഷൻ. സോ നമുക്ക് 100% ഡിഡക്ഷൻ കിട്ടുന്ന ഒന്നാണ് ഡൊണേഷൻ ടു നാഷണൽ ഡിഫൻസ് ഫണ്ട്. ഓക്കെ, നമ്മളത് ഡിഡക്ഷൻസ് 80G തൊട്ടുള്ള സെക്ഷനുകളിൽ 80C തൊട്ട് 80U വരെയുള്ള സെക്ഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. ഡൊണേഷനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്ന 80G ആണ്. സോ നമുക്ക് A4 എന്ന് മാച്ച് ചെയ്യാം. A4 ഉള്ള ആകെ ഒരേ ഒരു ഓപ്ഷനേ ഉള്ളൂ. സോ അതറിയാമെങ്കിൽ തന്നെ നിങ്ങൾക്ക് ആൻസറിലേക്ക് വരാനായിട്ട് സാധിക്കും. വീണ്ടും നമുക്ക് തിരിച്ചു വരാം. ഹെഡ്ജിങ് ഓഫ് ടാക്സസ് റിലേറ്റഡ് ടു ടാക്സ് അവോയ്ഡ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കുകയാണ് അല്ലേ? യെസ്, B3 എന്ന് പറയാം. വാട്ട് അബൌട്ട് C? കംപ്ലയൻസ് വിത്ത് ലീഗൽ ഫോർമാലിറ്റീസ് വിച്ച് ഇസ് ടാക്സ് മാനേജ്മെൻറ്റ്. നമ്മൾ നിയമപരമായി എല്ലാം ചെയ്തുകൊണ്ട് പോകുന്നു. ആൻഡ് പെർമനൻറ്റ് അക്കൗണ്ട് നമ്പർ എന്ന് പറയുന്നത് ഏത് സെക്ഷനിലാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്? സെക്ഷൻ 140 സബ്സെക്ഷൻ A. വളരെ ഈസി ആയിട്ടുള്ള ഒരു മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ആയിരുന്നു. സോ A4, B3, C2, D1. സോ കറക്റ്റ് ആൻസർ ഇസ് B. അഗെയിൻ ഇൻകം ടാക്സിൽ നിന്നുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ. പ്രിസംപ്റ്റീവ് ടാക്സേഷൻ ഇൻവോൾവ്സ് വിച്ച് ഓഫ് ദ ഫോളോയിങ്? സോ ഇവിടെ നമുക്ക് ഈ എന്തൊക്കെയാണ് തന്നിരിക്കുന്ന ഇൻഫർമേഷൻസ് എന്ന് നോക്കിക്കേ. സോ വിച്ച് ഇൻക്ലൂഡ്സ് the use of indirect methods to calculate tax liability which differ from the usual sales based on tax payers accounts, then transfer of tax liability from state to center, then calculation of short-term capital gain and calculation of debate under section 89. So ഇതിലെ പ്രിസംപ്റ്റീവ് ടാക്സസിൽ എന്താണ് ഇൻവോൾവ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യൻ. സോ ഇതിൻ്റെ കറക്റ്റ് ആൻസർ വന്നിട്ട് ഓപ്ഷൻ എ ആണ്. ദ യൂസ് ഓഫ് ഇൻഡയറക്റ്റ് മെത്തേഡ്സ് ടു കാൽക്കുലേറ്റ് ടാക്സ് ലയബിലിറ്റി വിച്ച് ഡിഫർ ഫ്രം യൂഷ്വൽ സെയിൽസ് ബേസ്ഡ് ഓൺ ടാക്സ് പേയർ അക്കൗണ്ട്സ്. ഓക്കെ, നൗ മൂവിംഗ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സ്റ്റെപ്സ് ഇൻവോൾവ്ഡ് ഇൻ കമ്പ്യൂട്ടേഷൻ ഓഫ് ബുക്ക് പ്രോഫിറ്റ് അണ്ടർ മാറ്റ് റെജീം ആർ എസ് ഫോളോസ്. അഗെയിൻ ഇൻകം ടാക്സിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇവിടെയും നിങ്ങളോട് സീക്വൻസ് ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഇൻകം ടാക്സിൽ നിന്നും നമുക്ക് ഈ ഒരു സീക്വൻസിങ് ക്വസ്റ്റ്യൻസ് കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, സോ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യനിലേക്ക് തിരിച്ച് വരികയാണ്. സോ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഫസ്റ്റ് ഈ എത്ര സ്റ്റെപ്സുകളാണ്? 5 സ്റ്റെപ്സുകളാണ് വന്നിരിക്കുന്നത്. അറൈവിംഗ് അറ്റ് നെറ്റ് പ്രോഫിറ്റ് ആസ് പെർ P&L അക്കൗണ്ട് ഓഫ് ദ കമ്പനി, സ്പെസിഫിക് അഡ്ജസ്റ്റ്മെന്റ് ഇൻ കേസ് ഓഫ് മെർജർ, മേക്ക് അഡ്ജസ്റ്റ്മെന്റ് പെർട്ടൈനിങ് ടു OCI ഐറ്റംസ്, adjust the book profit with the stipulated exclusion and inclusion, net amount of book profit for application of a MAT rate. നമുക്കറിയാം ആദ്യം നിങ്ങൾക്ക് വേണ്ടത് നെറ്റ് പ്രോഫിറ്റ് തന്നെയാണ് അല്ലേ? കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് വേണം. സോ ഓപ്ഷൻ എയിൽ വേണം സ്റ്റാർട്ട് ചെയ്യാൻ. ദെൻ വി ഹാവ് ടു ഗോ ത്രൂ അഡ്ജസ്റ്റിംഗ് ദിസ് ബുക്ക് പ്രോഫിറ്റ്. ഇതിൽ നമ്മൾ എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യണം അല്ലെങ്കിൽ എക്സ്ക്ലൂഡ് ചെയ്യണം, ആ തുടങ്ങിയ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. സോ എക്ക് ശേഷം DA വരാൻ പാടുള്ളൂ. സോ അങ്ങനെയാകെ നമുക്ക് ഒരൊറ്റ ഓപ്ഷനേ ഉള്ളൂ. സോ ഇതിൽ നിന്ന് തന്നെ നമുക്ക് കറക്റ്റ് ആൻസറിലേക്ക് വരാം. എങ്കിലും നമുക്ക് ബാക്കിയുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് കൂടി നോക്കാം. അതിനുശേഷം എന്താണ്, സ്പെസിഫിക് ആയിട്ടുള്ള മെർജർ പോലെ എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വല്ല അഡ്ജസ്റ്റ്മെൻറ്റും ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യണം. ദെൻ നമ്മൾ OCI ഐറ്റംസുകൾ അഡ്ജസ്റ്റ് ചെയ്യണം. ഫൈനലി ആണ് നമ്മൾ എന്ത് ചെയ്യുക, നെറ്റ് എമൗണ്ട് ഓഫ് ബുക്ക് പ്രോഫിറ്റ് കണ്ടുപിടിക്കുക, മാറ്റ് റേറ്റ് അപ്ലൈ ചെയ്യുക. സോ ഓപ്ഷൻ എങ്ങനെ പോകും? A, D, B, C and D. Okay, so the correct answer for this question is option A. Moving to question number 85. Under Indian Income Tax Act, in order to claim deduction of interest on home loan for house property, which of the following things need to be taken care of? So, this income tax il ninnu question aanu, and which is related to one of the important heads of income. ഏത് ഹെഡ്സിൽ നിന്നാണ്? ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയിൽ നിന്നാണ്. സോ നമുക്ക് ഇൻട്രസ്റ്റ്, ഹോം ലോണിൻ്റെ ഇൻട്രസ്റ്റിൽ മേലൊരു ഡിഡക്ഷൻ കിട്ടണമെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതിൽ ഏതൊക്കെയാണ് അതിൽ ഉൾപ്പെടുത്തേണ്ടത് എന്നുള്ളതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെയും നിങ്ങളൊരു കോമ്പിനേഷൻ ഓഫ് ആൻസേഴ്സ് ചൂസ് ചെയ്യണം എന്നുള്ളതാണ്. സോ എയിലേക്ക് വരാം. ദ ഹോം ലോൺ മസ്റ്റ് ബി യൂസ്ഡ് ഫോർ ദ പർച്ചേസ് ഓർ കൺസ്ട്രക്ഷൻ ഓഫ് ഹൗസ് പ്രോപ്പർട്ടി. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ലോൺ യൂസ് ചെയ്തിരിക്കുന്നത് വീട് പണിയുവാനോ അല്ലെങ്കിൽ അത് പർച്ചേസ് ചെയ്യാനോ വേണ്ടിയിട്ടായിരിക്കണം. സോ എ തീർച്ചയായിട്ടും വരണം. ലോൺ മസ്റ്റ് ബി ടേക്കൺ ഓൺ ഓർ ആഫ്റ്റർ 1st April 2019. അത് ഉറപ്പായിട്ടും വരാനായിട്ട് പാടില്ല എന്നുള്ളതാണ്. സി, ദ എമൗണ്ട് ഓഫ് ലോൺ മസ്റ്റ് ബി യൂസ്ഡ് വിത്തിൻ 10 days. അങ്ങനെയൊരു പറഞ്ഞിട്ടില്ല.
Then D, the purchase or construction must be completed within 5 years from the end of financial year in which the loan was taken. അങ്ങനെ ഒരു കണ്ടീഷൻ അതിൽ പ്രത്യേകം പറയുന്നുണ്ട് ഡിഡക്ഷൻ കിട്ടണമെങ്കിൽ. The rate of interest on loan cannot exceed 22%. അങ്ങനെ ഒരു സിറ്റുവേഷൻ ഒന്നുമില്ല. സോ എയും ഡിയും ആണ് വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. A, D. Yes, option D is the correct answer. Moving to question number 86. Under Indian Income Tax Act, allowances which are non-taxable for the individual assessees. So, നമ്മളൊരു ഇൻഡിവിജ്വൽ അസസിയെ വെച്ച് നോക്കുമ്പോൾ അവർക്ക് ടാക്സബിൾ അല്ലാത്ത ഇൻകംസ് ഏതൊക്കെയാണെന്നാണ് നമ്മൾ ഈ തന്നിരിക്കുന്നതിൽ നിന്നൊരു കോമ്പിനേഷൻ ഓഫ് ആൻസേഴ്സ് ആക്ച്വലി ചൂസ് ചെയ്യേണ്ടത്. സോ cemetery allowances, then compensatory allowances paid to judges, overtime allowances, allowance paid to government employees posted abroad, non-practicing allowances. So, ഇതിൽ എന്തൊക്കെയാണ് നമുക്ക് ടാക്സ് ഒരു ഇൻഡിവിജ്വൽ അസസിയെ സംബന്ധിച്ചിടത്തോളം ടാക്സ് കിട്ടത്തില്ലാത്തത്? സ്റ്റംചറി അലവൻസസിന് കിട്ടത്തില്ല. സോ എ നമുക്ക് തീർച്ചയായിട്ടും ഓപ്ഷനിൽ വരണം. അത് നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷനിലേക്ക് നോക്കുകയാണെങ്കിൽ എല്ലായിടത്തും ഓപ്ഷൻ എ വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ദെൻ ഓപ്ഷൻ ബി, കോമ്പൻസേറ്ററി അലവൻസസ് ടു പേ ടു ജഡ്ജസും നോൺ ടാക്സബിൾ ആണ്. സോ ബി വരണം. വാട്ട് അബൌട്ട് സി? സിയിലേക്ക് വരികയാണെങ്കിൽ ഓവർ ടൈം അലവൻസ് വരത്തില്ല. ദെൻ വാട്ട് അബൌട്ട് ഡി? അലവൻസസ് പേ ടു ഗവൺമെന്റ് എംപ്ലോയീസ് പോസ്റ്റഡ് അബ്രോഡ്. യെസ്, അതും വരും. നോൺ പ്രാക്ടീസിങ് അലവൻസ് വരില്ല. So A, B, D. Okay? So yes, option C is the correct answer. Moving to the next question. Under the Vivad Se Vishwas Act 2020, the amount payable by the declarant under Section 3 on or after January 1st, 2021 is the amount of disputed, aggregate of amount disputed tax, then and 10% of disputed tax, then the amount of penalty and the amount computed by CBDT, Central Board of Direct Tax. Then we have average of tax arrears for the last 3 assessment years. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്ന ഏതാണ് ഈ പറയുന്ന എമൗണ്ട്, ഏതാണ് എമൗണ്ട് ആണ് ആക്ച്വലി അവർ പേ ചെയ്യേണ്ടതായിട്ട് വരുന്നത് എന്നുള്ളതാണ്, which is option B. അതായത് the aggregate of amount of disputed tax and 10% of disputed tax. Okay. Moving to the next question. Tax holiday under Income Tax Act 1961 has been used in the context of which one of the following? Direct question ആണ്. ടാക്സ് ഹോളിഡേ നമ്മൾ ഏത് സെക്ഷൻ വൈസ് ആണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത്, which is option A, that is section 80IA ആണ് അതിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. Next question. Arm's length price computation method under section 96 subsection 3 of Income Tax Act 1961 does not include which one of the following? ഇതിൽ ഇൻക്ലൂഡ് ചെയ്യില്ലാത്ത ഏതാണെന്ന്? കമ്പയറബിൾ അൺകൺട്രോൾഡ് പ്രൈസ് ഉണ്ട്, ട്രാൻസാക്ഷൻ നെറ്റ് മാർജിൻ ഉണ്ട്, റീസെയിൽ ഉണ്ട്, ഫൈനലി ഇറ്റ് ഇസ് സ്ലം സെയിൽ പ്രൈസിംഗ് മെത്തേഡ്. ഓക്കെ, സോ ഇതിൻ്റെ കറക്റ്റ് ആൻസർ ഏതാണ്? വിച്ച് ഇസ് ഓപ്ഷൻ സി, ഓപ്ഷൻ ഡി, സ്ലം സെയിൽ പ്രൈസ് മെത്തേഡ്. ഓക്കെ, സോ കറക്റ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി. ആൻഡ് മൂവിങ് ടു ക്വസ്റ്റ്യൻ നമ്പർ 90. Rates of income tax under new regime applicable for financial year of 2021-2022 in India. അപ്പം ഇതും നമ്മളൊരു പ്രോപ്പറായിട്ട് അറേഞ്ച് ചെയ്യാനായിട്ട് ശ്രമിക്കണം. ഓക്കെ, സോ 5%, 10%, 12%, 15%, 20%. സോ ഈ 2021 റെജീം പ്രകാരം ഏതൊക്കെ ടാക്സ് റേറ്റ്സുകളാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്, ഏതൊക്കെ പെർസെൻറ്റേജ് ആണ് ഉള്ളതെന്ന് ജസ്റ്റ് ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്താൽ മതി. 5% ഉണ്ട്, 10% ഉണ്ട്, 12% ഇല്ല, 15% ഉണ്ട്, ദെൻ വാട്ട് അബൌട്ട് 20%, 20%ഉം ഉണ്ട്. സോ എക്സെപ്റ്റ് 12 ബാക്കി എല്ലാം ഉണ്ട്. 5, 10, 15, 20. സോ എക്സെപ്റ്റ് സി ബാക്കി എല്ലാ ഓപ്ഷൻസും വരണം, എ, ബി, ഡി, ഇ. ഓക്കെ, സോ ദ കറക്റ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റൻ ഇസ് ഓപ്ഷൻ സി. സോ ഇനി നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ 2 പാസേജുകളാണുള്ളത്. നമുക്കിപ്പോൾ കഴിഞ്ഞ എക്സാമുകൾ, അതിന് മുമ്പുള്ള എക്സാമുകളിലൊക്കെ ആയിട്ട് നമ്മളോട് ക്വസ്റ്റ്യൻസിനോടൊപ്പം 2 പാസേജ് ക്വസ്റ്റ്യൻസ് കൂടി ചോദിക്കുന്നുണ്ട്. സോ ആ പാസേജ് ബേസ് ചെയ്തിട്ട് നമ്മൾ 5 ക്വസ്റ്റ്യൻ വെച്ച് അറ്റൻഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ ടോട്ടൽ അങ്ങനെ 10 ക്വസ്റ്റ്യൻ നമുക്ക് സബ്ജക്റ്റ് വൈസ് പാസേജുമായിട്ട് റിലേറ്റ് ചെയ്ത് ആൻസർ ചെയ്യേണ്ടതുണ്ട്. സോ ഷിഫ്റ്റ് 1 നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ നമ്മൾ കണ്ടിരുന്നു ഒരെണ്ണം പാസേജും മറ്റൊന്ന് അക്കൗണ്ടിങ്ങിൽ നിന്നുള്ളൊരു പ്രോബ്ലം ആയിരുന്നു. ഒരു ടേബിൾ ഇൻഫർമേഷൻ യൂസ് ചെയ്തിട്ട്
5 ക്വസ്റ്റ്യൻസുകൾ നിങ്ങൾക്ക് അതിൽ നിന്ന് വാല്യൂസ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ക്വസ്റ്റൻ ആയിരുന്നു. ഷിഫ്റ്റ് 2-ൽ രണ്ടും പാസേജ് ക്വസ്റ്റ്യൻസ് തന്നെയായിരുന്നു. പാസേജ് പ്രോപ്പറായിട്ട് വായിച്ചിട്ട് ആൻസർ ചെയ്യാനുള്ള 5 ക്വസ്റ്റ്യൻ വീതം. സോ ഞാൻ ഈ എൻറ്റയർ പാസേജ് ഇപ്പോൾ വായിക്കുന്നില്ല. നിങ്ങൾ ജസ്റ്റ് ഇതൊന്ന് വീഡിയോ ഒന്ന് പോസ് ചെയ്ത് വെച്ച് ഈ ഒരു കംപ്ലീറ്റ് പാസേജ് വായിക്കുക. സോ ഈ പാസേജ് ഒരു നല്ല രീതിയിൽ വായിച്ചാൽ തന്നെയും നമുക്ക് വളരെ ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസുകളായിരുന്നു ഉള്ളത്. സോ നമുക്ക് 91st ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 91. Government of India's intent towards virtual digital asset is which one of the following? To promote speculation, to be silent on speculation, to discourage speculation, to stop speculation. സോ നിങ്ങൾക്ക് ഈ ഒരു പാസേജ് നന്നായിട്ട് വായിക്കുമ്പോൾ അതിൽ നിന്ന് ഈ ആൻസറിലേക്ക് എത്താം, which is option C. Moving to question number 92. Given below are two statements. One is labeled as assertion and another one as reason. Assertion: crypto exchange fear the new amendments could push trading activity beyond Indian jurisdiction to decentralized exchanges. Reason: the new amendments disallow losses on sale of new crypto asset to be set off against gains on another. So by reading this passage നമുക്ക് കറക്റ്റ് ഓപ്ഷനിലേക്ക് എത്താനായിട്ട് സാധിക്കും. രണ്ട് സ്റ്റേറ്റ്മെൻറ്റ്സുകളും കറക്റ്റ് ആണ് ആൻഡ് ആ റീസൺ അസേർഷനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ ഓപ്ഷൻ എ ഈസ് ദ കറക്റ്റ് ആൻസർ. മൂവിങ് ടു ക്വസ്റ്റ്യൻ നമ്പർ 93. നമുക്ക് രണ്ട് സ്റ്റേറ്റ്മെൻറ്റ്സുകളാണ് തന്നിരിക്കുന്നത്. സ്റ്റേറ്റ്മെൻറ്റ് 1, നോൺ ഫ്യൂജിറ്റബിൾ ടോക്കൺസ് cannot be splitted. സ്റ്റേറ്റ്മെൻറ്റ് 2, non-fungible tokens can be replicated at convenience. Okay, so first statement correct ആണ്, which cannot be splitted but which can be replicated at your convenience എന്ന് പറയുന്നത് which is not correct. So option C ലേക്കായിരിക്കും നമ്മൾ പോകേണ്ടത്. Now question number 94ലേക്ക് വരികയാണെങ്കിൽ which one of the following is done by the digital currency regulatory framework? So reading this passage നമുക്ക് correct optionലേക്ക് വരാം. Attract users towards exchanges which are compliant with know your customer rules. Okay, so നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് പാസേജ് വായിക്കാൻ ടൈം കണ്ടെത്തുക എന്നുള്ളതാണ് ഇതിലെ നിങ്ങളുടെ ഒരു മേജർ ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 95. ഡിജിറ്റൽ കറൻസി റെഗുലേഷൻ വിൽ റിസൾട്ട് ഇൻ ടു വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ്? സോ അട്രാക്ട് 30% ഓൺ ടാക്സ് ഓൺ എവറി ട്രാൻസ്ഫർ ഓഫ് ക്രിപ്റ്റോ അസെറ്റ്. ഓപ്ഷൻ ഡി ഈസ് ദ കറക്റ്റ് ആൻസർ. സോ ഇത് നമ്മുടെ ഫസ്റ്റ് പാസേജ് ആണ്. ഇതുപോലെ നമുക്ക് രണ്ടാമത് ഒരു പാസേജ് കൂടി ഉണ്ടായിരുന്നു ആൻഡ് ആ ഒരു പാസേജാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. സോ ഈ ഒരു പാസേജ് നല്ല രീതിയിൽ വായിക്കാം. നിങ്ങൾക്കിത് പോസ് ചെയ്ത് വെച്ചിട്ട് ഈ ഒരു കംപ്ലീറ്റ് പാസേജ് വായിക്കാം. അതിനുശേഷം നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസിലേക്ക് വരാം. ക്വസ്റ്റ്യൻ നമ്പർ 96. As per the passage, who is at fault? Mr. Nayak, Kamath, Mr. Nayak and Mr. Kamath, Human Resource Development. So option D, HRD-യുടെ ആണ് ഈ ഒരു ഫോൾട്ട് എന്ന് പറയുന്നത്. Question number 97. Again, assertion reasoning question ആണ്. Assertion: it was right on the part of accounts department to withhold payment, and reason: Mr. Nayak had authority to place the order for material worth rupees 25 lakh. So statement 1, അതായത് assertion ശരിയാണ്, പക്ഷേ റീസൺ പറഞ്ഞിരിക്കുന്നത് എൻറ്റയർലി തെറ്റാണ്. നിങ്ങൾക്ക് ആ ഒരു പാസേജ് വായിക്കുമ്പോൾ ആ ഒരു ഐഡിയ കിട്ടും എന്നുള്ളതാണ്. ക്വസ്റ്റ്യൻ നമ്പർ 98ലേക്ക് വരികയാണെങ്കിൽ നിങ്ങൾക്ക് രണ്ട് സ്റ്റേറ്റ്മെൻറ്റ്സുകളാണ് തന്നിരിക്കുന്നത്. മിസ്റ്റർ നായിക് പെർസെപ്ഷൻ ദാറ്റ് ഹി കുഡ് പ്ലേസ് എൻ ഓർഡർ ഫോർ മെറ്റീരിയൽ വർത്ത് rupees 25 lakh വാസ് റൈറ്റ്. സോ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് തെറ്റാണെന്ന് മനസ്സിലാകും. ആൻഡ് സ്റ്റേറ്റ്മെൻറ്റ് 2ലേക്ക് വരികയാണെങ്കിൽ പെർക്സ് ആൻഡ് റെപ്യൂട്ടേഷൻ ഓഫ് കോൺഗ്ലോമറേറ്റ് വെയർ ദ റീസൺ ഫോർ മിസ്റ്റർ നായിക് ജോയിനിങ് ദ എക്യുട്ടസ് പൈപ്പ് മേക്കിംഗ് കമ്പനി. ഓക്കെ, സോ ദ കറക്റ്റ് ആൻസർ ഇസ് ഡി. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. Question number 99. What is the most ineffective in the organization? Recruitment policy, selection policy, induction program, promotion policy. So ഇതൊക്കെ നിങ്ങൾക്ക് ആ ഒരു പാസേജ് നന്നായിട്ട് വായിച്ചാലാണ് നന്നായിട്ട് ഇതിനെ ആൻസർ ചെയ്യാൻ പറ്റാൻ. പാസേജ് ഫുൾ ആയിട്ട് തന്നെ വായിക്കുകയും വേണം. സോ ഇൻഡക്ഷൻ പ്രോഗ്രാം ആണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ. മൂവിങ് ടു ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ നമ്പർ 100. The job of AGM material is to place order, receive material, inspect material, issue material. Correct answer is option A, place material. സോ നമ്മളിപ്പോൾ 1 to 100 വരെയുള്ള എല്ലാ ക്വസ്റ്റ്യൻസും തന്നെ അതോടൊപ്പം അതിൻ്റെ ആൻസേഴ്സ് കൂടി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ നമുക്കിപ്പോൾ ഈ ലാസ്റ്റ് 2 ക്വസ്റ്റ്യൻസുകൾ പാസേജ് ആണ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് പോസ് ചെയ്ത് വെച്ചതിന് ശേഷം ആ ക്വസ്റ്റ്യൻസ് കൂടി ഒന്ന് ആൻസർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. സോ നമുക്ക് ഈ ക്വസ്റ്റ്യൻസും അതോടൊപ്പം അതിൻ്റെ ആൻസേഴ്സും കണ്ട വഴി നമുക്കൊരു പ്രോപ്പർ ഐഡിയ കിട്ടിയിട്ടുണ്ട് എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ ധാരാളം സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് നമ്മൾ കണ്ടു, മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് കണ്ടു. അതുപോലെ തന്നെ പ്രോസസ്സുകളാണെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റെപ്പുകൾ അറേഞ്ച് ചെയ്യാനായിട്ടുള്ള
ക്വസ്റ്റ്യൻസും നമ്മൾ കണ്ടു. സോ നമ്മൾ ഈ ക്വസ്റ്റ്യൻ പൂർണ്ണമായിട്ടും അനലൈസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മറ്റൊന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞാൽ മാർക്കറ്റിംഗ് പോലെയുള്ള ഏരിയാസിൽ നിന്ന് ഇപ്പോൾ കഴിഞ്ഞ വർഷം അതിന് തൊട്ടുമുമ്പത്തെ വർഷത്തെയൊക്കെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ എടുത്ത് നോക്കുകയാണെങ്കിൽ കൂടുതലായിട്ടും ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. പക്ഷേ ഇത്തവണത്തെ മാർക്കറ്റിങ്ങിൻ്റെ ക്വസ്റ്റ്യൻ പാറ്റേണിലേക്ക് വരികയാണെങ്കിൽ കൂടുതലായിട്ടും ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ് അവർ ചോദിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. ഓക്കെ, സോ നമുക്ക് അങ്ങനെയുള്ള ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഐഡിയ നമുക്ക് ഈ ക്വസ്റ്റ്യൻ അനലൈസ് ചെയ്യുന്നത് വഴി കിട്ടും. ഓരോ ടോപ്പിക്കിൽ നിന്ന് എങ്ങനെ ചോദിക്കുന്നു, ഏതൊക്കെ രീതിയിൽ ക്വസ്റ്റ്യൻസ് വരുന്നു എന്നുള്ളൊരു പ്രോപ്പർ ഐഡിയ നിങ്ങൾക്ക് ഇപ്പോൾ ഓൾറെഡി കിട്ടിക്കാണും. സോ ഐ ഹോപ്പ് ദിസ് വീഡിയോ വിൽ ഹെൽപ്പ് യു ഫോർ യുവർ പ്രിപ്പറേഷൻ. താങ്ക് യു ആൻഡ് ഹാപ്പി ലേണിംഗ്.